കൃഷ്ണ ജലധര സമനീലവർണ്ണ ജയ ജയ കൃഷ്ണ ജലധര സമനീലവർണ്ണ ജയ ജയ കൃഷ്ണ ജലധര സമനീലവർണ്ണ ജയ ജയ കൃഷ്ണ ഗൗരവർണ്ണ കൃപാപൂർണ ജയ ജയ രാധേ ഗൗരവർണ്ണ ഗൗരവർണ്ണ കൃപാപൂർണ ജയ ജയ രാധേ ഗൗരവർണ്ണ ജലധര സമനീലവർണ്ണ ജയ ജയ കൃഷ്ണ ജലധര സമനീലവർണ്ണ ഗൗരവർണ്ണ കൃപാപൂർണ ജയ ജയ രാധേ ഗൗരവർണ്ണ യുഗളരൂപമംഗളമയ കുഞ്ചവിഹാരി യുഗളരൂപമംഗളമയ യുഗളരൂപമംഗളമയ കുഞ്ചവിഹാരി യുഗളരൂപമംഗളമയ കുഞ്ചവിഹാരി യുഗളരൂപമംഗളമയ യുഗളരൂപമംഗളമയ കുഞ്ചവിഹാരി യുഗളരൂപമംഗളമയ കുഞ്ചവിഹാരി യുഗളരൂപമംഗളമയ കുഞ്ചവിഹാരി गिरिधर प्रभु प्रेम रस रास विहारी गिरिधर प्रभु प्रेम रस गिरिधर प्रभु प्रेम रस रास विहारी गिरिधर प्रभु प्रेम रस रास विहारी जय जय कृष्ण जय जय राधे जय जय कृष्ण जय 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 कृष्ण जय जय राधे जय जय कृष्ण जय जय जलधर समनीलवर्ण जय जय कृष्ण जलधर समनीलवर्ण गौरवर्ण कृपापूर्ण जय जय राधे गौरवर्ण कृपापूर्ण जय जय राधे युगलरूपमंगलमय कुंज विहारी युगलरूपमंगलमय कुंज युगलरूपमंगलमय कुंज विहारी युगलरूपमंगलमय कुंज विहारी गिरिधर प्रभु प्रेम रस रस विहारी गिरिधर प्रभु प्रेम रस रस विहारी जलधर समनीलवर्ण जय जय कृष्ण जलधर समनीलवर्ण जय जय कृष्ण गौरवर्ण कृपापूर्ण जय जय राधे गौरवर्ण कृपापूर्ण जय जय राधे जय जय कृष्ण 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 जय जय राधे सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युं नमाम्यहं गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द ഭാഗവതത്തിലെ പോഷണം എന്ന ലക്ഷണത്തോടു കൂടിയ ഷഷ്ഠസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതിൽ വൃത്രാസുരൻ്റെ കഥ കേട്ടു. ഇത്ര ഭംഗിയിൽ വളരെ വൃത്തിയിൽ പ്രതികൂല സാഹചര്യത്തിലും സ്തുതിക്കുകയാണ് വൃത്രാസുരൻ. സാധാരണ പറയാറ് രജോഗുണ പ്രധാനികളാണ് അസുരന്മാർ എന്നാണ് പറയാറ്. തമോ ഗുണം രജോ ഗുണമാണ് അവർക്കെന്നാ പറയുക. പക്ഷേ സത്വഗുണം കൂടി നിൽക്കണ ഇന്ദ്രനേക്കാൾ കേമായിട്ട് ഇന്ദ്രന് അത്ര ഭക്തി ഇല്ല. ഇവിടെ വൃത്രാസുരനാവട്ടെ നല്ല ഭക്തി. ഈ സ്തുതി കണ്ടപ്പോഴാണ് ചോദിക്കുന്നത് പരീക്ഷത്ത് എങ്ങനെ രജസ്തമസ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ വാത്മന നാരായണീയ ഭഗവതി കഥമാസീത് ദൃഢാമതി. എങ്ങനെ ഈ രജോ ഗുണപ്രധാനികളും തമോ ഗുണപ്രധാനികളുമായിട്ടുള്ള ഈ അസുരന്മാർക്ക് സത്വഗുണപ്രധാനികളായിട്ടുള്ള ഋഷിമാരേക്കാൾ ഭക്തി എങ്ങനെ ഉണ്ടാവുന്നു? എന്താ ഈ അസുരൻ? അതും പ്രതികൂല സാഹചര്യത്തിലാണ്. അനുകൂല സാഹചര്യത്തിൽ വെച്ചാൽ പോട്ടെ, ഭാഗവതം കയ്യിലുണ്ട്, ധാരാളം വിഗ്രഹങ്ങൾ മുന്നിലുണ്ട്, അമ്പലത്തിലാണ്, എന്നിട്ടും നമുക്ക് നാമം ജപിക്കാൻ തോന്നുന്നില്ല. ഇവിടെ യുദ്ധക്കളമാണ്, ചോര ചീറ്റി തെറിക്കുകയാണ്, ശത്രുവാണ് മുന്നിൽ. അവിടെ വെച്ച് ഭഗവാനെ സ്തുതിക്കണമെങ്കിൽ അയാളുടെ ആ മനസ്സ് എന്നാണ്, ആ ഉള്ളിലുള്ള ആ ഒരു ബുദ്ധി എങ്ങനെയാണത് എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല, പൂർവ്വ സംസ്കാരം. അദ്ദേഹം പൂർവ്വജന്മത്തിൽ വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചിത്രകേതു എന്നാണ്. ശൂരസേന എന്ന പേരായിട്ടൊരു രാജ്യം. ആസീത് രാജാ സാർവഭൗമ ശൂരസേനേഷു വൈ നൃപ ചിത്രകേതു രിതിഖ്യാത. ചിത്രകേതു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യസിയാസീത് കാമധുമഹി. വലിയ കൊട്ടാരമുണ്ട്, സമ്പത്ത് കുറേ ഉണ്ട്, ധാരാളം കല്യാണം കഴിച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് ഭാര്യമാരാണ്. പക്ഷെ മക്കളില്ല. ഈ ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അങ്ങനെ അദ്ദേഹം പുത്രകാമേഷ്ടിയൊക്കെ നടത്തുകയാണ്. ആദ്യം അംഗിരസ മഹർഷി കണ്ട് അദ്ദേഹത്തെ ഉപദേശിച്ചു, മക്കളില്ലാത്തതല്ല അങ്ങയുടെ ദുഃഖത്തിന് കാരണം, അജ്ഞാനമാണ്. അജ്ഞാനം ഓരോരുത്തർക്ക് ഓരോ രൂപത്തിൽ നിൽക്കും. ചിലർക്ക് മകന്റെ രൂപത്തിലാവും നിൽക്കുക, ചിലർക്ക് ഭാര്യയുടെ രൂപത്തിലാവും, കല്യാണം കഴിഞ്ഞില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ നിൽക്കും, ചിലർക്ക് കാശില്ല എന്നുള്ള മട്ടിലാവും നിൽക്കുക. ഒക്കെ അജ്ഞാനമാണ്. ജ്ഞാനം ഉദിച്ചാൽ ഒരു പ്രശ്നവുമില്ല, നമ്മളൊക്കെ പൂർണ്ണരാണെന്ന് ബോധ്യമാവും. കുട്ടികളില്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ അവനവൻ്റെ കുട്ടികളായിട്ട് കണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, ദത്തെടുക്കാം. അതല്ലെങ്കിൽ എല്ലാവരുടെ മക്കളെയും തൻ്റെ മക്കളായിട്ട് കാണുക. ഇനി സ്വന്തമായിട്ട് മകനുണ്ടായി കരുതിയിട്ട് നേരെ ആയിക്കോളെന്ന് ഉറപ്പുണ്ടോ? മഹാമോശക്കാരനായാലോ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് വിപരീതം ചിന്തിച്ചിട്ട് മനസ്സിനെ അടക്കുക, അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം കൂട്ടാക്കിയില്ല. വിശക്കുന്ന ആൾക്ക് ഭക്ഷണമാണ് വേണ്ടത്, ഉപദേശമല്ല. കുറച്ച് സ്വർണ്ണനാണയം കിട്ടിയിട്ട് കാര്യമില്ല, ഭക്ഷണമാണ് വേണ്ടത്. അതുപോലെ എനിക്കിപ്പോൾ ഒരു ഉണ്ണി ഉണ്ടാവുക വേണ്ടത്. ചിലതൊക്കെ അനുഭവിച്ച് തന്നെ പഠിക്കുള്ളൂ. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി പുത്രകാമേഷ്ടി നടത്തി. പായസവുമായിട്ടൊരു ദേവം പൊന്തി വന്നു. ആ പായസം അംഗിരസ മഹർഷി സ്വീകരിച്ചു. അദ്ദേഹം അത് രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോയിക്കോളൂ, അങ്ങ് ഭാര്യയ്ക്ക് കൊടുക്കൂ, അങ്ങക്ക് ഉണ്ണി ഉണ്ടാവും. ശ്രദ്ധിക്കണം, ഹർഷശോകപ്രദസ്തുഭ്യം എടുത്തു പറഞ്ഞു. ഹർഷവും തരും ശോകവും തരും. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം. ഉണ്ടാവണ ഉണ്ണി അങ്ങേക്ക് ഹർഷവും തരും ശോകവും തരും. ഏത് വിഷയവും അങ്ങനെയാ. ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന ഏത് വിഷയത്തിലും എന്തുണ്ടാവും? സുഖവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. സുഖം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടെങ്കിൽ സുഖവും ഉണ്ടാവും. ഇത് മാറിക്കൊണ്ടിരിക്കും. ഒരു വിഷയത്തിൻ്റെ സാന്നിധ്യം നമ്മളെ സുഖിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അസാന്നിധ്യം ദുഃഖിപ്പിക്കും. എ സിയിലിരിക്കുമ്പോൾ സുഖം ഉണ്ടെങ്കിൽ എ സി പോയാൽ ദുഃഖമുണ്ട്. എ സി ആദ്യം ഇല്ലെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. അതിൻ്റെ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പോയാൽ ദുഃഖം ഉണ്ടാവും. അതാണ്. ഒന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ അതിൻ്റെ അസാന്നിധ്യം ദുഃഖിപ്പിക്കും. ഇവിടെ എന്തായാലും അതൊന്നും ആലോചിച്ചില്ല, സുഖാവുമല്ലോ എന്ന് കരുതി ആ പായസം കൊണ്ടുപോയി കൊട്ടാരത്തിലെത്തി. എത്ര ഭാര്യമാരാ? 1000 ഭാര്യമാരാണ്. അവിടെ എത്തിയപ്പോഴാണ് ആലോചിച്ചത്, ലേശയുള്ള പായസം എല്ലാവർക്കും കൊടുക്കാൻ തികയില്ല, സ്പൂണിൻ്റെ വാലുകൊണ്ട് കൊടുത്താലും എത്തില്ല, 2 ആൾക്ക് കഷ്ടിച്ച് കഴിക്കുക, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഒരാൾ കഴിക്കാൻ നന്നാവുക. രാജാവ് ഭാര്യമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കഥ, ലേശേ പായസമുള്ളൂ, ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ, നിങ്ങളൊക്കെ കൂടി ആലോചിച്ച് ഒരാൾ കഴിക്കുക. അവരൊക്കെ കൂടി ആലോചിച്ചു. അങ്ങനെ ആര് കഴിച്ചോട്ടെ? ആദ്യം വിവാഹം കഴിച്ച സീനിയർ മോസ്റ്റ് കൃതദ്യുതി എന്നാണ് അവളുടെ പേര്. ആദ്യം കല്യാണം കഴിച്ചത് അവളെയാണ്. അവൾ കഴിച്ചോട്ടെ എന്നൊക്കെ അവരെ പറഞ്ഞു. അവരുടെ ആ ഐക്യം കണ്ടപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. ഇങ്ങനൊരു ഇത്രയും നല്ല ഭാര്യമാരെ കിട്ടിയല്ലോ. ഏതായാലും കൃതദ്യുതി ഈ പായസം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൃതദ്യുതി ഗർഭിണിയായി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രാജാവിന് പിന്നെ കൃതദ്യുതിയെ മാത്രമേ ശ്രദ്ധിക്കണുള്ളൂ. 2 മാസം 3 മാസമൊക്കെ ആയി. രാജാവ് ഇങ്ങനെ കൃതദ്യുതിയോട് ഒരു ഭാഗത്തിരുന്നാൽ മതി, ഇങ്ങനെ എണ്ണീറ്റ് നടക്കൊന്നും വേണ്ട, ഇവിടെ അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ മറ്റു ഭാര്യമാരില്ലേ, അത് അവർക്ക് ഇഷ്ടാവണില്ല. അതാണ്. നീ ഇങ്ങനെ എണീച്ച് നടക്കണ്ട, എന്തെങ്കിലും കഴിക്കാൻ മോഹണ്ടേ പറയണം കേട്ടോ. അതാണ്. അരിഷ്ടവും കഷായമൊക്കെ തീർന്നാൽ പറയുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവളുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞു, ഒരു 9 മാസമായി 10 മാസം പ്രസവിച്ചു. ആൺകുട്ടിയാണ്. എന്തൊരു സന്തോഷം. ജനങ്ങളൊക്കെ കാണാൻ വരുന്നു, അവരെന്തൊക്കെയോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, മൊബൈലിൽ കൺഗ്രാറ്റ്സ് മെസ്സേജ് വരണു. ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പുളകം കൊള്ളുക. ഇതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. എന്ത്? ഉണ്ണി ഉണ്ടാവണതല്ല, ഉണ്ണി ഉണ്ടായി ഇങ്ങനെയൊക്കെയുള്ള കുറേ സന്തോഷം ഉണ്ടല്ലോ, അതാണ് സ്വാർത്ഥതയാണ് അതൊക്കെ കാര്യം. ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ സന്തോഷിക്കണം, ഈ ഒരു വിചാരമായിരുന്നു. അതൊക്കെ ഉണ്ടായി ഒരു ഭാഗത്ത്. പക്ഷെ അതോടുകൂടി എന്തുണ്ടായി ചോദിച്ചാൽ മറ്റ് ഭാര്യമാർക്കൊന്നും
ഒരു വിഷമം. എന്താ വിഷമം ചോദിച്ചാൽ അവർക്ക് കാമജ്വരോ ഭവത്. കാമജ്വരം എന്ന് പറഞ്ഞാൽ അസൂയ ആണ്. മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു വേദന. നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല, എന്നാലും വേറൊരാൾക്ക് ഒരു സന്തോഷം കാണുമ്പോൾ അങ്ങനെ ഒരു സഹിക്കാൻ പറ്റാത്തൊരു കുഴപ്പമുണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുക? അസൂയ. അസൂയയ്ക്ക് എന്തില്ല? മരുന്നില്ല. കഷണ്ടിക്ക് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കണോ? പക്ഷെ അസൂയയ്ക്ക് എന്തായാലും ഇല്ല. അതങ്ങോട്ട് വന്നു, അതങ്ങോട്ട് വളർന്നു, വലിയ പ്രയാസം. രാജാവ് നമ്മളെ തീരെ ശ്രദ്ധിക്കുന്നില്ല. എന്താ അങ്ങനെ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ കാരണം? പണ്ടൊക്കെ വലിയ ശ്രദ്ധയായിരുന്നല്ലോ, ഇപ്പം കൃതജ്ഞത മാത്രം മതി. എന്താ അവൾക്ക് പ്രത്യേകത? പ്രസവിച്ചു എന്നല്ലേ? നമ്മുടെ ഔദാര്യം കൊണ്ട്. എന്ത് നമ്മളൊക്കെ വേണ്ട പറഞ്ഞോണ്ടല്ലേ അവൾ കഴിച്ചത്. ഞാൻ കഴിച്ചിരുന്നു, ഞാൻ പ്രസവിക്കില്ലായിരുന്നു ഒരു ഭാര്യ. ഇങ്ങനെ മറ്റു ഭാര്യമാരെല്ലാവരും കൂടി പറഞ്ഞ അവസാനം അവർ തീരുമാനിച്ചു അവളെയും നമ്മളെപ്പോലെ തന്നെ ആക്കണം. എന്താ വഴി? കുട്ടിയെ കൊന്നാ മതിയല്ല. നോക്കണേ, വിദ്വേഷ നഷ്ടമതയ സ്ത്രീയോ ദാരുണചേതസ. വിദ്വേഷം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട ആ സ്ത്രീകൾ ഗരം ദതു കുമാരായ, ആ കുട്ടിക്ക്, ഉറങ്ങിക്കിടക്കുന്ന കുട്ടിക്ക് ഗരം എന്ന് പറഞ്ഞ വിഷം കൊടുത്തു കൊന്നു. രാജാവൊന്നും മനസ്സിലാക്കിയില്ല. കുട്ടി മരിച്ചു എന്നുള്ള വാർത്ത അമ്മയുടെ അടുത്ത് വന്നിട്ട് തോഴി പറഞ്ഞു. അമ്മ ബോധം കെട്ടു വീണു. കൃതജ്ഞതയുടെ കഥ കഴിഞ്ഞു. അപ്പം തന്നെ ബോധം കെട്ടു വീണു. ഈ വാർത്ത തോഴി വന്ന രാജാവിനോട് പറഞ്ഞു. രാജാവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പരിഭ്രമിക്കുന്നു, വീഴുന്നു, ഞെട്ടിയുണരുന്നു, വിളിച്ചു കരയുന്നു. ഇതിനായിരുന്നോ അല്ലയോ ഭഗവാനെ അങ്ങനെക്ക് ഈ ഉണ്ണിയെ തന്നത് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ കുറെ ചിത്ത പറയുന്നുണ്ട്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സ്ത്രീകളൊക്കെ വന്നു. എത്ര ഭാര്യമാരുണ്ടല്ലോ, അവരും വന്ന് കരയുന്നുണ്ട്. ആരാ കൊന്നത്? അവർ നെഞ്ഞത്തടിച്ച് നല്ല അഭിനയ. ഇങ്ങനെ വെച്ചടിച്ചാൽ ശബ്ദം ഉണ്ടാവുകയും ചെയ്യും, വേദന ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് പലതിക്കലും കരച്ചില്. അത് സ്നേഹം കൊണ്ട് കരയൊന്നുമല്ല. ഇനി കരഞ്ഞില്ല എന്ന് വേണ്ട, അത്രയേ ഉള്ളൂ. അങ്ങനെ അവർ പൊട്ടിക്കരയുന്നുണ്ട്. യഥാർത്ഥ സ്നേഹമാവുന്നൊക്കെ രാജാവ് വിചാരിച്ചു. ജനങ്ങളൊക്കെ കാണാൻ വരുന്നു. നേരത്തെ ആരൊക്കെയാണ് വന്നു വെച്ചാൽ അവരൊക്കെ തന്നെ എപ്പോഴും വരുന്നുണ്ട്. നേരത്തെ സന്തോഷമായിരുന്നു, ഇപ്പം ദുഃഖം. രാജാവായതുകൊണ്ട് എല്ലാവരും വരും. കാശൊന്നും ഇല്ലെങ്കിൽ ഒറ്റ മനുഷ്യൻ വരൂല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആളുകളൊക്കെ വന്ന് ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നൊക്കെ പറയും. പോയതാർക്കാ? രാജാവിനല്ലേ. ദുഃഖം സഹിക്കാൻ വയ്യ. ഈ കരച്ചിലും ബഹളമൊക്കെ കേട്ടപ്പോൾ അംഗിരസ മഹർഷിയും നാരദ മഹർഷിയും അവർ ആകാശത്തിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു. ഈ ബഹളം കേട്ടപ്പം ചോദിച്ചു നാരദ മഹർഷി, എന്താ താഴത്താകെ ഒരു ബഹളം? അംഗിരസ മഹർഷി പറഞ്ഞു, കുറച്ച് മുന്നേ ഞാൻ പായസം കൊടുത്തിരുന്നു, അതിൻ്റെ ആവും, ഒന്ന് പോയി നോക്കുക എന്നും. അവർക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിഷമൊക്കെ ഋഷിമാർക്ക് ഇപ്പം അഹന്ത കൊണ്ടല്ലേ കരയണത്, അത്രേ അവർ വിചാരിക്കുള്ളൂ. എന്താണ്? അഹന്ത കൊണ്ടല്ലേന്നേ അവർ വിചാരിക്കുള്ളൂ. അല്ലാതെ നമ്മളിപ്പം ദയനീയമായിട്ട് കഷ്ടപ്പെട്ട് പറയണമെന്ന് കാര്യമില്ല. അജ്ഞാനം നീങ്ങിയ സ്വസ്ഥമായിട്ടിരിക്കുക. അവർ രണ്ടുപേരും താഴത്തേക്ക് വന്നു. അടുത്ത് വന്ന് കേമായിട്ട് അംഗിരസ മഹർഷി ഉപദേശിച്ചു. അന്നേ ഞാൻ അങ്ങയോട് പറഞ്ഞതാ, പക്ഷെ അങ്ങനെ കേട്ടില്ല. ഇപ്പം അങ്ങേക്ക് അനുഭവത്തിൽ വന്നല്ലോ. ഇത്രയേ ഉള്ളൂ. ഹർഷം തരും, അത് തന്നെ ശോകവും തരും. ആ ഉണ്ണി ഉണ്ടായപ്പം വലിയ സന്തോഷം, പോയപ്പോഴോ അധികം ദുഃഖം. ഇല്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ. ഒന്നുണ്ടായിട്ട് അതിൻ്റെ ചിരിയും കളിയൊക്കെ കണ്ട് പോയാലുള്ള വിഷമം എത്രയാ. അങ്ങോട്ട് പോയില്ലേ, അധികം ദുഃഖം. ഇങ്ങനെയാണ് ലോകം, അത് മനസ്സിലായിക്കോളൂ. ഇങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങ് ഒഴിവാക്കും. ഇതൊക്കെ അതിനത്രയും പ്രാരബ്ധമുള്ളൊന്ന് കൂട്ടിയാൽ മതി. അങ്ങയിൽ നിന്ന് വരാൻ അതാണ്, അത്രയേ ഉള്ളൂ. നമ്മുടെ മകനാണെന്ന് വിചാരിക്കേണ്ട. അത് നമ്മളിലൂടെ വന്നു. ഭഗവാന്റെ എന്താണ്? നമ്മളും ഭഗവാന്റെ. നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിലെ ഉപകരണങ്ങളാ. നമുക്കൊന്നും എന്തില്ല, നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഇങ്ങനെയൊക്കെ അറിഞ്ഞ എളുപ്പമുണ്ട്. സ്രോതോ വേഗേന വാലുക, അത് ഓർക്കുക. ഇതുപോലെ നദിയിൽ മണൽത്തരി ഒഴുകും പോലെ മണൽത്തരിക്കൊരു സ്വാതന്ത്ര്യമില്ല. അത് വടക്കോട്ട് ഒഴുക്കാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ പോകും. കിഴക്കോട്ട ഒഴുക്കിച്ച അങ്ങോട്ട് പോയി. മണൽത്തരിക്ക് വല്ല സ്വാതന്ത്ര്യമുണ്ടോ? അതുപോലെയാണ് നമ്മൾ ചിലരോട് ചേർന്ന് നിൽക്കും. നമ്മൾ വിചാരിച്ചിട്ടല്ല, ഭഗവാൻ ചേർത്ത് വെച്ചതാ. വിട്ടു പോകേണ്ടി വരും, ഇടയ്ക്കായിട്ട് മാറ്റിയാൽ പോകേണ്ടി വരും. പോവില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 7 ദിവസം കഴിഞ്ഞു, ഞാൻ പോകണില്ല പറഞ്ഞിരുന്നാലോ? അങ്ങനെ പറ്റില്ല, പോണ്ടേ. അത് വേണം. ഓരോ സമയമാകുമ്പം ഓരോ ദിക്കിൽ നിന്ന് ആണ്. പിരിയണം അരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ ആണ്. നന്നായി കളിച്ചു കഴിഞ്ഞാൽ പിരിയാറാകുമ്പോൾ പിരിയണം ആണ്. വേഷം അഴിച്ചു വെക്കാനായാൽ അഴിച്ചു വെക്കണം. അതെടുത്ത് അണിയുമ്പം തന്നെ ഓർക്കണം അഴിച്ചു വെക്കേണ്ടതാണ്. അല്ലാതെ അവിടുന്ന് കിട്ടിയ വാടകയ്ക്ക് എടുത്ത ഡ്രസ്സാവും. നാടകം നട അതും കൊണ്ട് പോയാൽ വയ്യ. അഴിച്ചു വെക്കേണ്ടതാ മനസ്സിലാക്കിയിട്ടാണ് എടുത്ത് അണിയേണ്ടത്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒരു നാടകമാണ്. നമ്മളൊക്കെ അതിലെ കഥാപാത്രങ്ങളാണ്. ഭഗവാനാണ് അതിൻ്റെ സംവിധായകൻ. അദ്ദേഹം വിചാരിച്ചു തന്നെ നടക്കുള്ളൂ. നമുക്ക് സ്ക്രിപ്റ്റ് മാറ്റാനൊന്നും പറ്റില്ല. പറ്റുമോ? ആദ്യം മുത്തശ്ശനാണ് മരിക്കേണ്ടത്, അങ്ങനെ എഴുതാൻ അത് പറ്റില്ല. അല്ലേ, നമ്മുടെ സങ്കല്പം അങ്ങനെയല്ലേ? ആദ്യം മരിക്കേണ്ടത് മുത്തശ്ശനാ വിചാരമില്ല. പക്ഷെ നമ്മളെ കണക്കാക്കുന്നത് എങ്ങനെയാ? ആദ്യം മുത്തശ്ശൻ, പിന്നെ മുത്തശ്ശി, പിന്നെ അച്ഛൻ, പിന്നെയോ അമ്മ, പിന്നെ ഞാൻ വേണ്ട. ഇതാണ് നമ്മുടെ കഥ. നമ്മളിങ്ങനെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അത് തിരിച്ചായ ബുദ്ധിമുട്ടായി. ആദ്യം കുട്ടി പോയ പ്രയാസമായി. അങ്ങനെയൊന്നും പറയുന്ന ചെയ്ത് തിരുമേനി ആയിക്കോട്ടെ, പറയണില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? പ്രാരബ്ധം തീർന്നാൽ ഒരു നിമിഷം അവിടെ നിൽക്കില്ല, പോവും. നമ്മുടെ സങ്കല്പം പോലെയല്ല. അപ്പോൾ ചിലർ ചോദിക്കുക ആത്മഹത്യ ചെയ്യണതോ? ആത്മഹത്യ പ്രാരബ്ധം കഴിയുമ്പോൾ അങ്ങനെ തോന്നണത്.
ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടിട്ട് മരിക്കാത്തവരുണ്ടല്ലോ ഇല്ലേ? 17 പ്രാവശ്യം നോക്കി. ഇപ്പം പിന്നെ നട്ടല്ലൊടിഞ്ഞുകൊണ്ട് വേറൊരാളുടെ സഹായം വേണം ആത്മഹത്യ ചെയ്യാൻ തന്നെ. പറ്റില്ല, അതാണ് പോകാനായില്ല, അതാണ് അനുഭവിക്കേണ്ടത് അനുഭവിക്കണ്ടേ, എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പം. അത് ഉറപ്പിക്കണം. നമ്മളിത് പറയുമ്പോണ്ട്, പക്ഷെ ഉറപ്പില്ല, അതാണ് വിഷയം. പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും, പിന്നെ വിഷയം വരുമ്പം വിഷമം വരുമ്പോൾ അങ്ങോട്ട് പോകും, വേറെ ഓരോന്ന് ചിന്തിക്കും. അതിനൊക്കെയാണ് ഈ കഥകളൊക്കെ. ഒരേ ഗ്രഹനിലയിൽ പറഞ്ഞവർക്ക് പോലും ഒരേ സ്വഭാവമല്ലല്ലോ. ഇരട്ടക്കുട്ടലാണെങ്കിൽ പോലും ഒരേ സ്വഭാവമല്ല, നേരെ വിരുദ്ധമായിട്ട് കാണാറുമുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും സ്വഭാവമല്ലാത്ത മക്കളെയും കാണാതാണ്. അച്ഛനും അമ്മയൊക്കെ നല്ല മക്കളാച്ചാൽ തിരിച്ചും അച്ഛനും അമ്മയൊക്കെ മഹാകഷ്ടം, ഉണ്ടായ ഉണ്ണിയാവും, എന്തൊരു മിടുക്കൻ. എന്താ ഇങ്ങനെ ചോദിച്ചാൽ ഓരോരുത്തരും കൊണ്ടിട്ടാണ് വരുന്നത്, കുറച്ചെടുത്തിട്ടാണ് വരുന്നത്. അപ്പം അത് മനസ്സിലാക്കുന്നത് നമ്മളുടെ അല്ല. അത് മനസ്സിലാക്കിയാൽ എളുപ്പമായിട്ടിരിക്കാം എന്നൊക്കെ ഉപദേശിച്ചുവെങ്കിലും രാജാവ് കണ്ണീരൊക്കെ തുടച്ചിട്ട് ചോദിച്ചു, കൗ യുവാം ജ്ഞാന സമ്പന്നവും, നിങ്ങൾ ആരാ ചോദിച്ചു. അപ്പോഴാണ് അംഗരസ മഹർഷിക്ക് മനസ്സിലായത് ഇത്ര നേരം പ്രഭാഷണം വേസ്റ്റ്, ഇയാൾ കേട്ടിട്ടുണ്ടല്ല, ആളെ തന്നെ മനസ്സിലായില്ല. അതാണ് ഇവിടെ താൻ എന്നെ ഓർക്കണില്ലേ, ഞാനല്ലേ അന്ന് ആ പായസമൊക്കെ തന്നത്, അംഗരസ മഹർഷിയാണ്. അതെല്ലേ, ഇപ്പം മനസ്സിലായി. ആരാ കൂടെയുള്ള ഇയാളെ വീണ പിടിച്ചിരിക്കുന്ന ആളാരാ? ഇത് നാരദ മഹർഷി. അറിയില്ല എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ നാരദ മഹർഷിയുടെ ഉപദേശമാണ്. രാജാവേ ഇത്രയേ ഉള്ളൂ, അങ്ങ് മനസ്സിലാക്കും. നമുക്ക് ബന്ധം കൂടുന്തോറും വിഷമം വർദ്ധിക്കും. എന്താണ്? ഒട്ടും തോറും പിടിച്ചെടുക്കുമ്പോൾ വിഷമം ഉണ്ടാവും. ഒട്ടാണ്ടിരിക്കുക, അങ്ങനെ അല്ലാണ്ട് ഒട്ടുന്നുണ്ട് തോന്നി നമ്മളിനെ നിയന്ത്രിക്കണം എന്നാണ്. അല്ലാണ്ട് അങ്ങോട്ട് ഒട്ടാൻ പോകരുത്, നമ്മളിനെ ശ്രദ്ധിക്കണം. ഇനി ഒന്ന് ഒതുങ്ങി നിൽക്കാൻ, ഇനി അധികം സംസാരമൊന്നും വേണ്ട. അങ്ങനെ വലിയ വിഷമമില്ല, അതാ പറയണത്. എത്ര വലിയ ഗമനാണെങ്കിൽ ഒട്ടിപ്പോവും. മനസ്സങ്ങനെയാണ്, മനസ്സിൻ്റെ സ്വഭാവം മൊത്തം പശയാണേ, എവിടെ ഒട്ടാൻ ഇഷ്ടമില്ല. അപ്പോൾ അത് കരുതി കൊണ്ടുവരണമെന്നില്ലെങ്കിൽ പ്രയാസമാവും. അതുകൊണ്ട് കരുതണം. ഇതൊക്കെ ഒരു യാത്രയാണ്. ജീവിതമാകുന്ന യാത്രയിൽ പലരുമായിട്ട് കൂടിച്ചേരേണ്ടി വരും. നമ്മൾ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ്. ബസ് കിട്ടണവരെന്ത് ചെയ്യും? ബസ് സ്റ്റോപ്പിലുള്ള ആളോടൊക്കെ സംസാരിക്കും. എന്തൊക്കെയാ അങ്ങട്ടാ ഞാനങ്ങട്ടാ, ടി നഗറിലേക്കാ, ഞാനങ്ങട്ടാ, നമുക്ക് ഊബർ നോക്കിയാലോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ അത്രയേ ഉള്ളൂ. ബസ് വന്നാൽ എന്ത് ചെയ്യും? ബസ് കയറുന്നാൽ ശരി പറഞ്ഞ് ബസ് കയറും. ബസ് കയറി കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെ ആ സീറ്റിലിരിക്കുന്ന ആളോട് മാത്രമേ ലോകിയുള്ളൂ. എന്തിനാത്? അയാൾ ഇറങ്ങേണ്ടത് എവിടെ അറിയണം, എന്നിട്ട് വേണം അവിടെ ഇരിക്കാൻ. അയാൾ ഇറങ്ങുമ്പം എണീറ്റ് പോകുമ്പം അയാൾ ടാറ്റയൊക്കെ പറയേണ്ടത് നമ്മൾ കൊടുക്കണില്ല. കാരണം നമുക്ക് സീറ്റ് കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളേ. സീറ്റ് കിട്ടിയപ്പോൾ പിന്നെന്താ? പിന്നെ സൈഡ് സീറ്റിലുള്ള ആളോട് ലോകിയും. എന്തിനാത്? അങ്ങോട്ടിരിക്കണം. അയാൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കാറ്റും കൊണ്ട് സുഖമായിട്ടിരിക്കാമല്ലോ. അയാളോട് ലോകിയം പറയും എത്ര നേരം. അയാൾ എണീറ്റ് പോയാൽ കഴിഞ്ഞ് വിട്ടു. പിന്നെ നമ്മൾ സ്റ്റോപ്പ് എത്തിയാൽ ഇറങ്ങും. ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. ബസ് യാത്രയ്ക്ക് വെച്ചാൽ മിണ്ടാണ്ട കഴിച്ചു കൂട്ടാം. ട്രെയിനാണെങ്കിലോ 3 ദിവസത്തെ യാത്ര ഉണ്ടെങ്കിലോ മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? രാവും പകലും കാണുകയാണേ. വണ്ടി ഇങ്ങനെ പോകുമ്പോൾ മുന്നിലിരിക്കുന്നുണ്ട്. എത്ര ചിട്ടാൻ മിണ്ടാണ്ടിരിക്കുക. കുറേ കഴിയുമ്പം എന്താ എങ്ങട്ടാ? നാട്ടിലെവിടെയാ? പാലക്കാടാണോ? ഞാൻ കോഴിക്കോടാ. എവിടെ ഇറങ്ങി? അങ്ങനെ ചോദിക്കും. അയാൾ ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ ഇങ്ങോട്ട് തരും, നമ്മൾ വെള്ളം വാങ്ങുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. ഇനി ടാലി ആയിക്കോട്ടെ. ആ ബന്ധമായി, കുറച്ച് ബന്ധമൊക്കെ ആയി. എന്താ മക്കളെന്ത് ചെയ്യണോ? ഭാര്യ എവിടെയാണോ? അങ്ങനെ ചോദിച്ചു വർത്തമാനമൊക്കെ പറഞ്ഞു. ബന്ധമായില്ലേ? ആയി. എത്ര നേരം? സ്റ്റേഷനെത്തിയാൽ ഇറങ്ങില്ലേ? അയാളെ കൂടെ പോവുമോ? ഞാനും വരും. അങ്ങനെ പറയരുത്. നമ്മളെത്തിയാൽ ഇറങ്ങണം. അങ്ങനെ ചെയ്യരുത്. അതുവരെയുള്ള ആ ബന്ധം നമുക്കറിയാം. അത് കയറുമ്പോൾ തന്നെ നിശ്ചയുണ്ട്. ഇതൊക്കെ ഇപ്പം ഇത്രയേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് ഭാര്യയും ഭർത്താവും കുട്ടികളും കുടുംബമൊക്കെ ആണ്. ആദ്യം അറിയണം. കയറി വന്നാൽ 100 കൊല്ലം ഇത്രയൊന്നും ഇല്ല, എന്നാലും മാക്സിമം അങ്ങോട്ട് പറഞ്ഞേക്കാം. അതിലപ്പുറമൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് ഓരോന്ന് കയറി 12 വയസ്സായപ്പോൾ ഒരു കുട്ടി കയറി വന്നു ബോഗിക്ക് വണ്ടിയിൽ. ഇത്രയേ ഉള്ളൂ. അവിടെ വെച്ച് വർത്തമാനമൊക്കെ പറയുന്നു. അതിനിടയ്ക്ക് ചിലർ കയറി വരുന്ന ഒരു കുട്ടി ഉണ്ടായി. ഇതൊക്കെ അങ്ങനെ സമയത്തിയ അവരൊക്കെ ഇപ്പം എങ്ങോട്ടാ ടിക്കറ്റ് എടുത്തു നമുക്ക് നിശ്ചയില്ല. നമ്മളെടുത്ത ദിക്കിലേക്ക് തന്നെ ആയിക്കോളന്നില്ല അവരൊക്കെ ടിക്കറ്റ് എടുത്തത്. അതൊക്കെ ഓർക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഇതൊക്കെ ഒരു തമാശ. ഗന്ധർവ നഗര പ്രഖ്യാഹ സ്വപ്നമായ മനോരഥ. ഇതൊക്കെ ഒരു ഗന്ധർവ നഗര ആണ്. മേജിക്കാരുണ്ടാക്കി വയ്ക്കുകയാണ്. ഒക്കെ ഇല്ലാത്തതാ, ഉള്ളതുപോലെ തോന്നും. അയാൾ നമ്മളുടെ കൂടെ വന്ന് ഞെട്ടൊക്കെ ചെയ്യും. അയാളാണ് കൂടുതൽ ഞെട്ടുക. അയാളുടെ മുഖമൊക്കെ കാണും. എനിക്ക് ആക്കും എന്തൊന്നും അയാൾക്കറിയാം. അതൊക്കെ വിഡ്ഢിത്താൻ ഉണ്ടാക്കി വെച്ചതാണ്, ഒന്നും നടക്കണില്ല എന്നറിയാം. പക്ഷെ അയാളുടെ ആ ഭാവമൊക്കെ കാണുമ്പോൾ നമ്മളത് കണ്ട് നമ്മളും ആസ്വദിക്കുകയാണ്. നമ്മളതൊക്കെ ഉള്ളതാ വിചാരിക്കുകയാണ്. ഒന്നുമല്ല. സ്വപ്നമായ മനോരഥ. ഇതൊക്കെ ഒരു സ്വപ്നമാണ്, വലിയ സ്വപ്നം. സ്വപ്നം കാണുമ്പോൾ ഉള്ളതായിട്ട് തോന്നും. ഉണർന്നാൽ പോയി. സ്വപ്നത്തിൽ എന്തൊക്കെ കാണും? വലിയ സദ്യ ഉണ്ടതൊക്കെ സ്വപ്നത്തിൽ കാണും. നല്ല സദ്യ, ഗംഭീര സദ്യ, മോരും രസവും പായസം എന്തൊക്കെയുള്ളതൊക്കെ ഉണ്ട്. നല്ലോണം ഉണ്ട്. രാവിലെ എണീറ്റപ്പോഴോ തലേനയുടെ പകുതി ഇല്ല. അതാ ഉണ്ട്. സ്വപ്നാണ്. നല്ല വിശപ്പുണ്ട് താനും. അങ്ങനെയൊക്കെ കാണും. എന്തൊക്കെ കാണുന്നുണ്ട്. ഉണർന്നാൽ പോയി. ഇത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് ഈ ജീവിതം. അങ്ങനെ പലതും കാണുന്നു, ദുഃഖിക്കുന്നു, ക്ലേശിക്കുന്നു. ഞാനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. എൻ്റെ അത്ര ദുഃഖം ലോകത്തിൽ ആർക്കും ഇല്ല. എങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടാവുമോ തിരുമേനി? എത്രയോ പേരെ ഇതിനേക്കാളൊക്കെ
എത്രയോ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പറയുക, എല്ലാവരുടെ കഥയ്ക്കും ഉണ്ടാവും ഇങ്ങനെ ഓരോന്ന്. ഒന്നുമല്ല, ഇതിലധികം കഷ്ടപ്പെടുന്നവരെ പറ്റിയൊന്ന് മനസ്സിലാക്കിയാൽ തൻ്റെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ളവരെ കാണാൻ പോകണം. നമ്മളിത് കേമന്മാരെ നോക്കി നോക്കി പോവുകയാണ്. അതല്ല, എത്രയോ പേര് എന്തെല്ലാം പ്രയാസങ്ങളായിട്ട് ലോകത്തുണ്ട്, അതൊക്കെ അറിയാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ലോകം. അതുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ വിചാരം ചെയ്യല്ലാണ്ട് വേറെ വഴിയില്ല. അതല്ലാണ്ട് വേറെ വഴിയില്ല. അതാണ്, അതിന് പരിഹാരമൊന്നുമില്ല. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് അങ്ങനെ ചെയ്യൂ, വിചാരിക്കൂ. തസ്മാത് സ്വസ്ഥേന മനസാ. ഈ ദുഃഖമൊന്ന് മാറട്ടെ. കുറച്ചു നേരം അങ്ങ് കരഞ്ഞോളൂ. നീ കരയണ്ടാവൊന്നും പറയണ്ട, കുറച്ചു നേരം കരയട്ടെ. കുറേ കഴിഞ്ഞാൽ കണ്ണീര് പറ്റും. കുറേ നേരം കരയാൻ പറ്റില്ല. 2, 3, 4 മണിക്കൂറൊക്കെ കരയാം, പിന്നെ കരയാൻ പറ്റുമോ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ കരച്ചിൽ നിന്നാൽ സ്വസ്ഥേന മനസാ. ഇനി വിചാരം ചെയ്യുക. മനസ്സിൻ്റെ കലക്കൊന്ന് നിന്നാൽ ഒരു ഭാഗത്തിരുന്ന് സ്വസ്ഥേന മനസാ വിമർശ്യ ഗതിം ആത്മനഃ. ആത്മാവിൻ്റെ ഗതി ഒന്ന് വിചാരം ചെയ്യൂ. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പലതായിട്ട് തോന്നുന്നത് ഭ്രമം മാത്രം, ഉള്ളത് ബോധം, ഈശ്വരൻ. അത് ഉറപ്പിക്കുക. ഇത്രയും കേട്ട സമയത്ത് രാജാവിന് ചെറിയൊരു ആശ്വാസം ഉണ്ടായി. എന്നാലും പൂർണ്ണമായി എന്ന് പറയാൻ വയ്യ. എന്നാലും എൻ്റെ ഉണ്ണി ഇങ്ങനെ ഉണ്ടായി പോയി എന്ന് പറയുമ്പം പിന്നെ അങ്ങ് എന്താ പ്രതീക്ഷിക്കണു? എന്താ കൊണ്ട് മരിക്കാണ്ട് അങ്ങനെ ഇരിക്കുക? അതാണ്, അത് നടക്കില്ലല്ലോ. ഇല്ല. ഇപ്പം എന്താ ഉദ്ദേശിക്കണത്? ഞാനുള്ള കാലം വരെ ഇപ്പം സ്വാർത്ഥത എന്താണ്? അല്ല, അതല്ലേ തൻ്റെ ആവശ്യത്തിന് പറ്റണം, അതാണ് കാര്യം. അതെ, എല്ലാവർക്കും എങ്ങനെയാണ്? എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുന്നത് സ്നേഹം കൊണ്ടല്ല, സ്വാർത്ഥത കൊണ്ടാണ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. നമ്മളും തിരിച്ചറിയാത്തോണ്ടാ. അപ്പം എനിക്കും സ്വാർത്ഥത കൊണ്ട് തന്നെയാണ് എല്ലാവരോടും സ്നേഹം. നമ്മളിത് പറയാറുണ്ട്, അർത്ഥമുണ്ടല്ലെങ്കിലും ആണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക പറയും. എന്തായിട്ട്? എന്താ ആത്മാർത്ഥം എന്ന് പറഞ്ഞ അർത്ഥം? ആത്മാ പറഞ്ഞാൽ എന്താ? ഞാൻ എന്നാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. ഭാര്യയോട് പറയാ, ഞാനേ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? ഞാൻ നിന്നെ എനിക്ക് വേണ്ടി സ്നേഹിക്കുക. ഇതറിയാത്ത ഭാര്യ, അതെയോ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ എനിക്ക് വേണ്ടി. അതന്നെ സത്യം. അതെ, സ്വാർത്ഥന്മാരാണ്. പക്ഷെ ശരിക്കുള്ള സ്വാർത്ഥത ഈശ്വരനെ മാത്രം സ്നേഹിക്കല. അതറിയണമില്ല. അതാണ് സ്വാർത്ഥനാന്ന വെപ്പ്. കേട്ടോ, ഭഗവാനെ സ്നേഹിക്കുന്നുമില്ല. അതാണ് ഏറ്റവും വലിയ സ്വാർത്ഥത. ഭഗവാനാണ് ഏറ്റവും വലിയ അർത്ഥം. ഏതായാലും ഉണ്ണി ഉണ്ടായാൽ ദുഃഖം മാറുമെന്ന് പറഞ്ഞ സമയത്ത് ചോദിച്ചു, ഇല്ല, അങ്ങനെ മാറില്ല കേട്ടോ. അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു ഉണ്ണിയെ വിളിക്കാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി ആ ശവശരീരം എടുത്ത് മടിയിൽ വെച്ച് മന്ത്രം ചൊല്ലി ആ ഉണ്ണി അങ്ങോട്ട് എണീറ്റു. ജീവാത്മൻ പശ്യ ഭദ്രം തേമാതരം പിതരം ചതേ. ജീവാത്മാവെ എഴുന്നേൽക്കൂ, അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണൂ എന്ന് പറഞ്ഞപ്പം ഉടനെ ആ മരിച്ച ഉണ്ണി അങ്ങോട്ട് എണീറ്റു. രാജാവിന് വലിയ സന്തോഷം. കണ്ണീരൊക്കെ തുടച്ചു, നിവർന്നിരുന്നു, പുഞ്ചിരിച്ച് നോക്കി നിൽക്കുക തൻ്റെ ഉണ്ണിയെ. പക്ഷെ ഉണ്ണിക്ക് തന്നോട് ആ ഭാവമില്ല, അച്ഛൻ എന്നുള്ള വിചാരമില്ല. നാരദ മഹർഷിയോട് ചോദിക്കുക, ആരാ അയാള്? ഈ താടിക്കാരൻ തങ്ങ ചിരിച്ചിരിക്കണു, അയാളാരാ? നാരദ മഹർഷി, നിന്റെ അച്ഛനാ? അതെയോ? അല്ല, എന്തിനിപ്പം അങ്ങോട്ട് എന്നെ വിളിച്ചു? ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാവട്ടോ. എവിടെയൊക്കെ ഞാൻ മരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ എന്നെ പലരും വിളിച്ചിരുന്നു. അവിടെ ഉള്ളവരൊക്കെ അങ്ങനെ കരയൊക്കെ ചെയ്യും. പക്ഷെ അവിടേക്കും തിരിച്ചു പോയിട്ടില്ല. പലരുടെയും ഭാര്യയായിട്ടുണ്ട്, ഭർത്താവായിട്ടുണ്ട്, മകനായിട്ടുണ്ട്, മകളായിട്ടുണ്ട്, എന്തൊക്കെയായിട്ടുണ്ട്. അപ്പോഴൊക്കെ മരിക്കുമ്പോൾ കുറച്ചു നേരമൊക്കെ കരയും, അവിടെയൊക്കെ തിരിച്ചു പോവുക. ഒക്കെ നടക്കണ കാര്യമാണ്. അതൊക്കെ വേണോ? ഇപ്പം ഞാൻ തിരിച്ചു വന്നു ആണ്. ഒക്കെ നാരദ മഹർഷി കാണിക്കുന്നതാണ്, കാട്ടിക്കൂട്ടാണ് വിവേകം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. താടിക്കാരെന്നൊക്കെ കേട്ടപ്പോൾ തന്നെ അച്ഛന് ഈ ഉണ്ണിയോടുള്ള മമത പോയി ആണ്. കാരണം ഇങ്ങനെ എടുത്തനാച്ച ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ ഇങ്ങനെ ഇത് വലുതായ എന്തായിരിക്കും കഥ? അവിടെ വെച്ച പിന്നെ ജീവാത്മാവിൻ്റെ ഉപദേശമാണ്. ഇത്രയേ ഉള്ളൂ. യഥാവസ്തൂനി പണ്യാനി ഹേമാദീനി തതസ്തതഃ പര്യടന്തി നരേഷുവേവം ജീവോ യോനിഷു കർത്തൃഷു. വസ്തുക്കളെ പോലെയുള്ളൂ. എല്ലാവരും എൻ്റെ എന്ന് കണക്കാക്കുക, അത്രമാത്രം. 10 റുപ്യ എനിക്ക് കിട്ടി, ഞാൻ എൻ്റെ എന്ന് വിചാരിക്കും. ഞാനത് സാധനം വാങ്ങാൻ വേണ്ടി കടക്കാരന് കൊടുത്ത അയാൾ അയാളുടെ എന്ന് പറയും. അയാൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേറെ ആൾക്ക് കൊടുത്താൽ അയാളുടെ എന്ന് പറയും. ഇതുപോലെ നമ്മളിതൊക്കെ അങ്ങനെ എൻ്റെ എന്ന് പറയണു. എന്തെൻ്റെ? ഒന്നും എൻ്റെ ആയിട്ടില്ല. നമുക്ക് ദുഃഖത്തിന് കാരണം എന്താ ചോദിച്ചാൽ മമത്വം താവദേവഹി മമത ആണ്. എൻ്റെ എന്നുള്ള ചിന്തയാണ് ദുഃഖത്തിന് കാരണം, വേറൊന്നുമല്ല. എൻ്റെ ആവുമ്പോഴേ ദുഃഖമുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രയാസവും. അത് ഒഴിവാക്കിയാൽ സ്വസ്ഥമായിട്ടിരിക്കാം. അതുകൊണ്ട് എപ്പോഴും കഴിയുമ്പോൾ വ്യവഹാരം വേണ്ട എന്ന് പറയണമൊന്നുമില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്തോളൂ. ഒട്ടാണ്ടിരിക്കണം വെച്ചാൽ എൻ്റെ അല്ല എന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ അല്ല, ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പം നടക്കണു, ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. അതെന്തായാലും അത് ശരി തെറ്റ് നന്മ തിന്മ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഒക്കെ ഭഗവാന്റെ സങ്കല്പം നടക്കട്ടെ. നമ്മളൊക്കെ എങ്ങനെ കഴിയണം? യഥാവസ്തൂനി പണ്യാനി. ഇതുപോലെ ചോദിച്ചാൽ ബാങ്കിലെ ക്യാഷ്യറെ പോലെ ആണ് ഉദാഹരണം. ക്യാഷ്യർ നമുക്ക് എത്ര പൈസ കയ്യിൽ കിട്ടുന്നുണ്ട്, എത്രയോ കാശ് കയ്യിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ അങ്ങനെ എണ്ണി റബ്ബർ ബാൻഡിൽ കെട്ടി അങ്ങനെ എടുത്തു വയ്ക്കുകയുള്ളൂ. 2000 റുപ്യ കണ്ടപ്പം എൻ്റെ എന്ന് പറഞ്ഞ് കീശയിലിട്ടാലോ? നാളെ വരണ്ട, കഴിഞ്ഞു, ജോലി പോവും. ഇതുപോലെ വ്യവഹാരത്തിലൊക്കെ നടക്കട്ടെ. എൻ്റെ എന്നുള്ളത് ഉള്ളെന്ന് കളയുക.
ഒക്കെ ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞ അർത്ഥം എൻ്റെ ഇല്ലാണ്ടിയാക്കുക. അതാണ്. ഭക്തന്മാർക്ക് എളുപ്പമാണ്, ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇതുകൊണ്ടൊക്കെ ഉദ്ദേശം എന്താണ്? ഭഗവാൻ സന്തോഷിക്കുക. ഇങ്ങനെ കർമ്മം ചെയ്താൽ ബന്ധം ഇല്ലാണ്ടിയാവും, സ്വസ്ഥാവും. ഇത്രയും കേട്ടു. അതോടുകൂടി കുറച്ച് തത്വാർത്ഥങ്ങളൊക്കെ ഉറച്ചു. പക്ഷെ ഉറച്ചെങ്കിലും അത് നിലനിൽക്കുമെന്നൊരു പേടി ആർക്ക്? രാജാവിന്. ആ സമയത്ത് നാരദ മഹർഷി പറഞ്ഞു, ഈ ഉള്ളിലിപ്പോൾ ഉറച്ചത് എല്ലാ കാലം നിലനിൽക്കണമെങ്കിൽ ഉപാസന വേണം, നിത്യം വിചാരം ചെയ്യണം. അതിന് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാ പറഞ്ഞ് സംഘർഷണമൂർത്തിയെ ഉപാസിക്കാനുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തു. ആ മന്ത്രം ജപിച്ചു. അദ്ദേഹം അങ്ങനെ സംഘർഷണമൂർത്തി പ്രത്യക്ഷപ്പെട്ടു, അനുഗ്രഹിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാവം ഒന്ന് മാറി, വിദ്യാധരനായിട്ട് മാറി. മനുഷ്യനായിരുന്നു, പാരായി മാറി, കുറച്ചുകൂടി ഒന്ന് ഉയർന്നു, വിദ്യാധരനായി. എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, എവിടെ വേണമെങ്കിലും പോവാം, വൈകുണ്ഠത്തിൽ പോവാം, കൈലാസത്തിൽ പോവാം. ഒരിക്കൽ അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂട്ടി കൈലാസത്തിൽ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. അവിടെ പരമശിവൻ, പാർവതിയുണ്ട് കൂടെ. അവിടെ നാരദാദി ഋഷീശ്വരന്മാരുണ്ട്, അവർക്ക് തത്വമസി ഉപദേശിക്കുകയാണ്. വലിയ വേദാന്ത ക്ലാസ്സൊക്കെ എടുക്കുകയാണ്. അത് കണ്ടപ്പോൾ ഇഷ്ടമായില്ല. ക്ലാസ് എടുക്കുന്നതിന് മോശമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടാവാത്തത് എന്താ വെച്ചാൽ പാർവതി മടിയിലുണ്ട്. ആരുടെ? പരമേശ്വരൻ്റെ ഭാര്യയാണ് പാർവതി. അദ്ദേഹത്തിൻ്റെ മടിയിലുണ്ട്. അതിന് നമുക്കെന്താ? ഭാര്യയും ഭർത്താവാണ്, ആയിക്കോട്ടെ, അത് അങ്ങനെ കരുതിയാൽ പോരെ. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. ഇങ്ങനെ പാടുണ്ടോ? പ്രാകൃതാശ്ചാപി സ്ത്രീയം രഹസി ബിഭ്രതി. സാധാരണ പ്രാകൃതന്മാർ പോലും ഇങ്ങനെ പതിവില്ല. ഭർത്താവും ഭാര്യയും വിട്ടിരിക്കുക ചെയ്യുക. ഭർത്താവ് വളരെ ദൂരത്ത്, ഭാര്യ. അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലം. അങ്ങനെയാണ്. ഭർത്താവ് പോയി, അല്ലെങ്കിൽ ഭാര്യ ആദ്യം കണ്ട് പോകും, കുടയെടുത്ത് അങ്ങോട്ട് പോകും. പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ ആ കാലം കൂടെയൊക്കെ ആയിട്ട് ഭർത്താവ് പിന്നാലെ. അതേ ഉള്ളൂ. ആദ്യത്തെ ബസ്സിൽ ഭാര്യ പോകും, 2 ബസ് കഴിഞ്ഞ് അടുത്ത ബസ്സിൽ ആര് കയറുള്ളൂ. എനിക്ക് പണ്ടത്തെ കാലം അങ്ങനെയാണ്. ബഹുമാനം കൊണ്ടാണത്. അങ്ങനെ ഒപ്പം നടക്കൊന്നുമില്ല. കണ്ടാൽ മനസ്സിലാവില്ല ഭാര്യയും ഭർത്താവാണ്. ഒരുമിച്ച് നിൽക്കൊന്നുമില്ല, ചിരിക്കില്ല, മിണ്ടില്ല, അങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പം അങ്ങനെ പണ്ടത്തെ കാലം അങ്ങനെയാണ്. ഇതിപ്പോൾ അതിൻ്റെയൊക്കെ അത്രയും മുന്നത്തെ കാലം. ഇത്ര പരിഷ്കാരം എന്താ അത് കഥ? മടിയിൽ വെച്ചുകൊണ്ട് ഭാര്യയെ ഇത് കണ്ടപ്പോൾ ആർക്ക് ഇഷ്ടമായില്ല? ചിത്രകേതുവിന് ഇഷ്ടമായില്ലെന്ന് മാത്രമല്ല, അവിടെ വന്ന് ഉറക്കെ പറയുകയും ചെയ്തു, പരിഹസിച്ചു. ഏഷ ലോകഗുരു സാക്ഷാത് ധർമ്മം വക്ത ശരീരണം. ഇയാൾ ലോകഗുരു അത്രേ. എന്നിട്ട് ചെയ്യണത് എന്താ? ഭാര്യയെ മടിയിൽ വെച്ചും കൊണ്ട്. അതിലിത്ര വിഷമം തോന്നാൻ ആവശ്യമില്ല. കാരണം നാരദർ അവിടെ ഉണ്ട്, വിഷ്ണു ഭഗവാൻ വന്നുപോയി, ബ്രഹ്മാവ് വന്നുപോയി. അവർക്കൊന്നും തോന്നിയില്ല. കാരണം ഒരു പാർവതി പരമേശ്വരവും അവർക്കറിയാം ആരാണ് പാർവതി, ആരാണ് പരമേശ്വരനെന്ന്. ആരാ? ഒരു ജഗത പിതരൗ വന്ദേ. അച്ഛനും അമ്മയാണ്. ഈ ലോകത്തിൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ മക്കൾക്ക് അച്ഛനും അമ്മയും കാണുമ്പോൾ അച്ഛനും അമ്മയെന്നേ വിചാരിക്കാവൂ. അവിടെ സ്ത്രീയും പുരുഷനാ വിചാരിക്കരുത്. അതാണ് ഭാര്യയും ഭർത്താവും, സ്ത്രീയും പുരുഷനും. അങ്ങനെയല്ല, അച്ഛനും അമ്മയാണത്. ഈ ഭാവന വേണം. ഈ ഭാവന ആർക്ക് പോയി? അവിടെയാണ് ഈ ബുദ്ധിമുട്ട്. ഇതങ്ങോട്ട് പോയി ഒരു സ്ത്രീ പുരുഷൻ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ നമുക്കാ ദോഷം. അത്രേ പറയണുള്ളൂ. നമുക്കാണ് അതിൻ്റെ ദോഷം. അവർക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും കാണുമ്പോൾ നമ്മളിങ്ങനെ എന്തിനാത്? എന്നാലും ആരായത്? അത് രാധാകൃഷ്ണന്മാരാ. ആശ്വാസമായി ഇല്ലേ? മനസ്സിൻ്റെ പ്രശ്നങ്ങൾ. രാധയും കൃഷ്ണൻ എന്തോ ഒരു സ്നേഹം. അത്രേ വേണ്ടൂ. സ്വസ്ഥമായിട്ടിരിക്കുക. അതല്ലാണ്ട് നമ്മളത് അന്വേഷിക്കാൻ പോയാൽ ഒന്നുകൂടി ബുദ്ധിമുട്ടാവുന്നല്ലാതെ അങ്ങനെ വിചാരിക്കാവൂ. വാഗർത്ഥാവിവ സംപൃക്തോ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരവും. വാക്കും അർത്ഥവും പോലെയാണ് ഈ പാർവതിയും പരമേശ്വരനും. അവർ ചേർന്നിരിക്കുക വേണ്ടത്. അങ്ങനെയാണ് മക്കൾ ആഗ്രഹിക്കേണ്ടതും. അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കണം എന്നാ. മക്കൾക്ക് തന്നെയാണ് അതുകൊണ്ട് ലാഭം. പക്ഷേ ഇയാൾക്ക് അങ്ങനെ തോന്നിയില്ല. അതവിടെ പറയും ചെയ്തു. പരമേശ്വരൻ തല താഴ്ത്തുനിന്ന് ചിരിച്ചു. കാരണം വിഷ്ണു ഭക്തനാണ്. അയാൾ തമാശ പറഞ്ഞതാ എന്ന് കരുതി പരമശിവൻ ചിരിച്ചു. അത് തമാശയായിട്ട് ആർക്ക് തോന്നിയില്ല? പാർവതിക്ക്. ഇങ്ങനെയാ തമാശ? ഇതാ തമാശ? പാർവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു, അയാളെ ശപിച്ചു. അതാണ്. ഇങ്ങനെ ഈ തോന്നലുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിൽ കളങ്കലേശം ബാക്കിയുണ്ട്. നിന്നെ ആരെങ്ങനെ? അല്ലെങ്കിൽ ആ സംഘർഷം അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പ്രമോഷൻ വെറുതെ കണ്ട് കൊടുക്കുക, ആളെ നോക്കാണ്ട്. വിദ്യാധരനാക്കിയിട്ടുണ്ട് ഇയാളെ. ഇയാൾ വിദ്യാധരൻ എന്നല്ല ആവേണ്ടത്, അസുരനാവുക വേണ്ടത് എന്ന് പറഞ്ഞ് അസുരനാവട്ടെ എന്ന് പറഞ്ഞ് ആര് ശപിച്ചു? പാർവതി ശപിച്ചു. അങ്ങനെയാണ് ഈ വിദ്യാധരൻ ചിത്രകേതുവാരായി മാറി, വൃത്രാസുരനായിട്ട് മാറി. പക്ഷെ അസുരനാവുമ്പോഴും ഉള്ളിലുള്ള സംസ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ. ഭക്തനല്ലേ, നാമം ജപിച്ചിട്ടില്ലേ, അതിന് വെറുതെയാവോ? ലേശാബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടില്ല എന്നല്ല. പക്ഷേ ഭഗവാനെ ഭജിച്ചാൽ അബദ്ധം പറ്റിയാലും ഭജിക്കുന്നവരും വീഴുകയൊക്കെ ചെയ്യും. പക്ഷെ വീണത് എങ്ങോട്ടായിരിക്കും? ഭഗവാന്റെ മടിയിക്ക. കുഴപ്പമില്ലല്ലോ. വീണത് എവിടെയാ? ഭഗവാന്റെ മടിയിക്കല്ലേ. പിന്നെ അവിടുന്ന് ഒരു കുതിപ്പുണ്ട്, നേരെ ഭഗവാനിലേക്ക് എത്തും. അതാണ് ഈ കഥയൊക്കെ കാണിക്കുന്നത്. അജാമലിൻ്റെ കഥയാണെങ്കിലും വൃത്രാസുരൻ്റെ കഥയാണെങ്കിലും ഒക്കെ ഒരേ ഒരു കാര്യമാണ് കാണിക്കുന്നത്. വീഴ്ച പറ്റി നേരെ ഭഗവാനെ സ്തുതിച്ചു, പിന്നെ വീഴ്ചയൊന്നുമില്ല, നേരെ ഭഗവാനിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വൃത്രാസുരനായത്. ശാപം കിട്ടിയപ്പോൾ മനസ്സ് മാറിയിട്ടു. അടുത്ത് വന്ന് പറഞ്ഞു, അമ്മയുടെ ശാപം ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുക. അതൊക്കെ കേട്ടപ്പോൾ അമ്മയെന്നുള്ള വിളി കേട്ടപ്പോൾ പാർവതിക്ക് അലിഞ്ഞു. അംബികയല്ലേ, അമ്മയല്ലേ. അല്ല പുത്ര, അറിയാണ്ട് പറ്റിയതാണ്. നീ ശാപമോക്ഷം ചോദിക്കുമോ? അത് പറഞ്ഞു, ഇല്ലില്ല, ഞാൻ ചോദിക്കില്ല. അല്ല ചോദിക്കൂ. ശാപം ചോദിക്കാണ്ട് കൊടുക്കാം, ശാപമോക്ഷം ചോദിക്കാണ്ട് കൊടുക്കാൻ പറ്റില്ല. നീ ശാപമോക്ഷം ചോദിക്കും, നിന്നെ ശപിച്ചു പോയാലുള്ള ദുഃഖം എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഇല്ലില്ല, അമ്മ അതാലോചിച്ച് ദുഃഖിക്കൊന്നും വേണ്ട. അമ്മമാര് മക്കളെ അടിക്കണത് നേരെയാവാനല്ലേ.
ഒരു കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് ശാപമാണെങ്കിലും വരമാണെങ്കിലും സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും ഒക്കെ തുല്യാർത്ഥദർശിനഃ, ഒക്കെ ഞങ്ങൾക്ക് വിഷ്ണുഭക്തന്മാർക്ക് വൈകുണ്ഠ എന്നും പറഞ്ഞ് ആര് പോയി? ആ ചിത്രകേതു അവിടുന്ന് പോയി. അയാളാണ് വൃത്രാസുരനായത്. അദ്ദേഹം പോണത് വരെ മിണ്ടാണ്ടിരുന്നു ശിവൻ. അദ്ദേഹം അങ്ങോട്ട് പോയപ്പം പാർവതിയോട് പറഞ്ഞു, ഞാൻ മിണ്ടാണ്ടിരുന്നതാ. അയാൾ തിരിച്ച് ശപിക്കുകയെന്ന് വെച്ചാലേ നീ ഇപ്പോൾ കല്ലായി പോയേനെ. അയാളുടെ മാന്യത ആണ്. തിരിച്ച് ശപിക്കാനുള്ള ശേഷി ആർക്കുണ്ട്? അദ്ദേഹത്തിനുണ്ട്. നീ ഇപ്പോൾ ശപിച്ചുകൊണ്ട് എന്തേണ്ടായി? അയാൾക്ക് വല്ല മാറ്റം ഉണ്ടായോ? അദ്ദേഹത്തിനൊന്നുമില്ല. ശപിച്ചപ്പോൾ താങ്ക്സ്, വളരെ സന്തോഷം എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. നിന്റെ തപശക്തി ലേശം ചോർന്നു പോയി എന്നല്ലാണ്ട് അപ്പം എന്തേ ഉണ്ടായി? അതുകൊണ്ട് വിഷ്ണു ഭക്തന്മാരുടെ നേരെ പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊരു താക്കീതും ആര് കൊടുത്തു? പരമശിവൻ കൊടുത്തു. ഇതാണ് ഭഗവാനെ ഭജിച്ചാൽ ഒരിക്കലും എന്ത് പറ്റില്ല, നഷ്ടം ഉണ്ടാവില്ല. ഭഗവാനെ ഭജിച്ച് മോശമായി പോയി എന്നുള്ള ഒരു കഥ പറയും. പേരിനെങ്കിലും ഒരു കഥ, മരുന്നിന് ഒരു കഥ. ഭജിച്ചു കഷ്ടമായി ഇല്ല, അങ്ങനെ ഒരു കഥയില്ല. ഭജിച്ചു നേരെയായി എന്നല്ലാതെ ഒരാൾക്കും അബദ്ധമായിട്ടില്ല. ഇനി മറ്റവൻ നശിക്കണം എന്നുള്ള മറ്റൊന്നും ഭജിക്കരുത്. അങ്ങനെ ഭജിച്ചാൽ പോലും ഹൃദയം ശുദ്ധാക്കി കൊടുക്കുവാര് ആ ഭഗവാനെ കാണിക്കാനാണ് അവസാനം. അങ്ങനെ ഒരു കഥ, ദിതിയുടെ കഥ. ദിതിക്കെന്താ മോഹം? ദിതിക്കെന്താ മോഹിച്ചാൽ ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിൽ ഉണ്ണി ഉണ്ടാവുന്നൊരു വിചാരം. ഒരിക്കൽ കശ്യപ പ്രജാപതി ആശ്രമത്തിലേക്ക് വന്നു, കേമായിട്ട് സ്വീകരിച്ചിരുത്തി, നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു, നല്ല രീതിയിൽ പെരുമാറുന്നതൊക്കെ കണ്ടപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. എന്ത് വരാൻ നിനക്ക് വേണ്ടു ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിലൊരു ഉണ്ണി ഉണ്ടാവണം. അതങ്ങോട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. കഷ്ടം, ഇതിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയൊക്കെ സ്നേഹിച്ചത്. ശരിക്കുള്ള സ്നേഹ വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, മാറ്റി വേറെന്തെങ്കിലും ചോദിക്കോ? ഇല്ല, പറ്റില്ല, എനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിലൊരു ഉണ്ണി ഉണ്ടാവണം. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു വ്രതം ഉപദേശിച്ചു. എന്താണ്? പുംസവന വ്രതം. ഇത് ഭംഗമില്ലാണ്ട് നടക്കുകയാണെങ്കിൽ, വലിയ വിഘ്നമൊന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ നിനക്കുണ്ടാവണ ഉണ്ണി ഇന്ദ്രനെ കൊല്ലും. എന്തെങ്കിലും പ്രശ്നം പറ്റി മുടങ്ങിച്ചാൽ ഉണ്ടാവണ ഉണ്ണി ഇന്ദ്രൻ്റെ കൂടെ പോകും, ഇന്ദ്രൻ്റെ ആളായിട്ട് മാറും. അവൾ പറഞ്ഞു, ശ്രദ്ധിക്കാം, മുടങ്ങാണ്ട് നോക്കട്ടെ, എന്തൊക്കെയാ നിയമച്ച പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, വളരെ ശ്രദ്ധിക്കണം, നേരത്തെ നീക്കണം, കുളി ജപം ഒക്കെ ഉണ്ട്. നഹിംസ്യാദ് ഭൂതജാതാനി, ജന്തുക്കളെ ചീത്ത പറയാൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. അനൃതം വധയത്, കളവ് പറയാൻ പാടില്ല. ചിന്തിയാൻ നഖരോമാണി, നഖം വെട്ടാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ അങ്ങോട്ട് പറഞ്ഞു. സന്ധ്യയ്ക്ക് കിടന്നുറങ്ങാൻ പാടില്ല, മുടി കട്ടഴിയാൻ പാടില്ല, ഇങ്ങനെ കുറേ അതൊക്കെ എഴുതി വെച്ചു. ഒക്കെ വേണ്ടതുപോലെ അങ്ങനെ 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 നടത്തി പോകുന്നുണ്ട്. ഗർഭിണിയായി, ഗർഭാലസ്യം, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വെള്ളം കോരാനും പൂജ കഴിക്കാനും പൂ നന്നാക്കാനും ഒക്കെ ഒരാളുണ്ടെങ്കിൽ തിരക്കടില്ല എന്നൊരു വിചാരമുണ്ട്. ഈ വാർത്ത ആരറിഞ്ഞു? ഇന്ദ്രൻ അറിഞ്ഞു. കശ്യപൻ പോണ വഴിക്ക് പറഞ്ഞു, ഇന്ദ്ര, നീ ചാവാൻ ഭാഗത്തിനൊരു വരം ഞാൻ ചെറിയമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബാക്കിയുള്ളതൊക്കെ നീ നോക്കിക്കോ എന്നും പറഞ്ഞ് ആര് പോയി? കശ്യപൻ പോയി. ഇന്ദ്രൻ വേഷം മാറി അവിടെ എത്തി. കശ്യപൻ ഈ വേഷം മാറിയിട്ട് ഇന്ദ്രൻ ദിതിയുടെ ആശ്രമത്തിലെത്തി. ഗർഭാലസ്യം കുറച്ച് പ്രയാസമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ചുറ്റും പൂവൊക്കെ പറിച്ച് ഈ ഉണ്ണിങ്ങനെ നടക്കുന്നത് കണ്ടപ്പം ദിതിക്ക് തോന്നി, ഇയാളപ്പം ഇവിടെ കിട്ടിയ കുറച്ച് ദിവസം എന്നാൽ സഹായിക്കാൻ ഒരാളായല്ലോ, പരികർമ്മത്തിനൊക്കെ ഒരാളായി. ചോദിച്ചു, നീ ഇവിടെ നിൽക്കുമോ ചോദിച്ചു. ഓ, നിൽക്കാമെന്ന് പറഞ്ഞ് അവിടെ കയറിക്കൂടി. മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ മനസ്സിലാക്കി. മുടി കെട്ടഴിഞ്ഞാൽ ഉറങ്ങിയാൽ ഈ വ്രതത്തിൻ്റെ ഭംഗം വരും, താൻ രക്ഷപ്പെടും. സന്ധ്യാസമയം ദേവി അങ്ങനെ ഇരിക്കുകയാണ്. ദിതി അങ്ങനെ കാലം നീട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത് വന്ന് വീശിക്കൊടുത്തു, കാലൊഴിഞ്ഞു കൊടുത്തു. കൊട്ടുവായിട്ട് ആരുറങ്ങി? ദിതി അങ്ങോട്ട് ഉറങ്ങി. ആ വായക്കൂടെ ആര് പ്രവേശിച്ചു? ഇന്ദ്രൻ പ്രവേശിച്ചു. ഗർഭം അങ്ങനെ ജ്വലിക്കുകയാണ്. ഇന്ദ്രന് തോന്നാണ്, ഈശ്വര, അതൊക്കെ പുറത്തെത്തിയാൽ തൻ്റെ കഥ കഴിഞ്ഞു തന്നെ. തൻ്റെ വഞ്ചനായുധം കൊണ്ട് 7 കഷ്ണാക്കി. എന്നിട്ടും മതിയാവായിട്ട് ഓരോന്നിനും 7 കഷ്ണാക്കി. 7 49 ഉണ്ണികൾ മരിച്ചില്ല. എന്താ കാരണം ചോദിച്ചാൽ ഭഗവാൻ ഉപാസിക്കുക, വ്രതാനുഷ്ഠിച്ചിട്ടില്ല, അതിൻ്റെ ഫലം കൊണ്ട് അതൊന്നും മരിച്ചില്ല. 49 ഉണ്ണികളുണ്ടായി. ഇന്ദ്രന് മനസ്സിലായി, വെട്ടും തോറും ശത്രുക്കളുടെ എണ്ണം കൂടുകയുള്ളൂ എന്നാണ്. ഇവ വെട്ടിയ പിന്നെ ശത്രുക്കൾ കൂടുന്നല്ലാണ്ട് എന്താ ഉണ്ടാവുക? അവസാനം ഇന്ദ്രൻ പുറമേക്ക് വന്നു, കൂടെ ഈ 49 പേരും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഞെട്ടി ഉണരുന്നത് ആര്? ദിതി. ഉണർന്ന സമയത്ത് 49 പേരും കൂടെ ഇന്ദ്രനും. ചോദിച്ചു, ഏകസങ്കൽപിത പുത്ര സപ്ത സപ്ത ആഭവൻ കഥം. ഉണ്ണി, ഞാനൊരു ഉണ്ണി ഉണ്ടാവണമെന്നേ വിചാരിച്ചുള്ളൂ. ഇതിപ്പം 7 49 പേരെങ്ങനെ ഉണ്ടായി? ഉണ്ണി ഇന്ദ്രനെ വിളിച്ചതാ. എന്ത് പുത്ര? ഇത്രയുള്ള കഥ ആണ്. അത് മനസ്സിലാക്കിയാൽ മതി. എന്ത്? ഇന്ദ്രൻ ഇത്രയും കാലം ശത്രുവായിട്ടാണ് കണക്കാക്കിയത്. ഇപ്പൊ ശത്രു എന്നാ വിളിക്കേണ്ടത്. പക്ഷെ ആ സ്ഥാനത്ത് എന്ത് വിളിച്ചു? പുത്ര. എന്താ അങ്ങനെ ഒരു ഭാവം ഉണ്ടായത്? ഭഗവാനെ ഉപാസിച്ചതിന്റെ ഫലമാണ്. ശത്രു എന്നുള്ള ഭാവം പോവും. ഭഗവാനെ ഉപാസിച്ച് തുടങ്ങിയ പിന്നെ ആരോടും ശത്രുത ഉണ്ടാവില്ല. ശത്രുവിനെ പോലും പുത്ര എന്ന് വിളിക്കാൻ പാകത്തിന് ഹൃദയം ആര് ശുദ്ധാക്കും? ഭഗവാൻ ശുദ്ധാക്കും. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ചാൽ നമ്മൾ ശുദ്ധാവും. ഞാൻ ഈ കഥ കാണിച്ചിരുന്നത്. എങ്ങനെ 49 പേരുണ്ടായി ചോദിച്ചു. അപ്പൊ ഇന്ദ്രൻ ചോദിച്ചു, അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടത്? ഞാൻ മരിക്കുക വേണ്ടത്? അല്ലല്ല, അങ്ങനെ ഒരു മോഹം എനിക്കില്ല. ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല എന്നാണ്. വ്രതത്തിന് മുമ്പുണ്ടായിരുന്നു, പക്ഷെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞപ്പോഴേക്ക് ആ ആഗ്രഹം ഇല്ല. അമ്മയുടെ മക്കൾ നേരെയായ പോരെ, ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടായാൽ പോരെ? ഓ മതിയെന്നും പറഞ്ഞു. ആര് കൊണ്ടുപോയി? ഇന്ദ്രൻ ആ 49 പേരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് കുറച്ച് അസുരന്മാർ അവിടെ ഉണ്ട്, ഇന്ദ്രൻ്റെ ആളുകളായും കൊണ്ട് അവിടെ സ്വർഗത്തിലുണ്ട്. അത് തന്നെയാണ് കശ്യപനും പറഞ്ഞത്. വ്രതം മുടങ്ങിയാൽ
എങ്ങോട്ട് പോകും? ഇന്ദ്രൻ്റെ ആളായിട്ട് പോകുമെന്നും പറഞ്ഞു. ഏതായാലും ആ കഥയും കൂടി ഒന്ന് സൂചിപ്പിച്ചു. അങ്ങനെയാണ് ഷഷ്ഠസ്കന്ധം സമർപ്പിക്കുന്നത്. അവസാനത്തെ കഥയുടെ താല്പര്യം ഇത്രയേ ഉള്ളൂ. മറ്റൊരാൾ നശിക്കണം എന്ന് കരുതിയിട്ടാണെങ്കിലും ഭജിക്കരുതേ, അങ്ങനെയല്ല. പക്ഷെ അങ്ങനെയാണ് ഭജിക്കണതെങ്കിലും ഭഗവാനെ ഭജിച്ചാൽ എന്തിന് മറ്റവൻ നശിക്കണം എന്നാണ് ഈ ഒരു ചിന്ത ഉണ്ടാവും, ഹൃദയം ശുദ്ധാവും എന്ന് കഥ. അതാണ് പോഷണം എന്ന ലീല. പിന്നീട് സപ്തമസ്കന്ധം ആരംഭിക്കുകയാണ്. ലക്ഷണം ഊതയാഹ കർമ്മവാസന. കർമ്മവാസനയെ പറ്റി പ്രതിപാദിക്കുകയാണ് ഈ ഒരു സ്കന്ധത്തിൽ. 15 അധ്യായങ്ങളാണ്. അതിലെ കുറച്ച് അധ്യായങ്ങളിൽ നരസിംഹാവതാരം, പ്രഹ്ലാദൻ്റെ കഥ, പിന്നെ ഹൃദയം ശുദ്ധമാക്കാൻ ദുർവാസന ഇല്ലാണ്ട് സദ്വാസന വളരാൻ പാകത്തിന് കുറച്ച് ധർമാനുഷ്ഠാനം, വർണ്ണാശ്രമധർമ്മങ്ങളെ പറ്റിയൊക്കെ വിസ്തരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സപ്തമസ്കന്ധം. പ്രഹ്ലാദൻ്റെ കഥ പറയാനായിട്ടൊരു സ്കന്ധം തന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കേണ്ടായത്. അതാണ് ഈ കഥയ്ക്ക്, ഈ സ്കന്ധത്തിന് വലിയ പ്രത്യേകത ഉണ്ടെന്ന് പറയും. കർമ്മവാസന അത് വലിയ വിഷയമാണ്. പലതരത്തിലുള്ള വാസനകൾ നമുക്കുണ്ടാവും. ദുർവാസനയും ഉണ്ടാവും, സദ്വാസനയും ഉണ്ടാവും. സജ്ജനങ്ങളെ ആശ്രയിച്ചാൽ, സത്സംഗങ്ങളിലൊക്കെ പങ്കെടുത്താൽ നമുക്കെന്തുണ്ടാവും? നല്ല വാസന, സദ്വാസന വളരും. ദുർജനങ്ങളുടെ കൂടെ കൂടിയാലോ ദുർവാസന വളരും. അങ്ങനെ ദുർജനങ്ങളുടെ കൂടെ കൂടിയിട്ട് ഹിരണ്യകശിപുവിന് ദുർവാസനയും, നാരദരുടെ സംഘം കൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ ഉണ്ണിക്ക് ദുർവാസനയെല്ലാം ഉണ്ടായത്, സദ്വാസനയാണ് ഉണ്ടായത്. കാരണം ഗർഭത്തിൽ വെച്ച് തന്നെ നാരദരെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാൻ സാധിച്ചതുകൊണ്ട്. അതാണ് ഈ കഥ. അങ്ങനെ ദുർവാസന കൊണ്ടുണ്ടാവുന്ന നാശവും സദ്വാസന കൊണ്ടുണ്ടാവുന്ന ലാഭവുമാണ് ഈ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. പരീക്ഷത്തിൻ്റെ ഒരു ചോദ്യമാണ്, ഈ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഭഗവാൻ ഈ ദേവന്മാരോട് കുറച്ചധികം ഒരു സ്നേഹം കാണിക്കുന്നത് പോലെ അങ്ങനെ തോന്നും ഇല്ലേ? ഇന്ദ്രവൃത്ര യുദ്ധത്തിൽ ആര് ജയിച്ചു? ഇന്ദ്രൻ ജയിച്ചു. ഇന്ദ്രന് വേണ്ട കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്തു കൊടുത്തു. കഥ കേൾക്കുമ്പം ഭഗവാൻ ഈ ദേവേന്ദ്രൻ്റെ വക്കീലായി കൊണ്ട് വരുന്നത് എന്തിനാ? എന്താ ഭഗവാൻ ഈ അസുരന്മാരോടൊക്കെ ഒരു ദേഷ്യം? ഭഗവാൻ അങ്ങനെ ഒരു സ്വഭാവമാണോ എന്നൊരു സംശയമാർക്ക് പരീക്ഷത്തിന്. ശ്രീശുഗർ പറഞ്ഞു, അങ്ങനെ പറയരുതേ. അങ്ങ് കേട്ടിട്ടില്ലേ ആ കഥ? അസുരക്കുട്ടിയല്ലേ പ്രഹ്ലാദൻ? ആ പ്രഹ്ലാദനെ മടിയിൽ വെച്ച് ലാളിച്ചെല്ലി ആര്? നരസിംഹമൂർത്തി ഭഗവാൻ ആണ്. എത്ര കഷ്ടപ്പെട്ടു! അതൊക്കെ ആ പ്രഹ്ലാദന് വേണ്ടിയിട്ടാണ്. അസുരക്കുട്ടിയല്ലേ, എന്താ ആ കഥ കേൾക്കാണ്ട് പോണു? അതെന്താ ശ്രദ്ധിക്കാത്തത്? അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ അസുരന്മാരെയും അനുഗ്രഹിക്കാറുണ്ട്, ദേവന്മാരെയും അനുഗ്രഹിക്കാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ അവരുടെ പ്രകൃതം പോലെയാണ്. ചില സമയത്ത് ഭക്തി ഉണ്ടോ ഭഗവാൻ അനുഗ്രഹിക്കും. അതാണ് ഭഗവാന്റെ പ്രകൃതം. ചിലപ്പോൾ നമുക്ക് ദേവന്മാർക്ക് ലാഭമുള്ളതുപോലെ തോന്നും. അത് ഉള്ളിൽ സത്വഗുണം വർദ്ധിക്കുമ്പോൾ അങ്ങനെ തോന്നുക. രജോ ഗുണമാണെങ്കിലോ അങ്ങനെ തോന്നും. അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ആരെയും അനുഗ്രഹിക്കുന്നുമില്ല, നിഗ്രഹിക്കുന്നുമില്ല പറയേണ്ടി വരും എന്നാണ്. ഭഗവാന്റെ പ്രഭാവം അങ്ങനെ കാണിച്ചിരിക്കുന്നു. ഭഗവാനോട് അടുക്കുന്നവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമ്പോൾ ഭക്തന്മാരാണെങ്കിൽ എന്ത് പറയും? ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് പറയും. ഭഗവാനെ മറന്നു പോകുമ്പോൾ, വിട്ടുവിട്ട് പോകുമ്പോൾ എന്ത് വരും? ക്ലേശങ്ങൾ വരുമ്പം അവരെന്ത് പറയും? ഭഗവാൻ നിഗ്രഹിച്ചു. ഇല്ല, ഭഗവാൻ ആരെയും നിഗ്രഹിക്കണമില്ല. ഏതുപോലെ ചോദിച്ചാൽ, നമ്മൾ നല്ല മഴ പെയ്യാണ്, വണ്ടി അങ്ങോട്ട് നിർത്തി, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ബസ് നിർത്തി ഇറങ്ങി, കുടയെടുത്തിട്ടില്ല, നല്ല മഴ. എന്ത് ചെയ്തു? നേരെ ആ ബസ് സ്റ്റോപ്പിലേക്ക് അങ്ങോട്ട് കയറി വന്നു. ബസ് സ്റ്റോപ്പ് കാത്തു. ആര് കാത്തു? ബസ് സ്റ്റോപ്പ് രക്ഷിച്ചു. ബസ് സ്റ്റോപ്പ് രക്ഷിച്ചതല്ല, നമ്മൾ അങ്ങോട്ട് കയറി വന്നതാ. എന്നിട്ട് ബസ് സ്റ്റോപ്പ് രക്ഷിച്ചു എന്ന് പറയും. ഇതുപോലെ ഭഗവാന്റെ തണലിൽ അങ്ങോട്ട് നിന്നിട്ട് എന്ത് പറയും? ഭഗവാൻ രക്ഷിച്ചു. ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ ശാന്തി സമാധാനം ഉണ്ടാവും. അത് ഭഗവാന്റെ ഒരു പ്രകൃതമാണ്. ഭഗവാനായിട്ട് വിളിച്ചതല്ല. ചിലർ വിട്ടിറങ്ങും, കേട്ടോ, മഴ നനഞ്ഞു, ബസ് സ്റ്റോപ്പ് ശിക്ഷിച്ചു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയാണ്. അതുകൊണ്ട് ഭഗവാൻ ആരെയും ശിക്ഷിക്കണമില്ല, രക്ഷിക്കണമില്ല. ഭഗവാന് കാരുണ്യം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. ഇനി അത് ബോധിപ്പിക്കാനായിട്ട് പണ്ടിതേ ചോദ്യം അങ്ങയുടെ പൂർവികൻ ചോദിച്ചിരുന്നു. ആര്? യുധിഷ്ഠിരൻ. ആരോട്? നാരദരോട്. എന്താ സന്ദർഭം? ശിശുപാലന് മോക്ഷം കൊടുക്കുമ്പോഴേ, ശിശുപാലൻ ഉണ്ടായ അന്ന് മുതൽ ഭഗവാനെ ചീത്ത വിളിക്കേണ്ടായത്. അവസാനം കുറേ ചീത്ത വിളിച്ചു. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ധർമ്മപുത്രർ വിചാരിച്ചത് ശിശുപാലൻ്റെ വായെന്ന് പുഴുവരിക്കുന്ന വിചാരിച്ചത്. കാരണം അത്രയ്ക്ക് ചീത്തയാണ് ആരെ വിളിക്കുന്നത്? കൃഷ്ണനെ വിളിക്കണതേ. ഭഗവാൻ അങ്ങോട്ട് എഴുന്നേറ്റു, പുഞ്ചിരിച്ചും കൊണ്ട് ചക്രം കണ്ട് കൊടുത്തു, കഴുത്തങ്ങോട്ട് മുറിഞ്ഞു. അതിൽ നിന്നൊരു ചൈതന്യം വന്ന് ഭഗവാൻ ലയിച്ചു. മുക്തിയാണ് കിട്ടിയത്. ഇതങ്ങോട്ട് കണ്ടപ്പോൾ ആർക്ക് സഹിച്ചില്ല? ധർമ്മപുത്രർക്ക് സഹിച്ചില്ല. അതാണ് അദ്ദേഹം ചോദിക്കുകയാണ്, കഷ്ടം തന്നെ നാരദരെ, ഇങ്ങനെയാണോ കഥ? നമ്മൾ നാളെ മുതൽ ഞങ്ങളും തുടങ്ങുക. എന്ത്? കൃഷ്ണനെ ചീത്ത വിളിക്കുക. അത് എളുപ്പമുണ്ടല്ലോ, മോക്ഷം കൊണ്ട് കിട്ടുമല്ലോ. ഉണ്ടായ അന്ന് മുതൽ ആരഭ്യ കളഭാഷണാത്, ഉണ്ടായ അന്ന് മുതൽ ഭഗവാനെ ചീത്ത വിളിക്കുന്ന ഈ ദുഷ്ടന് മോക്ഷം കൊടുത്തു വെച്ചാൽ എന്താ അപ്പം അതെന്ന് ചോദിച്ചു. അപ്പം നാരദർ പറഞ്ഞു, അങ്ങ് ഇടയ്ക്ക് വെച്ച് മാത്രം കാണുന്നുണ്ടാ കുഴപ്പം, ഒന്നെങ്കിൽ ആദ്യം മുതലേ കാണണം, ആദ്യം മുതലേ കഥ മനസ്സിലാക്കണം. ഇടയ്ക്ക് വെച്ച് കാണുമ്പം അങ്ങേക്കാൾ എത്രയോ നാമം ജപിച്ച ആളായി ശിശുപാലൻ ആണ്. അദ്ദേഹം ഇപ്പം വിളിച്ചതൊക്കെ എന്താ? നാമം തന്നെയാണ്. അത് ഭഗവാൻ അറിയാം. ആരായി ശിശുപാലൻ? ഭഗവാന്റെ ഭൃത്യനാണ്, ജയവിജയന്മാരിലൊരാളാണ്. അങ്ങനെയാണ് ആ കഥ വിസ്തരിക്കുന്നത്. വൈകുണ്ഠത്തിലെ കാവൽക്കാരാണ് ജയനും വിജയനും. അങ്ങനെ ശാപം കിട്ടി അവരെന്തായി? അവർ 3 ജന്മം വേണ്ടി വന്നു. ആ 3 ജന്മങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവരുടെ കർമ്മവാസന ക്ഷയിച്ചു വരുന്നത് മനസ്സിലാവും. ആദ്യത്തെ ജന്മം ആദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു, വലിയ ഭീകരന്മാരാ. അതിൻ്റെ അടുത്ത ജന്മമാണ് രാവണനും കുംഭകർണനും. കുറഞ്ഞില്ലേ?
രാവണനും കുംഭകർണനും ഹിരണ്യാക്ഷൻ്റെ ഹിരണ്യകശിപുവിൻ്റെ അത്ര അപകടക്കാരല്ല. അത്ര പ്രശ്നം ആർക്കില്ല. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിൻ്റെ അത്ര പ്രശ്നം രാവണനും കുംഭകർണനും ഇല്ല. രാവണൻ്റെ ദോഷം പറയാനാണെങ്കിൽ എന്താ പറയാനുള്ളത്? രാവണൻ്റെ ഒരു ദോഷം പറയൂ. എന്താ ഇപ്പോൾ ദോഷം? 10 തലയുണ്ട്, നല്ല കാര്യമല്ലേ? 10 തലയുണ്ടല്ലോ, രാമനൊരു തലയുള്ളൂ. ഇപ്പം ദോഷം പറയാൻ ഇപ്പം എന്താണ്? 10 തല പറഞ്ഞാൽ 6 അംഗങ്ങളോട് കൂടി 4 വേദം പഠിച്ചു എന്നർത്ഥം. വേദമൊക്കെ പഠിച്ചാലാണ്. ദോഷമൊന്നും പറയാൻ അധികമില്ല. ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, നല്ല വിവരമുണ്ട്, ഭക്തനാണ്, ശിവഭക്തനാണ്. പിന്നെ എന്താ ഒരു പ്രശ്നം ഈ സ്ത്രീകളോടൊരു മോശം സ്വഭാവമുണ്ട്. ശരി, ആ ഒരു കുഴപ്പമേ പറയാം, വേറൊന്നും പറയാനില്ല. കുംഭകർണനോ? കുംഭകർണൻ ആ ദോഷമില്ല, ഒന്നുമില്ല. കുംഭകർണൻ നമ്മളെപ്പോലെ തന്നെ. അതന്നെ, അത്രയേ ഉള്ളൂ. കുംഭകർണൻ ഒരുമിച്ചുണ്ട്, ഒരുമിച്ച് ഉറങ്ങും. നമ്മൾ ലേശം ഉണ്ട്, ലേശം ഉറങ്ങും. അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. ഇങ്ങനെയാണ്, അത്രയേ ഉള്ളതിൻ്റെ പ്രശ്നം. അത് വലിയ കുറ്റമായിട്ടൊന്നും പറയണ്ട. അപ്പം ആ ഒരു കുഴപ്പം, വ്യത്യാസം വരുന്നുണ്ട്. അതാ പറയണത്, കർമ്മവാസന ക്ഷയിച്ചു വരേണ്ടത് കാണിക്കുക. അടുത്ത ജന്മാണെന്ത്? ശിശുപാലനും ദന്തവക്ത്രനും. ശിശുപാലൻ്റെ ഒക്കെ കഥ ലേശമേ ഉള്ളൂ, കുറച്ച് ചീത്ത വിളിച്ചു, ഇത്രയേ ഉള്ളൂ. നമുക്കൊന്നും ആർക്കും ശിശുപാലനോട് വലിയ ദേഷ്യമൊന്നും ഇല്ലാനും. ദന്തവക്ത്രനോ ഭാഗവതത്തിൽ ചെറിയൊരു ഭാഗം ആണ്. ഒന്നുമില്ല, യുദ്ധം ചെയ്തു കൊന്നു, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം. ഓരോരോ ജന്മങ്ങൾ കഴിയുമ്പം അവരുടെ സ്വഭാവത്തിന് മാറ്റം വരണില്ലേ? ഇല്ലേ? അവരുടെ ദുസ്വഭാവം കുറഞ്ഞു വരണില്ലേ? ദുർവാസന ക്ഷയിക്കുന്നില്ലേ? ഇതുപോലെ നമ്മളും വേണ്ടത്. അത് കാണിക്കുകയാണ് ഈ സ്കന്ധം. ദിവസങ്ങൾ കഴിയുന്തോറും, ജന്മങ്ങളെ പറ്റി നമുക്ക് ഇഷ്ടമില്ല, ദിവസങ്ങൾ കഴിയുന്തോറും എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവം ശുദ്ധായി വരണം എന്നാണ്. അപ്പം എങ്ങനെയാ ആവണം എന്നുള്ളത് സ്വയം ചിന്തിക്കുക. പാടുള്ളതിനേക്കാളും നന്നാവുകയാണോ മോശാവുകയാണോ എന്നുള്ളത് ചിന്തിക്കുക. അതാണ് ഓരോ ദിവസം കഴിയുമ്പം ഹൃദയം ശുദ്ധായി വരിക വേണ്ടത്, ദുർവാസന നീങ്ങുക വേണ്ടത്. അതാണ് ഈ കഥ കാണിച്ചിരുന്നത്. അതിൽ ഹിരണ്യകശിപുവിൻ്റെ കഥ കേട്ടിട്ടില്ല. ഹിരണ്യാക്ഷൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഹിരണ്യാക്ഷനെ വധിച്ചു ആര്? മായാവിയായിരിക്കുന്ന വിഷ്ണു വരാഹരൂപം എടുത്തു വന്ന് ആ തൻ്റെ സഹോദരനെ കൊന്നു. ഈ വാർത്ത കേട്ട് ദേഷ്യം വർദ്ധിച്ചു. ആർക്ക്? ഹിരണ്യകശിപുവിന്. ആ മായാവിയായിരിക്കുന്ന വിഷ്ണുവിനെ വധിക്കാൻ കേവലം കരബലം മാത്രം പോരാ, വരബലവും കൂടി ആവശ്യം എന്നും പറഞ്ഞ് അദ്ദേഹം നേരെ അങ്ങോട്ട് പുറപ്പെട്ടു. അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്യണത്. സതേപേ മന്ദരദ്രോണ്യാം തപ പരമദാരുണം. എവിടെയാണ്? മന്ദരപർവ്വതത്തിൽ പോയി ദാരുണമായിട്ടുള്ള തപസ്. ഊർധ്വബാഹു നഭോ ദൃഷ്ടി പാദാങ്കുഷ്ഠാശ്രിതാവനി. വലത്തെ കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്ത് വെച്ച് മുകളിലേക്ക് കണ്ണുരുട്ടി നോക്കി 2 കൈയും പൊന്തിച്ചും കൊണ്ട് അദ്ദേഹത്തിൻ്റെ തപസ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടാൽ ജ്വലിക്കുകയാണ്. അങ്ങനെ ആകാശത്ത് നിന്ന് സൂര്യൻ നോക്കുമ്പോൾ 2 സൂര്യന്മാർ തന്നെ നോക്കുക. ഇയാളുടെ കണ്ണങ്ങനെ ജ്വലിക്കുകയാണ്, ഈ സൂര്യനെ പോലെ. ആ തപസ് അങ്ങനെ നീണ്ടു നിന്നു. ബ്രഹ്മാവിന് വലിയ സന്തോഷമായി. തന്നൊരാൾ തപസ് ചെയ്യാണ്. എത്ര കാലം ഇത്ര ഗംഭീരമായിട്ട് തന്നെ ഇന്ന് വരെ ആരും തപസ് ചെയ്തിട്ടില്ല. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ആ തൻ്റെ കമണ്ഡ ജലം കൊണ്ട് തളിച്ചു. യുവാവായിട്ട് മാറി ഈ ഹിരണ്യകശിപു. അദ്ദേഹത്തെ അനുഗ്രഹിച്ചും കൊണ്ട് എന്ത് വരാ വേണ്ടു ചോദിക്കുകയാണ്. മർത്യസ്യത്തെ അമർത്യസ്യ ആദർശനം നാഫലം മമ. അലയോ മർത്യ. എന്താ വിളിച്ചത്? മർത്യെന്ന് വിളിക്കുക മനുഷ്യരല്ലേ. എന്താ മർത്യെന്ന് ഈ അസുരനെ വിളിച്ചത്? മർത്യ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മർത്യൻ എന്ന് പറഞ്ഞാൽ മൃത്താവാൻ പോകുന്നവൻ. എന്താണ്? അതാണ് അർത്ഥം. മൃത്ത് പറഞ്ഞ മണ്ണാവാൻ പോകുന്നവനെ എന്നാണ് വിളിച്ചത്. എന്തിനാ അങ്ങനെ വിളിച്ചത്? അവനെ വല്ലാണ്ട് ചോദിക്കില്ലല്ലോ. എന്താണ്? ആ വിചാരം ഉണ്ടെങ്കിൽ നാളെ മണ്ണാവുമ്പോൾ വെച്ചാൽ പിന്നെ അധികം ചോദിക്കില്ല. വേറൊരർത്ഥം മരണധർമ്മം ഉള്ളവൻ. ഇതാണ് മർത്യം എന്ന് പറഞ്ഞ അർത്ഥം. മരണധർമ്മം ഉള്ളവൻ, അല്ലയോ മരിക്കാൻ പോകുന്നവനെ. അതാണ് അർത്ഥം. മരിക്കാൻ പോകുന്നവനാണെന്ന് മനസ്സിലാക്കി പിന്നെ വല്ലാണ്ട് ചോദിക്കുമോ? നമ്മളൊക്കെ വല്ലാണ്ട് ചോദിക്കണത് എന്താ വെച്ചാൽ കുറേ കാലം ഉണ്ടാവും എന്നുള്ള വിചാരം കൊണ്ടല്ലേ. നാളെ 6 മണിക്ക് നമ്മളെല്ലാവരും പോകുമെന്ന് വിചാരിക്കുക. പോവില്ല കേട്ടോ, എല്ലാവരും പോവില്ല. എന്നാൽ വിചാരിക്കുക, വെറുതെ വിചാരിക്കണ തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്ത ഇപ്പം എന്തായിരിക്കും? നമ്മളിപ്പം ചിന്തിക്കണമെന്നും ആവില്ല. ഇപ്പം നമ്മളെന്താ ചിന്തിക്കണം? നാളെ മറ്റാളെ ശരിയാക്കണം, അതിനെ പറ്റി 2024 അയാളെ കൊട്ടിക്കണം പണിയാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ഇതൊന്നും ഉണ്ടാവില്ല. നാളെ 6 മണിക്ക് പോവുക. ആരോട്? ഭഗവാനെ പോയി, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ കുറേ കാലം ഉണ്ടാവും എന്നുള്ള വിചാരം കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ. അതുകൊണ്ടാണ് വിനോബാജി പറയും എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നാളെ രാവിലെ ഞാൻ പോയേക്കാം. ഈ ചിന്ത ഉണ്ടെങ്കിൽ എന്നും സമാധാനമായിട്ടിരിക്കാൻ പറ്റുക. ആരോടും നമുക്ക് വിദ്വേഷം ഉണ്ടാവില്ല. ശത്രുപ്പം വന്നാലും ഇവിടെ ഇരിക്കട്ടോ, ചായ കുടിച്ച് പോവാം. കാരണം നാളെ 6 മണിക്ക് നമ്മൾ പോവുകയാണ്, വെറുതെ ഇയാളോട് ശത്രുത വെക്കേണ്ടല്ലോ. ഈ ചിന്ത ഉണ്ടാവും. അതാണ് ചിന്തിക്കേണ്ടത്. അതാണ് ആർത്തി കുറയും. അതുകൊണ്ടാണ് മരിക്കാൻ പോകുന്നവനെ എന്ന് വിളിച്ചത്. അതാണ് മർത്യസ്യ ആണ്. കാരണം അസുരന്മാർ അധികം ചോദിക്കണ വരെന്താ? മരിക്കാണ്ടിരിക്കാൻ എന്താ വഴിയുന്ന? അത് ചോദിക്കണ്ട, മുൻകൂർ ജാമ്യം എടുത്തതാ. അല്ലയോ മരിക്കാൻ പോകുന്നവനെ, ഇനിയിപ്പോൾ അത് ചോദിക്കില്ലല്ലോ. ഹിരണ്യകശിപു ചോദിക്കാൻ ഉദ്ദേശിച്ചവർ അത് തന്നെയാ. അപ്പോഴാണ് അദ്ദേഹം മരിക്കാൻ പോകുന്നവനെ വിളിച്ചത്. ഇനിയിപ്പോൾ അത് ചോദിക്കാൻ വയ്യ. ഇനിയിപ്പോൾ എന്താ ചോദിക്കുക?
ശരി, നാം മരണം വരുന്ന വഴികളൊക്കെ നടക്കാലോ ആണ്. ബ്രഹ്മദേവ, എനിക്ക് വരം വേണം. എന്താ വരം ചോദിച്ചാൽ, അങ്ങ് സൃഷ്ടിച്ച ഒന്നും എന്നെ വധിക്കരുത്. അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും ബ്രഹ്മാവിന് സന്തോഷമായി. തഥാസ്തു, ആ കൊടുത്തു. എന്താ കാരണം, എന്നെ സൃഷ്ടിച്ച ഒരാളുണ്ടല്ലോ, നീ വിഷ്ണു ഭഗവാൻ ആയിക്കോളൂ എന്നാണ്. നേരെ മറിച്ച് വിഷ്ണു ഭഗവാൻ എന്നെ വധിക്കരുതെന്ന് ചോദിച്ചാൽ കുടുങ്ങിപ്പോയി എന്നാണ്. അത് പറഞ്ഞില്ല. അതാണ് ചോദിച്ച ഉടനെ വരം കിട്ടിയപ്പം ഹിരണ്യകശിപുവിന് തോന്നി ചോദിച്ചത് ശരിയായില്ലേ. ഒന്ന് പരിഭ്രമിച്ചിട്ട് തരാൻ വെച്ചാൽ പിന്നെയും ആദ്യം ഇങ്ങനെ പറയാ. ഹിരണ്യകശിപു വരം ചോദിച്ചപ്പം, അയ്യോ എൻ്റെ അസുര ഹിരണ്യകശിപു, നീ ഇങ്ങനത്തെ വരൊന്നും ചോദിക്കാല്ല, ഞാൻ ആകെ കുട്ടിങ്ങി, ഒന്ന് മാറ്റി വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റൂ? ഇല്ലേ, ധന്യ നായിക്കോട്ടെ, നിവൃത്തില്ല, തരാം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാച്ചാൽ കുഴപ്പമില്ല. ഇത് ചോദിച്ച ഉടനെ തന്നെ തഥാസ്തു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തപ്പം എന്ത് തോന്നി, ഇതിലെന്തോ കുഴപ്പമുണ്ടോ എന്നൊരു സംശയം. പിന്നെ ആകെ പരിഭ്രമിച്ചു, എന്തൊക്കെയോ അങ്ങോട്ട് ചോദിച്ചു എന്നാണ്. ആ ചോദിച്ചത് നേരെയായിട്ടില്ല എന്നുള്ളത് ആ ചോദ്യം കേട്ടാൽ മനസ്സിലാവും. ആദ്യത്തെ വരെന്താ, അങ്ങ് സൃഷ്ടിച്ച ഒന്നും എന്നെ വധിക്കരുത്. പിന്നെ ചോദിച്ചത് എന്താ, ഭൂമിയിൽ വെച്ച് മരണം ഉണ്ടാവരുത്, ആകാശത്ത് വെച്ച് മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പകൽ കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്, ആയുധമല്ലാത്തത് കൊണ്ട് കൊല്ലരുത്, ജീവനുള്ളത് കൊണ്ട് കൊല്ലരുത്, ജീവനില്ലാത്തത് കൊണ്ട് കൊല്ലരുത്. ഇതൊക്കെ തന്നെയാണ് ആദ്യം ചോദിച്ചത്. ആദ്യം ചോദിച്ച വരെന്താ, അതിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞതൊക്കെ. ആദ്യം പറഞ്ഞത് എന്താ, ബ്രഹ്മാവെ അങ്ങ് സൃഷ്ടിച്ചൊന്നും വധിക്കരുത്. പിന്നെ പറഞ്ഞു മനുഷ്യൻ കൊല്ലരുത്. മനുഷ്യനെ ആര് സൃഷ്ടിച്ചു? ബ്രഹ്മാവ്. മൃഗം കൊല്ലരുത്. ആര് സൃഷ്ടിച്ചു മൃഗത്തെ? അതന്നെയല്ലേ ഇപ്പൊ എണ്ണി എണ്ണി ചോദിച്ചത്. പക്ഷെ അതൊന്നും ഓർത്തില്ല, പരിഭ്രമം കൊണ്ട് അങ്ങനെ പറ്റിപ്പോയി. എന്തായാലും വരമൊക്കെ വാങ്ങി, ഒക്കെ ബ്രഹ്മാവ് കൊടുത്തു. വരം ലബ്ധ്വാ തൃപ്തഃ എന്നാണ്. വരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ മേൽപ്പത്തൊരു ഭംഗിയിൽ പ്രയോഗിച്ചു, ഇയാൾക്ക് തൃപ്തിയാണ് ഉണ്ടായത്. തൃപ്തി പറഞ്ഞാൽ അഹങ്കാരം, ദർപ്പം എന്നാണ്. വരമൊക്കെ കൊണ്ട് കിട്ടിയപ്പം അദ്ദേഹം അഹങ്കരിച്ചു, നേരെ ചെന്നു. 3 ലോകവും അദ്ദേഹം ഭരിക്കുകയാണ്. യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. ഹിരണ്യകശിപു നേരെ ദേവലോകത്ത് അങ്ങോട്ട് പോയി, അടുത്തേക്ക് അങ്ങോട്ട് നിന്നു. ഇന്ദ്രൻ വേഗം എണീറ്റു, കസേര. അത്രയേ ഉള്ളൂ, അത്രയേ ഉണ്ടായുള്ളൂ. തൻ്റെ ഇടത്തേ കാലം കൊണ്ട് സിംഹാസനം അങ്ങോട്ട് തട്ടിയിട്ടു, അതിലങ്ങോട്ട് ഇരുന്നു. നേരെ പിന്നോട്ട് നോക്കിയപ്പോഴേക്കും വരുണന് മനസ്സിലായി വൻകൊട്ടക്കട പിടിക്കാനാ. ശരി, ഒന്നും പറയേണ്ടി വന്നില്ല. അവിടത്തെ എല്ലാവരും മിണ്ടാണ്ടിരിക്കുമ്പോൾ ഇയാളൊന്ന് കൈയടിച്ചു. മനസ്സിലായി ആർക്ക്? അപ്സര സ്ത്രീകൾക്ക് മനസ്സിലായി, ഡാൻസ് കളിക്കാനാ. അത്രയേ ഉള്ളൂ, ഒന്നും വേണ്ടി വന്നില്ല യുദ്ധമൊന്നും. അങ്ങനെ ദേവന്മാർക്കൊരു പാഠം പഠിച്ചു. ആരാത്? ജൈവജയന്മാരിലൊരാളാണ്, ഭഗവാന്റെ ഭൃത്യനാണ്, പിന്നെ കേമത്തല്ലാണ്ടിരിക്കുകയോ ആണ്. ദേവന്മാരുടെ അക്കാലത്തെ ആ അഹങ്കാരമൊക്കെ അങ്ങോട്ട് പോയി കിട്ടി. പക്ഷെ ഇയാളുടെ പ്രശ്നം എന്താ ചോദിച്ചാൽ, അധർമ്മം ധാരാളമായിട്ട് ചെയ്യും. സ വിജിത്യ ദിശ സർവാ ലോകാംശ്ച സ്ത്രീൻ മഹാസുര ദേവാസുര മനുഷ്യേന്ദ്രാൻ ഗന്ധർവഗരുഡോരകാൻ ജഹാര ലോകപാലാനാം സ്ഥാനാനി സഹ തേജസ. തൻ്റെ ആ പ്രഭാവം കൊണ്ട് ലോകപാലന്മാരെ മുഴുവൻ തൻ്റെ കൂടെ അങ്ങോട്ട് നിർത്തി തൻ്റെ കീഴാക്കി. അതാണ് ഹിരണ്യകശിപുവിൻ്റെ ഒരു പ്രഭാവം. പശുക്കളെ കൊല്ലും, ബ്രാഹ്മണരുടെ നാമം ജപിക്കാൻ വിടില്ല, അതൊക്കെയാണ് കുഴപ്പം. എല്ലാദിക്കിലും എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, നാരായണ നാമായി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. എന്ത് ചെയ്യും? നാമം ജപിച്ച നാവ് മുറിക്കും. അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും ജപിക്കുമോ? ഒന്ന് നാമം ജപിക്കൂ എന്ന് പറഞ്ഞ കാലത്തിൽ നമസ്കരിച്ചിട്ട് ആരും ജപിക്കണില്ല. അങ്ങനെ ഇരിക്കെ നാമം ജപിച്ച നാവ് മുറിക്കുന്നു പറഞ്ഞാൽ എന്ത് ചെയ്യും? സജ്ജനങ്ങളൊക്കെ ക്ലേശിച്ചു, ആരും കാണാണ്ട വാതിലൊക്കെ കുറ്റിയിട്ടിട്ടൊക്കെ അങ്ങനെ നാരായണ നാരായണ ആവും, ഇന്നത്തെ കഴിഞ്ഞു, ഇനി നാളെ ജപിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അങ്ങനെ കഴിയാൻ തുടങ്ങി. വലിയ പ്രയാസം. കഥ പറയണ നാരദർ പറയാ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ജപിച്ചുട്ടോ. കാരണം നാരദർക്ക് നാമം ജപിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ശ്വാസം വലിക്കാണ്ട് പിന്നെ ഇരിക്കാം, പക്ഷെ നാമം ജപിക്കാണ്ട് പറ്റില്ല. ഈ കൊട്ടാരത്ത് പോയി ഹിരണ്യകശിപുവിൻ്റെ മുന്നിൽ പോയിരുന്ന് ഞാൻ നാമം ജപിച്ചു. എങ്ങനെ ചോദിച്ചു? അതിന് വഴിയുണ്ടല്ലോ. ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് പോയിട്ട് പറയും നാരദരെ, ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കുവോ? പാടൂ, കേൾക്കട്ടെ. നാരായണ നാരായണ. പൊരിയും അങ്ങോട്ട് വളയും. എൻ്റെ ശത്രുവിൻ്റെ നാമം അങ്ങ് ഇവിടെ വന്ന് ജപിക്കും. അല്ല, കവിതയാണ്. കവിതയിൽ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം. ആ കവിതയിലൊക്കെ ആവാലോ, എന്തും പറയാം. കവിതയും കഥയൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. ബാക്കി കേൾക്കും. നാരായണ 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 നാമജപം പാടുന്നില്ലെങ്ങും ഭേഷ്. അവസാനം പറഞ്ഞത് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക? നാരായണ നാമം ആരും പാടുന്നില്ല. ചോദിച്ചു, അടുത്ത വരിണ്ടോ? അടുത്ത വരിണ്ട്, കേൾക്കോ. നാരായണ 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 നാമജപം കേൾക്കുന്നില്ലെങ്ങും ഭേഷ്. വാളയും കണ്ട് ഊരി കൊടുത്തു. ഇനി ഇങ്ങനത്തെ കവിത കുറെ എഴുതിക്കോളും. ഇത്ര പോട്ടം വേറുണ്ടോ? ആണ് ആ നാമം അങ്ങനെ പറയും, അത് കേൾക്കണില്ല, അത് കാണണില്ല, മിണ്ടണില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഒപ്പിച്ചു എന്നാണ്. അങ്ങനെ ഇരിക്കെ കുറച്ചും കണ്ട് കഴിഞ്ഞപ്പം ദേവന്മാർക്കൊക്കെ വലിയ പ്രയാസമായി. ഭൂമിദേവി ഗൗരൂപം സ്വീകരിച്ചു ഓടി.
ദേവന്മാരൊക്കെ വൈകുണ്ഠത്തിൽ ചെന്ന് പാലാഴി ചെന്ന് ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. അവിടെ വെച്ച് അശരീരി ഉണ്ടായി. പേടിക്കണ്ട. നിർവൈരായ പ്രശാന്തായ സുസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാ ദൃഹ്യത് ഹനിഷ്യേപി വരോർജിതം. അധികം വൈകാണ്ട് എൻ്റെ അവതാരം ഉണ്ടാവും എന്ന്. നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. കുറച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹം കല്യാണം കഴിച്ച് കയാധുവിൽ ഇപ്പം 3 മക്കളുണ്ട്. സംഹ്ലാദൻ, അനുഹ്ലാദൻ, ഹ്ലാദൻ, ഇനി പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ്റെ നേരെ പുറപ്പെടുമ്പം ഹിരണ്യകശിപു എന്നല്ല, എത്ര വലിയ കേമനാണെങ്കിലും എത്ര വലിയ വരം വാങ്ങി പോക്കറ്റിലിട്ട് നടക്കുന്ന ആളാണെങ്കിലും ഹനിഷ്യെ ഞാൻ വധിക്കും, ഉറപ്പാ. ഇത്രയും കേട്ടപ്പം ദേവന്മാർക്ക് ആശ്വാസമായെങ്കിലും ചെറിയൊരു വിഷമം. എന്താ വെച്ചാൽ ഞങ്ങളുടെ പിന്നാലെ ഈ അസുരൻ വരുമ്പോൾ അങ്ങേക്ക് കുഴപ്പമില്ലേ, അപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങേക്ക് അങ്ങയുടെ പ്രഹ്ലാദനോട് എന്താ എത്ര കണ്ട് സ്നേഹം എന്നാണെങ്കിൽ ഭഗവാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞല്ലോ, നിർവൈരായ. എൻ്റെ പ്രഹ്ലാദൻ എങ്ങനെയാണ്? ആരോടും വൈരല്ലാത്ത ആളാ. നിങ്ങൾ അങ്ങനെയാണോ? ആണോ? ദേവന്മാർക്ക് എല്ലാവരോടും അസുരന്മാരോട് വൈരല്ലേ? ഉണ്ട്. എന്നാൽ ഭക്തന്മാർക്ക് അത് ചേരില്ല. അതാണ് നിർവൈരായ പ്രശാന്തായ. എൻ്റെ ഭക്ത പ്രഹ്ലാദന് എപ്പോഴും സമാധാന, ശാന്തി എന്നാണ്. എന്നാൽ ഇന്ദ്രനാണെങ്കിൽ എന്നും ടെൻഷൻ, എന്നും പരിഭ്രമം. നിർവൈരായ പ്രശാന്തായ സുസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാ ദൃഹ്യത് ഹനിഷ്യേപി വരോർജിതം. അതാണ് എൻ്റെ ഭക്തൻ്റെ മഹത്വം. അതുകൊണ്ട് ആ ഭക്തനെ തൊടുമ്പോൾ എനിക്ക് ലേശം വേദന ഉണ്ടാവും. അതുകൊണ്ട് പ്രഹ്ലാദൻ്റെ നേരെ പുറപ്പെടുന്ന സമയത്ത് ഞാൻ വരും എന്ന് പറഞ്ഞു. ഇത് കേട്ട് ദേവന്മാരൊക്കെ തിരിച്ചുപോയി. അങ്ങനെ പ്രഹ്ലാദൻ്റെ ആ ജനനം, ആ ഉണ്ണി അങ്ങനെ വളർന്നു വരുന്നു. സുഗന്ധത്തിന്, ഈ സ്വർണ്ണത്തിന് സുഗന്ധം വന്നാൽ അങ്ങനെ ഉണ്ടാവും. ഇതുപോലെ എല്ലാവർക്കും ആ ഉണ്ണിയെ വലിയ കാര്യമാണ്. പല പ്രയാസവും പ്രശ്നങ്ങളും വിഷമമൊക്കെ ഉള്ളവരൊക്കെ ഈ ഉണ്ണിയുടെ അടുത്ത് വന്നു കഴിക്കും. 10 മിനിറ്റ് ഇരുന്നാൽ മതി, കഴിഞ്ഞു, സുഖമായി, ആശ്വാസമായി, അവരെണീറ്റ് പോവും. ന്യസ്തക്രീഡനകോ ബാലഹ. ആർക്കും ഈ ഉണ്ണിക്ക് കളിപ്പാട്ടൊന്നും വേണ്ട. അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ കളിപ്പാട്ടക്കാർ കൊണ്ടു കൊടുക്കും. ഹിരണ്യകശിപു വാങ്ങി ഉണ്ണിക്ക് കൊടുക്കും. പക്ഷേ ആ ഉണ്ണി സ്വീകരിക്കും. ഇനി അച്ഛന് വിഷമം വേണ്ട, അത് വാങ്ങി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് അതവിടെ വെച്ച് നിവർന്ന് കണ്ടിരിക്കും കണ്ണടച്ചിട്ട്. ന്യസ്തക്രീഡനകോ ബാലഹ. ആ ഉണ്ണിക്ക് കളിക്കാനൊന്നും വലിയ താല്പര്യമില്ല. ന്യസ്തക്രീഡനകോ ബാലഹ ജഡവത്തൻ മനസ്തയാ. നിവർന്നങ്ങനെ ഇരിക്കും കണ്ണടച്ചിട്ട്. ഇത് കാണുമ്പം അവിടെയുള്ള പലരും പറഞ്ഞു, അസുരന്മാർ, ഇവനൊന്ന് എന്തോ കുഴപ്പമുണ്ടിട്ടോ, ഒന്ന് നോക്കിക്കണത് നല്ലതാ, എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഗ്രഹബാധ ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട് ഗ്രഹബാധ. ശ്രീശിവനും പറയാ, ഏത് ഗ്രഹം? കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗതീദൃശം. കൃഷ്ണനാകുന്ന ഗ്രഹം പിടിച്ചിട്ടുണ്ട്. അതങ്ങനെ എല്ലാവരും പിടിക്കില്ല, പിടിച്ചാൽ വിടൂല്ല. അങ്ങനെയുള്ള ഗ്രഹമാണ് കൃഷ്ണഗ്രഹം. അത് പിടിച്ചിട്ടുണ്ട് ഈ പ്രഹ്ലാദനെ. അതുകൊണ്ട് നവേദ ജഗതീദൃശം. നമ്മൾ കാണുന്ന ലോകമല്ല പ്രഹ്ലാദൻ കാണുന്നത്. ഈ ലോകം നമ്മളെ ക്ലേശിപ്പിക്കുന്നുണ്ട്. പക്ഷെ പ്രഹ്ലാദന് ഒരു ക്ലേശവും ഈ ലോകം കൊടുക്കണില്ല. നരസിംഹം കണ്ട എല്ലാവരും പേടിച്ചു, പ്രഹ്ലാദനോ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടില്ല. കാരണം നവേദ ജഗതീദൃശം. ഈ ജഗത്തിനെ ഭഗവാനായിട്ട് ആ ഉണ്ണി കാണുന്നത്. ആസീനഹ പര്യടന്നസ്നൻ ശയാനഹ പ്രഭിപൻ ബ്രുവൻ നാനുസന്ധത്തയേതാനി ഗോവിന്ദ പരിഡംഭിത. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും എപ്പോഴും ആ ഉണ്ണിക്ക് പേടിയൊന്നുമില്ല, എപ്പോഴും ശാന്തി. എന്താ കാരണം? ഗോവിന്ദ പരിഡംഭിത. താൻ ഇരിക്കുന്നത് എവിടെയാ? ഭഗവാന്റെ മടിയിലാണ്, മുറുക്കി പിടിച്ചിട്ടുണ്ട് ഗോവിന്ദൻ. ആ ധൈര്യത്തിലാണ് ആ ഉണ്ണി. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഉണ്ണി ഇടയ്ക്ക് കൊചിദ്രുതീ കരയാറുണ്ട്, ആനന്ദ കണ്ണീരാ. ഭഗവാന്റെ രൂപം അങ്ങനെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ പുറമേക്ക് ചിലപ്പോൾ രോമാഞ്ചമായിട്ടും കണ്ണീരായിട്ടും വരും. ഇടയ്ക്ക് ചിരിക്കാറുണ്ട്. ഭഗവാന്റെ ലീലകളൊക്കെ ഓർത്ത് അങ്ങനെ ഇടയ്ക്ക് ചിരിക്കും. ഇടയ്ക്ക് കീർത്തനങ്ങളൊക്കെ പാടി കൈയടിച്ച് നൃത്തം വയ്ക്കും. ഇതൊക്കെ കണ്ട് ഭൂമിദേവി വളരെയധികം സന്തോഷിച്ചു. ഇത് കണ്ട് കയാധുവും വളരെയധികം സന്തോഷിച്ചു. തൻ്റെ ഭർത്താവാണെങ്കിൽ ഇങ്ങനെ ഒരുത്തൻ, ഒട്ടും വിശ്വാസമില്ല, ഭക്തിയില്ല, നാമം ജപിക്കില്ല. പക്ഷേ ഉണ്ടായ ഉണ്ണി അസ്സല് വൈഷ്ണവൻ. ഇത് കണ്ട് ആര് സന്തോഷിച്ചു? കയാധു വളരെയധികം സന്തോഷിച്ചു. പക്ഷേ ആ ഉണ്ണിയെ കൊല്ലാനാണ് ഈ അച്ഛൻ നോക്കിയത് എന്ന് പറഞ്ഞ് നിർത്തി. അത് കേട്ടപ്പം ധർമ്മപുത്രർക്ക് സഹിച്ചില്ല. കഷ്ടം തന്നെ. ഇങ്ങനൊരു ഉണ്ണി ഉണ്ടാവണം എന്നല്ലേ നാരദ മഹർഷി നമ്മളൊക്കെ ആഗ്രഹിക്കുക അല്ലേ? ഏതൊരച്ഛനും വിചാരിക്കുക എങ്ങനൊരു ഭക്തനായിട്ടൊരു ഉണ്ണി ഉണ്ടെങ്കിൽ അല്ലേ? അങ്ങനെ ഇരിക്കെ ഇങ്ങനൊരു ഉണ്ണിയെ കൊല്ലാനായിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞാൽ എന്തേ ഇപ്പം ഉണ്ടായി? എന്താ അപ്പം അതിന് മാത്രം എന്താ ചെയ്തു ഈ പ്രഹ്ലാദൻ? ഒന്നും ചെയ്തില്ല. എന്താ ഉണ്ടായി ചോദിച്ചാൽ, അത്യാവശ്യം സ്കൂളിൽ പോകാറായി. ആ ഉണ്ണിയെയും കൊണ്ട് ഹിരണ്യകശിപു അടുത്തുള്ള സ്കൂളിൽ ചേർക്കുകയാണ്. താൻ ഉണ്ടാക്കിയ സ്കൂളാണ്, അനിയൻ്റെ ഓർമ്മയ്ക്ക്, ഹിരണ്യാക്ഷ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടേക്ക് കൊണ്ടുപോവുകയാണ് ആ ഉണ്ണിയെ ചേർത്താൻ. അവിടുത്തെ പ്രിൻസിപ്പളാണ് ആര്? ശുക്രാചാര്യരെ. അപ്പോൾ അവിടേക്ക് ഉണ്ണിയെ ചേർക്കാൻ വേണ്ടി നീല ട്രൗസർ, വെള്ള ഷർട്ട്, ബെൽറ്റ്, ബാഡ്ജ്, സോക്സ്, ഷൂ, ടവല്, മുടിമാടി, പൗഡറൊക്കെ തേച്ച് അങ്ങനെ ഉണ്ണിയെ ബാഗും വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അദ്ദേഹം. അവിടെ കൊണ്ടുപോയി ചേർത്തുന്ന സമയത്ത് ദൂരത്തു നിന്ന് ഹിരണ്യകശിപു ഉണ്ണിയും കൊണ്ട് വരുന്നത് ആര് കണ്ടു? ശുക്രാചാര്യർ കണ്ടു. അദ്ദേഹം ഫോം വാങ്ങി ലീവ് എഴുതി വെച്ച് ആര് പോയി? ലോങ് ലീവാ. അദ്ദേഹം എഴുതി വെച്ച് പോയി.
ഞാൻ ചോദിച്ചു, ആ മക്കള് ശണ്ടനും ആ മർക്കനും ആ മക്കള് അവരും പഠിപ്പിക്കാണ്ട് അവിടെ ചോദിച്ചു, അച്ഛൻ എപ്പോഴാണ് നീ തിരിച്ച് ജോയിൻ ചെയ്യുക ചോദിച്ചു. ഞാൻ നരസിംഹം വന്നതിന് ശേഷം എന്നാ പറയാം, നരസിംഹം എന്നാ വന്നു വെച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം വരാം, ഇന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ കാര് വരും. ഇയാളാവും PTA പ്രസിഡന്റ് മിക്കവാറും. അങ്ങനെയാകുമ്പോൾ വരില്ലേ, ഹിരണ്യകശിപുവിൻ്റെ വർത്തമാനം അതൊക്കെ സഹിക്കാൻ പറ്റുമോ, വേണ്ട, ഒക്കെ തീരുമാനമാവട്ടെ എന്ന് പറഞ്ഞ് ആര് പോയി, അദ്ദേഹം പോയി. പിന്നെ ചണ്ടാമർക്കന്മാരെ പഠിപ്പിക്കാൻ അവിടെ ഉണ്ണിയെ ആക്കി. എന്നിട്ട് പറഞ്ഞു, ദുശീലം കുറച്ചുണ്ട് ഇയാൾക്ക്, രാവിലെ നേരത്തെ നീക്കും കുളിക്കും ജപിക്കും. നല്ല കാര്യമല്ലേ? അസുരന്മാർക്ക് പറ്റില്ല. അസുരന്മാർക്ക് 8:45 9:15 ഒരു 10:15 ആകുമ്പോൾ എണീക്കാമല്ലേ, എന്നിട്ട് പല്ലേക്കാണ്ട് കാത്തു പിടിക്കുക. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു സമ്പ്രദായം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ആക്കി നല്ലൊരു അസുരക്കുട്ടിയാക്കിയിട്ട് ഈ ഉണ്ണിയെ തരണം. ശരി, അവർ പഠിപ്പിച്ചു ഹിരണ്യായ നമ. ആ ഉണ്ണി തിരിച്ച് നാരായണായ നമ. അത് ഓൾഡ് സിലബസ്, ടെക്സ്റ്റ് ബുക്ക് മാറി, അറിഞ്ഞില്ല. ഹിരണ്യായ നമ. ആ ഉണ്ണിയൊന്നും മിണ്ടിയില്ല. ആദ്യത്തെ പരീക്ഷയായി, ഓണക്കാലത്തൊരു പരീക്ഷ ഉണ്ട്. അങ്ങനെ ഹിരണ്യകശിപു വിളിപ്പിച്ചു. അങ്ങോട്ട് ചെന്നു. ഈ ഉണ്ണി അമ്മയെ കണ്ടു, നമസ്കരിച്ചു. അമ്മ നല്ല ഉടുപ്പൊക്കെ ഇടിച്ചു. ആ ഉണ്ണി ഓടി ചെന്ന് അച്ഛൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഏകദാ സുരരാട് പുത്രം അംഗമാരോപ്യ പാണ്ഡവ പപ്രച്ഛാകഥ്യതാം വത്സ മന്യതേ സാധു യദ്ഭവാൻ. ആ ഉണ്ണി കാലക്കലം കണ്ട് വീണ് നമസ്കരിച്ചപ്പം ഹിരണ്യകശിപുവിനുണ്ടായ സന്തോഷം വാരിയെടുത്ത് മടിയിലങ്ങോട്ട് വെച്ചു പ്രഹ്ലാദനെ. ആ താടിയൊന്ന് പിടിച്ച് കുലുക്കി കവളത്തിൽ ഉമ്മ വെച്ച് നെറ്റിയിൽ ചുംബിച്ചും കൊണ്ട് ചേർത്ത് പിടിച്ച് ഹിരണ്യകശിപു ചോദിക്കുക, എന്താ നീ സ്കൂളിൽ വെച്ച് പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാഠം? കുറച്ച് ദിവസത്തിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്, നീ പഠിച്ചത് മുഴുവനൊന്നും പറയണ്ട, അച്ഛന് ഒന്നാമത് സമയമില്ല, നമ്മളെപ്പോലെ തന്നെ ഒന്നിനും സമയമില്ല. അതുകൊണ്ട് വിസ്തരിക്കാൻ നിൽക്കണ്ട, ചുരുക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ. ഏറ്റവും നല്ല പാഠം എല്ലാം പറയണ്ട, ഏറ്റവും കേമായി തോന്നിയ കാര്യം എന്താ വെച്ചാൽ അത് പറയൂ. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നല്ലോണം ആ ഉണ്ണി എന്നിട്ട് പുഞ്ചിരിച്ചും കൊണ്ട് പറഞ്ഞു, തത് സാധു മന്യേ അസുരവര്യ. എന്താ വിളിച്ചത്? അസുരവര്യ. രോമാഞ്ചണ്ടായി ഹിരണ്യകശിപുന്. ഓ, തൻ്റെ മകൻ തന്നെ എന്താ വിളിച്ചത്? അസുരശ്രേഷ്ഠ. എന്താ ഭാഷ! ഓ, ആ പ്രയോഗം നോക്കൂ, അസുരവര്യ. തത് സാധു മന്യേ. അതാണ് ഞാൻ ഏറ്റവും കേമായിട്ട് കണക്കാക്കുന്നത്. ഞാൻ പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാഠം ഇതാണ്. ഏത്? സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മപാദം ഗൃഹം അന്ധകൂപം വനം ഗതോയത് ഹരിം ആശ്രയേത. നാമം ജപിക്കാത്തവരാണ് വീട്ടിലുള്ളതെങ്കിൽ ആ വീടച്ച പൊട്ടക്കിണറ, അതിലും വേദം കാടാ. കാട്ടിൽ പോയിട്ട് ഭഗവാനെ ആശ്രയിക്കുക, അതാ വേണ്ടത്. എന്താ പറഞ്ഞത്? ഹരിം ആശ്രയേത. ഈ പൊട്ടക്കിണറാകുന്ന വീട് വിട്ടിട്ട് എന്ത് ചെയ്യൂ? കാട്ടിൽ പോയിട്ട് ഭഗവാനെ ആശ്രയിക്കൂ. ഇതാണ് ശാന്തി, അതാണ് സമാധാനം. അവിടെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളുടെ പിന്നാലെ ഓടലല്ല. അതൊക്കെ ഒഴിവാക്കി സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ ഹരിയെ ആശ്രയിക്കൂ എന്നാണ് പറഞ്ഞത്. ഇതങ്ങോട്ട് കേട്ടതും ഹിരണ്യകശിപു ഉണ്ണി അങ്ങോട്ട് മാറ്റി നിർത്തി നോട്ടം കേട്ട ചണ്ടാമർക്കന്മാരെയാ. അവരാകെ പേടിച്ചു വിറച്ചു. അവരുടെ മുണ്ടൊക്കെ നനഞ്ഞു. മഴ പെയ്തിട്ടല്ല, അല്ലാണ്ട് അങ്ങോട്ട് നനഞ്ഞു. അവർ പറഞ്ഞു, ഈശ്വര അത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞു. ഹിരണ്യകശിപു പറഞ്ഞു, മനസ്സിലായി, നിങ്ങൾ പഠിപ്പിച്ചതല്ല, കാരണം ഇത്ര വിവരം നിങ്ങൾക്കില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചതല്ല മനസ്സിലായി. ഇവൻ എവിടുന്നോ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ കൊറോണയ്ക്ക് ശേഷം പിന്നെ സകല ദിക്കിലും ഓൺലൈൻ ക്ലാസ് നിർത്തിയിട്ടില്ല. അതിൻ്റെ ആ സുഖം കണ്ട് പിടിച്ചു. താൻ എവിടെയും പോകണ്ട, ഒന്നും വേണ്ട, അങ്ങനെ വീട്ടിൽ നിന്ന് കാലം നീട്ടി വെച്ച് ഇങ്ങനെ കാണാലോ ലൈവ്. അതുകൊണ്ടാണ് ഇവിടെ കസേര കുറവ് ഒഴിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കാണാം. ഈ സുഖം കണ്ട് ശീലിച്ച്, സുഖമാണ്, സമയത്ത് കാപ്പിയൊക്കെ അവിടെ തന്നെ കഴിച്ച്, അങ്ങനെ എന്തൊരു സുഖം. അങ്ങനെ പറ്റി. ഇപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ ഇതങ്ങനെ തുടരുകയാണ്. അങ്ങനെ പറ്റിപ്പോയി. കാരണം ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, ഗൂഗിൾ മീറ്റിലും അതിലെന്തെങ്കിലും സൂമിലും എന്തൊക്കെയോ ആയിട്ട് അങ്ങനെ. അതുകൊണ്ട് ഈ ഉണ്ണി ചിലപ്പോൾ നിങ്ങളൊക്കെ പഠനം നിർത്തിക്കഴിഞ്ഞ് പോകുമ്പോൾ വാതിൽ കൊറ്റിട്ട് മൊബൈലിൽ നിന്ന് വല്ല എന്തെങ്കിലും പഠിക്കേണ്ടോ ഇഷ്ടമില്ലല്ലോ. ശ്രദ്ധിക്കണം. ഒരു CCTV വയ്ക്കുക, ഇവൻ്റെ ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു. അവർ കൊണ്ടുപോയി ശ്രദ്ധിച്ചു. കുറച്ച് ദിവസം വീണ്ടും എന്തൊക്കെയോ പഠിപ്പിച്ചു. ഇനി ഇങ്ങനെ മൂളി കേട്ടു. ഇനി അലോകിയാക്കേണ്ട ഗുരുനാഥന്മാരാണെന്നാണല്ലോ വെപ്പ് എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. അടുത്ത പരീക്ഷയായി ഡിസംബറിൽ ക്രിസ്മസ് പരീക്ഷ, അതിന് കൊണ്ടുവന്നു. അച്ഛനെ തൊഴുത് നമസ്കരിച്ചു. അച്ഛൻ മടിയിൽ വെച്ചു, പഴയതുപോലെ തന്നെ താടി പിടിച്ച് കുലുക്കി, കവളത്തുമ്മ വെച്ചു, നെറ്റിൽ ചുംബിച്ചു, എന്തൊക്കെയോ കാണിച്ചു. അത് കഴിഞ്ഞ് കാര്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഓർമ്മയുണ്ടോ? എന്താ ചോദിച്ചത്? നീ പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാഠം. ഇപ്പം ലേശം മാറ്റം വരുത്തി. നിന്നെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചതിൽ വെച്ച് നല്ല പാഠം എന്താണ്? എന്തിനാ അങ്ങനെ ചോദിച്ചത്? ഗുരുനാഥന്മാർക്ക് വല്ല പങ്കുണ്ടോ എന്നറിയാനാണ്. കാരണം തൻ്റെ ശമ്പളം വാങ്ങി തനിക്കെതിരെ പഠിപ്പിക്കണുണ്ടോ അറിയണ്ടേ എന്നാണ്. നിന്നെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാഠം ഏതാ? പ്രഹ്ലാദ അനുച്യതാം താത സ്വധീതം കിഞ്ചിതുത്തമം കാലേന താവതായുഷ്മൻ യദശിക്ഷത് ഗുരോർഭവാൻ. ഈ ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ച പാഠം. ഗുരു എന്നങ്ങോട്ട് കേട്ടപ്പോഴേക്കും പ്രഹ്ലാദൻ്റെ മനസ്സങ്ങോട്ട് പോയി, നാരദരിലേക്ക് അങ്ങോട്ട് പോയി. ഗുരുനാഥൻ എന്ന് പഠിച്ച പാഠം പറഞ്ഞു കൊടുക്കല്ലേ. എന്നാൽ
താൻ ഗർഭത്തിൽ വെച്ച് പഠിച്ച പാഠം അത് പറഞ്ഞു കൊടുക്കാം എന്ന് കരുതി പറയാൻ പുറപ്പെടുകയാണ്. നല്ലോണം ഒന്ന് ആലോചിച്ചു പ്രഹ്ലാദൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ അച്ഛന് മനസ്സിലായിട്ടില്ല. ഇപ്പം അച്ഛൻ വീണ്ടും ചോദിക്കുക അതേ ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ ചോദിച്ചത് എന്താണ് ഏറ്റവും നല്ല പാഠം ചോദിച്ചു, ഹരിയെ ആശ്രയിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം വീണ്ടും ചോദിക്കുകയാണ് എന്താ നല്ല പാഠം. അപ്പം അച്ഛൻ്റെ കാര്യം എന്താ വെച്ചാൽ അച്ഛൻ നേരത്തെ കേട്ടു ഹരിയെ ആശ്രയിക്കണം എന്ന് മനസ്സിലാക്കി. ഇപ്പം വീണ്ടും അത് ചോദിക്കണതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഹരിയെ ആശ്രയിക്കണം എന്ന് മനസ്സിലായി പ്രഹ്ലാദ, എങ്ങനെയാ അപ്പം അത് ആശ്രയിക്കുക? അതായിരിക്കും അല്ലേ, വിഷയം മനസ്സിലായി, അതിനുള്ള വഴി ചോദിക്കുകയായിരിക്കും. എന്നാൽ പിന്നെ അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കാം എന്നുള്ള മട്ടിൽ പ്രഹ്ലാദൻ അച്ഛനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ശ്രവണം ആണ് നവധ ഭക്തി. ഭക്തിയുടെ 9 തലങ്ങളാണ്. തുടങ്ങെങ്ങനെയാണ് ഭക്തി? തുടങ്ങെങ്ങനെയാണ്? ശ്രവണം, അതാണ് ഭക്തി. ഭാഗവതം കേൾക്കാണ്ട് എന്ത് ഭക്തി? അതും ഭക്തിയല്ല, അത് കുറച്ച് ഞാൻ നിൽക്കും. എപ്പോഴും ഉണ്ടാവണമെങ്കിൽ കേൾക്കണം. ശ്രവണം, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അതിനു വേണ്ടിയാണ് ഭഗവാൻ ചെവി തന്നത്. മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഇപ്പൊ കണ്ണടയ്ക്കാൻ പറ്റും നമുക്ക് ഇല്ലേ? അടച്ചു വയ്ക്കാം. വായോ അടയ്ക്കാൻ പറ്റും, നമ്മളത് ചെയ്യാറില്ല എന്നേ ഉള്ളൂ. പറ്റും, സമയമാക്കാൻ പറ്റാതൊന്നുമില്ല. വായ അടച്ചു വെക്കാൻ പറ്റും. മൂക്കും നമുക്ക് ഗന്ധം വരുന്നുണ്ടെങ്കിൽ അത് ശ്വസിക്കാണ്ട് നോക്കാൻ പറ്റും ഇല്ലേ? അങ്ങനെ നിന്ന് പിടിച്ചു നിൽക്കുക, അത് ഉള്ളിലേക്ക് വരാണ്ട് നോക്കാം. ചെവി നോക്കൂ, കേൾക്കാണ്ടിരിക്കാൻ നോക്കൂ, പറ്റില്ല. പറ്റുമോ? അത് വേറൊരു ഇന്ദ്രിയം വേണം. കൈകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ വെച്ച് കുറേശ്ശൊക്കെ നോക്കാം, എന്നാലും എങ്ങനെയെങ്കിലും അകത്തെത്തും. എന്തേ ഭഗവാൻ അവിടെ മാത്രം അങ്ങനെ ചെയ്തു? ശ്രവണം, കേൾക്കട്ടെ. ഒരു മനുഷ്യൻ നേരെയാവണത് കേട്ടിട്ടാ, ചീത്തയാവണത് അങ്ങനെ തന്നെയാണ്. വേണ്ടാത്തത് കേട്ടിട്ട് ചീത്തയാവും, നല്ലത് കേട്ടാ നേരെയാവും. കേൾക്കൽ വളരെ പ്രധാന. പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയങ്ങളിൽ ശ്രവണം വളരെ പ്രധാനമാണ്. ശ്രവണം അത്രയേ വേണ്ടു, വേറൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മൾ ഇത്രയേ വേണ്ടു, കേൾക്കുക. ബാക്കിയുള്ള എങ്ങനെ നടന്നോളും. നമ്മൾ ലിഫ്റ്റ് കയറി സ്വിച്ചിടുക വേണ്ടു, പിന്നെ പോയിക്കോളും. ഞാൻ പോകണമെന്ന് വിചാരിച്ചില്ല പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പോകും. നമ്മൾ കയറിയിരിക്കുക, സ്വിച്ചിടുക. ആ സ്വിച്ചിടലാണെന്ത്? ശ്രവണം. മുകളിലേക്ക് എത്തിക്കോളും. ആ ശ്രവണം നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? കീർത്തനം. കുറേ ശ്രവിച്ചു കഴിഞ്ഞാൽ കീർത്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കീർത്തനം, ഭഗവാനെ പറ്റി പറയാൻ തോന്നും. താല്പര്യമുള്ളവർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും. കീർത്തനം വിഷ്ണോഹോ സ്മരണം, ആ ഭഗവാനെ തന്നെ സ്മരിക്കും. പിന്നെ എപ്പോഴും ഈ ചിന്ത തന്നെയാവും. എങ്ങനെയെങ്കിലും നാളെ ആയാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ ഭാഗവതം കേൾക്കാനോ. സ്മരണം, പാദസേവനം, ഭഗവാന്റെ പാദം സേവിക്കും. അർച്ചനം, അർച്ചിക്കും. ഭഗവാനാണ് എൻ്റെ ഗൃഹത്തിലെ നാഥൻ, ഭഗവാന്റെയാണ് ഇതെല്ലാം, ഞാനിതൊക്കെ നോക്കി നടത്തുന്നവൻ, ഞാൻ ഭഗവാന്റെ ദാസൻ. ദാസ്യം, സഖ്യം, ആത്മനിവേദനം. 2 അവസാനം. നമ്മൾ ദാസനാവ് വേണ്ടു, അത്രയും നമ്മൾ ചെയ്യണ്ടു. സഖ്യം ഭഗവാൻ ചെയ്യണതാണ്. എന്താണ്? ഭഗവാൻ പറയും അയാൾ എൻ്റെ ദാസനൊന്നല്ല, അയാൾ എൻ്റെ കൂട്ടുകാരനാണ്. അതാണ് കൃഷ്ണസ്യ ആസീത് സഖാ കശ്ചിത്. സുധാമാവല്ല കൃഷ്ണൻ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞത്. പിന്നെയോ കൃഷ്ണസ്യ ആസീത്, കൃഷ്ണനൊരു കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറയായിരുന്നു എന്ത്? സുധാമാവിൻ്റെ കൂട്ടുകാരനാ. അത് ഭഗവാൻ ഇങ്ങോട്ട് പറയാണ്, നമ്മുടെ തോളിൽ ഇങ്ങോട്ട് ഭഗവാൻ കൈയിടും. നീ എനിക്ക് സമമാടോ എന്ന് പറയാണ്. ഇങ്ങനെ കാരുണ്യം കാണിക്കുന്ന ഭഗവാന് വേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറാവുക ഭക്തൻ. എന്തെന്ന് പറഞ്ഞാൽ എന്തും തന്നെ തന്നെ സമർപ്പിക്കാൻ. അതാണ് ആത്മനിവേദനം. തന്നെ തന്നെ സമർപ്പിക്കുക, ബലിയെ പോലെ. തൻ്റെത് മുഴുവൻ കൊടുത്തു പോരാ, തന്നെ തന്നെ കൊടുത്തില്ലേ. അതാണ് ഭക്തിയുടെ അവസാനത്തെ പടി. അതാണ് പറഞ്ഞു കൊടുത്തത്. ഇത് ശ്രദ്ധിച്ച് കേട്ടു ഹിരണ്യകശിപു. കീർത്തനം വിഷ്ണോഹോ എന്നങ്ങോട്ട് കേട്ടതും സഹിച്ചില്ല. ശ്രവണം കീർത്തനം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഹിരണ്യകശിപു വിചാരിച്ചു ഹിരണ്യകശിപുവിനെ പറ്റി കേൾക്കണം എന്നൊന്ന്. കീർത്തനം ഹിരണ്യകശിപുവിനെ പറ്റി കീർത്തിക്കണം എന്നൊക്കെ വിചാരിച്ചു. വിഷ്ണോഹോ എന്നങ്ങോട്ട് കേട്ടപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഉടനെ ഉണ്ണിയെ പിടിച്ചങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ചണ്ടാമർക്കന്മാരെ നോക്കി. അവര് കൈ കെട്ടിയും കൊണ്ട് വിഷമിച്ചും കൊണ്ട് പറഞ്ഞു, അല്ലല്ല, ഞങ്ങളെ നോക്കരുതേ, ഞങ്ങൾ പഠിപ്പിച്ചതല്ല. എന്നാ മത്പ്രണീതം, ഞങ്ങൾ പഠിപ്പിച്ചതല്ല. എന്നാ പരപ്രണീതം, മറ്റുള്ളവരും പഠിപ്പിച്ചതല്ല. ഞങ്ങൾ നോക്കി, CCTV ഒക്കെ വെച്ചു. ഇവൻ എവിടുന്ന് ഒന്നും പഠിക്കുന്നില്ല. പിന്നെ എവിടുന്ന് കിട്ടി ഈ ബുദ്ധി ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരാം. അങ്ങ് ദേഷ്യപ്പെടരുത്. നൈസർഗികീയം മതിരസ്യ രാജൻ. അങ്ങ് ഇവനെ ആ ചേർത്താൻ വന്ന സമയത്ത് തന്നെ, ചേർക്കാൻ വന്നല്ലോ, അന്ന് തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവൻ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ട്, സാധാരണ അസുരക്കുട്ടികളെ പോലെ അല്ല. അപ്പം തന്നെ ഒരു ചൈതന്യം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അവൻ്റെ ഭാവവും അവൻ്റെ പുഞ്ചിരിയും വർത്തമാനം ഒക്കെ ഒരു പ്രത്യേകത. നൈസർഗികീയം, ഇത് ജന്മനാളുള്ളതാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എന്താ അങ്ങനെ ചോദിച്ചാൽ അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, നൈസർഗികമായിട്ട് അങ്ങനെ വരും. അത് ഇപ്പം ഓരോന്നിനും സ്വഭാവം ഉണ്ടാവില്ലേ. ഇരുമ്പ് സൂചിയുടെ സ്വഭാവം കാന്തത്തിന് നേരെ പോവും, അത് ഇരുമ്പ് സൂചിയുടെ സ്വഭാവമാണ്.
ഇരുമ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാന്തം വെച്ചാൽ, ഇരുമ്പ് സൂചിയുടെ അടുത്ത് കൊണ്ടുപോയി കാന്തം വെച്ചാൽ ഇരുമ്പ് സൂചി എങ്ങോട്ട് പോവും? കാന്തത്തിന് പോയി ഒട്ടും. സൂചിയോട് ചോദിച്ചു നോക്ക് എന്താ പോകണമെന്ന്, അതെന്താ പറയുക? ഞാനങ്ങനെയാണ്, അത് കാന്തം വന്നാൽ അങ്ങോട്ട് പോയി പോവുകയാണ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മൺകട്ട വെച്ചു. ഇതിൻ്റെ അടുത്ത് ഇരുമ്പ് സൂചിൻ്റെ അടുത്ത് തന്നെ മൺകട്ട വെച്ചു. മൺകട്ടി ഇരുമ്പ് സൂചിയും കാന്തത്തിന് തുല്യ ദൂരത്താ. കാന്തം കണ്ട് വന്നപ്പോൾ ആര് പോയി? ഇരുമ്പ് സൂചി അങ്ങോട്ട് പോയി. അപ്പോൾ മൺകട്ട ചോദിക്കുക, നീ എങ്ങോട്ടായി പോണത്? എനിക്ക് തോന്നണില്ലല്ലോ. അതിന് തോന്നില്ല ആണ്. സപ്താഹമുള്ളപ്പോൾ നിങ്ങളെന്താ കേൾക്കാൻ വരണോ? എന്താ ഉത്തരം? അവിടെ നടക്കുമ്പോൾ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല, അതാ പോണത്. എല്ലാവരും വരണില്ലല്ലോ, അവർക്ക് തോന്നണില്ല. ഇതിനിപ്പോൾ എന്താ പറയുക? അതൊക്കെ നൈസർഗികീയം മതിരസ്യ രാജൻ. ഒന്നും ചെയ്യാൻ പറ്റില്ല, അതങ്ങനെയാണ്. പ്രത്യേകിച്ച് അതിന് കാരണം എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അങ്ങയുടെ ദേഷ്യം ഒഴിവാക്കൂ, ഈ ഉണ്ണിയെ ഞങ്ങൾ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. ഹിരണ്യകശിപു പറഞ്ഞു, മതി, ഇനി നിങ്ങളുടെ ചികിത്സ ഒന്നും വേണ്ട, ഇനി ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സർവൈരുപായൈഹി ഹന്തവ്യ. ബ്രാഹ്മണരെ നിങ്ങൾ മാറി നിൽക്കൂ, ഭടന്മാരുടെ അടുത്തേക്ക് വിളിച്ചു, ഇവനെ കൊന്നോളൂ. ഇനി പ്രഹ്ലാദൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ മതി. മകനല്ലേ, മകനാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കണമില്ല. ഇവനവിടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കി മക്കളും കൂടി ഇവനെ പോലെ ആവും. ഇവനോട് സ്നേഹമില്ലായിട്ടൊന്നല്ല, പക്ഷെ ഇവനവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താവും? പ്രശ്നമാവും. നമുക്കിപ്പോൾ 5 വിരലുണ്ട്, അതിലൊരു വിരൽ ആകെ വ്രണം വന്ന് പഴുത്തു വെച്ചാൽ അതവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വിരലിനെ പോലും ബാധിക്കില്ല. അപ്പം എന്ത് ചെയ്യും? മുറിച്ച് കളയും. അത് ആ വിരലിനോട് സ്നേഹമില്ലായിട്ടല്ല, അത് ബാക്കിയുള്ളതിനെ ബാധിക്കുന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവനവിടെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളെ കൂടി ഇവൻ ബാധിക്കും. അതുകൊണ്ട് കൊന്നോളൂ, എങ്ങനെ കൊന്നാലും കുഴപ്പമില്ല. ദിഗ്ഗജൈഹി ദന്തചൂകൈശ്ച അഭിചാരാവപാതനൈഹി. പലതരത്തിൽ കൊല്ലാൻ നോക്കി. കുന്തം കൊണ്ട് കുത്തി 2 പേര് ചത്തു. തീയിലിട്ടു. അപ്പോൾ പറഞ്ഞു, കമ്പിളി ഉണ്ടോ ചോദിച്ചു. നല്ല തണുപ്പ്. അച്ഛാ കമ്പിളി തരുമോ? തണുക്കണോ? തീയിലിട്ടിട്ടും മരിക്കണില്ല. വിഷം കൊടുത്തു, പാൽപ്പായസം പോലെ ഉണ്ണി കുടിച്ചു. ശ്രീകൃഷ്ണ അർപ്പണമസ്തു, ഇതാണ് മന്ത്രം. ഒക്കെ കൊടുക്കുന്നത് ഭഗവാനാണ്. എന്ത് ചെയ്തിട്ടും കൊല്ലാൻ സാധിക്കണില്ല. ആന വന്നു കുത്താനായിട്ട്, ആനയ്ക്ക് അടുത്തെത്തിയപ്പോൾ തോന്നി സിംഹാന്ന്. ആന പിണ്ടിട്ട് ഓടി ഉണ്ടായത്. എന്ത് ചെയ്തിട്ടും കൊല്ലാൻ പറ്റണില്ല. വെള്ളത്തിലിട്ടു, നാഗലോകത്തെത്തി, ആസവങ്ങളൊക്കെ കഴിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് രാവിലെ ആകുമ്പോഴേക്ക് ഗുഡ് മോർണിംഗ് അച്ഛാ എന്ന് പറഞ്ഞ അവിടെ തന്നെ ഉണ്ട്. എന്ത് ചെയ്തിട്ട് അവസാനം ഹിരണ്യകശിപുവിന് സംശയമായി, താൻ വാങ്ങിയ വരൊക്കെ ഇവനും കിട്ടിയോ? ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അച്ഛൻ്റെ സ്വഭാവമൊക്കെ കുറേയൊക്കെ മക്കൾക്കും കിട്ടില്ല. അതുപോലെ ഇനി വരവും കുറേയൊക്കെ എന്ത് ചെയ്തിട്ടും ചാവണില്ല. ആകെ പ്രയാസം. അവസാനം ചണ്ടാമർക്കന്മാരെ കൊണ്ടുപോയി. ഞങ്ങൾ പറഞ്ഞില്ല എന്ന് തന്നെ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ, ആ പ്രഹ്ലാദനെ കൊണ്ടുപോയി ഗുരുകുലത്തിൽ അവിടെയുള്ള ആ ജയിലിലിട്ടു. അവരങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം മാറി വേറെന്തോ വഴിക്ക് പോയതാ. ചായ കുടിക്കാനോ എന്തിനോ പോയ സമയത്ത് ആ കുട്ടികളൊക്കെ ഈ പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് വന്നു. ഇങ്ങനെ പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, പ്രഹ്ലാദ എന്തിനാ ഈ ചെറുപ്രായത്തിലെ ഇപ്പം തന്നെ ഭഗവാനെ ഭജിക്കണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എന്നാണ് അവരുടെ ചോദ്യം. നമ്മളെപ്പോലെ തന്നെ, എന്തിനാ ഇപ്പോഴേ തന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ? ഒന്നിനും കൊള്ളാണ്ട് ചണ്ടിയായിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ആണ് നല്ല അവസാനം നല്ല സ്വസ്ഥത, നല്ല സമാധാനമായിട്ട് ഇരിക്കുമ്പം, ഇന്ദ്രിയങ്ങളൊക്കെ നല്ല പ്രബലമായിട്ട് ഇരിക്കുമ്പോഴല്ലേ ഭഗവാനെ ആരാധിക്കേണ്ടത്. അതെ, ആ സമയത്ത് വേണം ഭഗവാനെ അകത്താക്കാൻ. പക്ഷെ ആ സമയത്ത് നമ്മൾ വിഷയങ്ങളൊക്കെ അകത്താക്കും. പിന്നെ വയ്യാണ്ടി ആകുമ്പോൾ ഭഗവാൻ അകത്താക്കാൻ അങ്ങനെ നോക്കം കയറുമില്ല, ഒക്കെ നടന്നു നിൽക്കുകയാണേ. ആദ്യം ഇതൊന്നും ഒഴിവാക്കണ്ടേ. അവിടെ വെച്ചിട്ടാണ് പ്രഹ്ലാദൻ ഉപദേശിക്കുന്നത് കുട്ടികളെ. കുട്ടികളോട് പറഞ്ഞു, എത്ര നേരത്തെ ഭഗവാൻ അകത്താക്കാൻ പറ്റുമോ അത്രയും നേരത്തെ അകത്താക്കുക, അതാ വേണ്ടത്. കൗമാര ആചരേത് പ്രാജ്ഞ. പ്രാജ്ഞന്മാര്, വിവേകികൾ എന്ത് ചെയ്യും? കൗമാരക്കാലത്ത് തന്നെ, ഒരു 13 വയസ്സിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ഭഗവാനെ അകത്താക്കണം. കൗമാര ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവം അർത്ഥതം. കൗമാരക്കാലത്ത് തന്നെ, എത്ര ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഉള്ളിലെത്തണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും ചോദിച്ചാൽ, ചെറിയ കുട്ടിയാകുമ്പോൾ എന്തൊക്കെ അകത്തെത്തി അതൊക്കെ ഉള്ളിൽ കിടക്കും. നമ്മളെന്തൊക്കെ ചെറുപ്പകാലത്തിൽ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഉള്ളിൽ സൂക്ഷ്മമായിട്ടുണ്ട്. അതാണിപ്പോഴും ഇല്ലാത്ത കാര്യമൊക്കെ ആലോചിച്ച് പേടിക്കുന്നത്. യക്ഷി അപ്പോഴും രാത്രി 12 മണിക്ക് പുറത്തിറങ്ങാൻ പേടിയാ. ഇത് കേട്ടിട്ടാണ്. ഇല്ലാത്ത സംഗതിയാണെങ്കിലും കേട്ടാൽ. ആ സമയത്ത് അതിന് പകരം ഈശ്വര കഥകൾ കേട്ടിരുന്നെങ്കിലോ ആ ഒരു ധൈര്യം ഉറപ്പും ഉണ്ടാവും. എന്നാണ് കൗമാര ആചരേത്. അതുകൊണ്ട് ചെറുപ്രായത്തിൽ വേണം ഈശ്വര കഥകളൊക്കെ അകത്തെത്താൻ. കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നും പറയാൻ സാധിക്കില്ല. പല വിഷയങ്ങളുടെ പിന്നാലെ ഓടേണ്ടി വരും. ആണ് പ്രാരബ്ധം. 22 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പറയണോ? പിന്നെ നേരം ഉണ്ടാവും എന്തിനെങ്കിലും. പിന്നെ ജോലി, ഉദ്യോഗം, കല്യാണം, കുട്ടിയായി, പിന്നെ എവിടെ നേരം? അച്ഛൻ അമ്മ അവരെ നോക്കണം, മക്കളെ കാര്യം നോക്കണം, ഭാര്യയുടെ കാര്യം നോക്കണം, ഉദ്യോഗം എല്ലാം കൂടി ആകുമ്പോൾ എവിടെ മോഹമുണ്ട്, നേരമില്ല. എന്താണ് നേരം കിട്ടണ്ടേ? അതാണ് കുടുംബരാമഹ. കുടുംബരാമനെ കുടുംബ കുഞ്ചിരാമൻ എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഇങ്ങനെ നമ്മൾ കഴിയാണ്, നേരമില്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് കുട്ടിക്കാലാകുമ്പോൾ വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടന്നോളൂ. അച്ഛനും അമ്മയെ കണ്ട് നോക്കാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമയമുണ്ട്.
സ്വസ്ഥമായിട്ടിരുന്ന് എന്ത് ചെയ്യണം? ഭഗവാനെ ഭജിക്കണം. ഇന്ദ്രിയങ്ങളൊക്കെ പ്രബലമായിരിക്കുകയാണ്. ആ സമയത്ത് വേണം ഭഗവാനെ അകത്താക്കാൻ. ഇല്ലെങ്കിലോ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ 10-30 വയസ്സ് കഴിയുമ്പോഴേക്കും സൂക്കട് പലതും വരും. ഷുഗർ, കൊളസ്ട്രോള്, മാസം ചെക്കപ്പ് എല്ലാം കൂടി. പിന്നെ എവിടെയാണ് നേരം? ഉറക്കം വരും. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കുത്തിച്ചാരി കിടന്നുറങ്ങണമെന്നേ തോന്നുള്ളൂ. അതാണ് കുറ്റം പറയില്ല, പക്ഷെ പ്രായമാകുമ്പോൾ അങ്ങനെയാണ്. ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഉറക്കം വരും. നമ്മളോട് ചോദിക്കാണ്ടത് ഇങ്ങനെ കണ്ണടയല്ലോ, കേട്ടിരിക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. കുട്ടികളങ്ങനെ ഉറങ്ങൊന്നുമില്ല ഉണ്ടോ? അവരെ ശ്രദ്ധിക്കും. പണ്ടൊരു സ്വാമിയാർ, അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഗീതാ ക്ലാസ്സാണ് വൈകുന്നേരം. അപ്പം ഒരു മുത്തശ്ശിയും കൂടെ ഒരു പേരക്കുട്ടിയുണ്ട്. അവർ വന്നിരിക്കും. ഫാമിലിയായിട്ട് വരിക. അച്ഛനമ്മ, കുട്ടി, മുത്തശ്ശി. മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഈ കുട്ടിയിരിക്കുക. മുത്തശ്ശി ആവട്ടെ ഈ ക്ലാസ് അങ്ങോട്ട് തുടങ്ങിയാൽ മുത്തശ്ശി ഉറങ്ങും. സ്വാമിജി ക്ലാസ് തുടങ്ങിയാൽ ഗുരു ബ്രഹ്മ എന്ന് പറയുമ്പോൾ മുത്തശ്ശി അങ്ങോട്ട്, കാരണം മുത്തശ്ശിക്ക് താരാട്ടുപാട്ട് പോലെ തോന്നുന്നത്. അങ്ങനെ മുത്തശ്ശി കണ്ണടച്ച് അങ്ങനെ ഉറങ്ങുമ്പോൾ സ്വാമിക്കൊരു പ്രയാസം. മുന്നിൽ തന്നെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ നമുക്കില്ലേ ഉറങ്ങിക്കോളും, അത് കുഴപ്പമില്ല. പക്ഷെ സ്വാമിക്ക് എന്താ വെച്ചാൽ മുന്നിൽ തന്നെ ഉറങ്ങുമ്പോൾ ഒരു പ്രയാസം. എന്നാൽ അടുത്ത ആ കുട്ടിയുണ്ട്, കുട്ടിക്കൊന്ന് വിളിച്ചുകൂടെ? ഒന്ന് തട്ടിയാൽ അമ്മണിക്കും. ആ കുട്ടി വിളിക്കണമില്ല. ആ ക്ലാസ് കഴിഞ്ഞപ്പം അടുത്തേക്ക് വിളിച്ചു. കുട്ടിയോട് പറഞ്ഞു, അതെ നാളെ മുത്തശ്ശി ഉറങ്ങും, ഉറപ്പാ. നീ ഉണ്ട് 7 ദിവസം ക്ലാസ്സേ, അങ്ങനെ ഉറങ്ങിയാൽ വയ്യ. അപ്പം അതുകൊണ്ട് നീ ഒന്ന് വിളിക്കണം, അത്രയും വേണ്ട, ഒന്ന് തട്ടിയാൽ മതി, മുത്തശ്ശി എണീക്കും. അങ്ങനെ നീ വിളിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഡയറി മിൽക്ക് തരാം, സിൽക്ക്, ആ ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കുട്ടിക്ക് സന്തോഷമായി. കുട്ടിക്ക് നല്ല ഉത്സാഹം. പിറ്റേന്ന് വന്നു, മുത്തശ്ശി നിൽക്കുന്നുണ്ട് കുട്ടിയും. മുത്തശ്ശി ഗുരു ബ്രഹ്മ എന്ന് പറയുമ്പോൾ മുത്തശ്ശി അങ്ങനെയാണ്. മുത്തശ്ശിയുടെ മടി തന്നെ കിടന്നുറങ്ങും, ആരും വേണ്ട, ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പോഴേക്ക് ആര് വിളിക്കും? ഈ കുട്ടി വിളിക്കും. അപ്പോൾ മുത്തശ്ശി എണീറ്റു. പിന്നെ മുത്തശ്ശി ഇങ്ങനെ പോകുമ്പോൾ ആര് വിളിക്കും? കുട്ടി വിളിക്കും, എണീക്കും. അങ്ങനെ അന്ന് ആ പ്രഭാഷണം ഭംഗിയായി. ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് കഴിഞ്ഞു. സ്വാമിജി എന്ത് കൊടുത്തു? കുട്ടിക്ക് ചോക്ലേറ്റും കൊടുത്തു. പിറ്റേ ദിവസം പ്രഭാഷണം. ആ സമയത്ത് മുത്തശ്ശി ഉറങ്ങുക, കുട്ടി വിളിക്കണില്ല. സ്വാമിജി ഇതിൻ്റെ ഇടയ്ക്ക്, പ്രഭാഷണത്തിൻ്റെ ഇടയ്ക്കൊക്കെ കുട്ടിക്കൊന്നും സ്വാമി തന്നെ കുട്ടി നോക്കണില്ല. എന്തോ പറ്റിയിട്ടുണ്ടല്ലോ ഈ കുട്ടിക്കെന്ന് സ്വാമി വിചാരിച്ചു. അന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് വിളിച്ചു കുട്ടിയെ, നീ എന്താ വിളിക്കാത്ത? നിനക്ക് ഞാൻ ചോക്ലേറ്റ് തരുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ മുത്തശ്ശിയെ വിളിക്കാത്തത് ചോദിച്ചു. അപ്പം കുട്ടി പറഞ്ഞു, മുത്തശ്ശിയെ വിളിച്ചാൽ സ്വാമി ഒന്നല്ലേ തരുള്ളൂ ചോക്ലേറ്റ്, വിളിക്കാണ്ടിരുന്നാൽ മുത്തശ്ശി 10 തരും. മുത്തശ്ശി അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ പറയണം, നീ എന്തിനാ എന്നെ വിളിക്കണത്? സ്വാമിയാർ ചോക്ലേറ്റ് തരും, അതല്ലേ? നീ എന്നെ വിളിക്കാണ്ടിരുന്നാൽ ഞാൻ അച്ഛനോട് പറഞ്ഞ 10 തരാം. മുത്തശ്ശി അവിടെയെങ്കിലും ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ തമാശയായിട്ട് പറഞ്ഞതാൽ അങ്ങനെയല്ല. കാര്യം എന്താ വെച്ചാൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം, എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ. ആ കൂട്ടത്തിൽ ഉറങ്ങാൻ സഹായിക്കും ഭാഗവത വെച്ചാൽ വളരെ നന്നായി. ചിലരൊക്കെ പറയാറുണ്ട്, തിരുമേനിയുടെ പ്രഭാഷണം കേട്ടിട്ട് ഞാൻ എന്നും ഉറങ്ങാറ്. ഇതിപ്പോൾ നമ്മൾ ആക്കിയതാണോ അല്ല ശരിക്കും പറഞ്ഞതാണോ? ഇനി എന്താ ഉദ്ദേശം മനസ്സിലായി. അതങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും ഉറക്കം വരികയാണേ. അത് 2 മിനിറ്റ് അങ്ങോട്ട് കേൾക്കുമ്പോൾ സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങും. പിന്നെ ആരെങ്കിലും വന്നത് ഓഫാക്കും. വലിയ സന്തോഷം. എന്തായാലും മറ്റേ ഗുളികൊന്നും വേണ്ടല്ലോ, സുഖമായിട്ട് ഉറങ്ങണുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുഴപ്പമില്ല. അതാണ് പ്രായമായുള്ള ബുദ്ധിമുട്ട്. മതി, പ്രായമായിട്ടാണെങ്കിലും കേട്ടാൽ നല്ലത് തന്നെയാണ്. എന്നാലും വേണ്ടതെപ്പോഴാ? കൗമാര ആചരേത്, കുട്ടിക്കാലത്ത് വേണം. കാരണം ഭാവിയിൽ എന്തുണ്ടാവും, അനുകൂല സാഹചര്യം വരുമോ ഒന്നും അറിയില്ല. എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. പല രോഗം വന്ന്, പല പ്രയാസം വന്ന്, പലതിൻ്റെ പിന്നാലെ ഓടേണ്ടി വന്ന് അതൊന്നും അകത്താക്കാൻ സമയം ഉണ്ടാവില്ല. പുറമേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് വേണ്ടേ? നമ്മൾ കടലിൽ ഇറങ്ങുന്നതിൻ്റെ മുന്നേ വേണം നീന്തൽ പഠിക്കാൻ. ഇറങ്ങിയിട്ട് കാര്യമില്ല. കാര്യമുണ്ടോ? വീട് കത്തുമ്പം കിണർ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ മുന്നേ കിണറൊക്കെ കുഴിച്ച് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ തല കത്തുമ്പോഴാണ് ആലോചിക്കുന്നത് വെള്ളം ഉണ്ടോ. അല്ല, അതിൻ്റെ മുന്നേ എടുത്ത് വെച്ച എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നേരത്തെ അകത്താക്കണം ഭഗവാനെ. ദുർലഭം മാനുഷൻ ജന്മ എന്ന് വേണമെങ്കിൽ എന്തും സംഭവിക്കാം. വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതായി ജന്മം. അത് അർത്ഥതമാക്കണം, വേണ്ടതുപോലെ ഉപയോഗിക്കണം വിവേകി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ അകത്താക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഭഗവാൻ എല്ലാവരോടും സ്നേഹം ഒരുപോലെ തന്നെയാണ്. അസുരക്കുട്ടിയായിട്ടുള്ള എന്നെ ഭഗവാൻ സ്നേഹിക്കണം നിങ്ങൾ കണ്ടില്ലേ? എന്തൊക്കെ ചെയ്യാൻ നോക്കി, ഞാനൊക്കെ ഭഗവാൻ സമർപ്പിച്ചതാ. സ്വസ്ഥമായിട്ടിരിക്കണല്ലേ, അത്രയും വേണ്ടു. ഇത് കേട്ട സമയത്ത് അവർ ചോദിച്ചു, നിന്നെ ആരിതൊക്കെ പഠിപ്പിച്ചു? ഇവിടെ ഗുരുനാഥന്മാരിതൊന്നും പഠിപ്പിക്കണില്ലല്ലോ, നീ എവിടുന്നേ പഠിച്ചു ചോദിച്ചു. എൻ്റെ ഗുരുനാഥൻ ഇവരൊന്നുമില്ല, നാരദ മഹർഷിയ. ഞാൻ ഗർഭത്തിൽ വെച്ചിട്ട് അതൊക്കെ പഠിച്ചത്. അമ്മ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ആ അമ്മയെ ആര് കൊണ്ടുപോയി? തട്ടിക്കൊണ്ടുപോയി ഇന്ദ്രൻ. എന്തിനാത്? ഉള്ളിൽ വെച്ച ഈ ഉണ്ണിയെ പ്രഹ്ലാദനെ ഇല്ലാണ്ടിയാക്കാനാണ്. കാരണം ഹിരണ്യകശിപ്പുവിൻ്റെ ശല്യം സഹിക്കാൻ വയ്യ. ഒരു ചോട്ടാ ഹിരണ്യകശിപ്പു ഉണ്ടായ എന്തായിരിക്കും കഥ? അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടാവണ്ട കരുതി പ്രഹ്ലാദൻ ഉണ്ടായ ഉടനെ കൊല്ലണമെന്ന് കരുതി കൊണ്ടുപോയതാ ആര്? ഇന്ദ്രൻ. അങ്ങനെ പോകുന്ന സമയത്ത് ആര് കണ്ടു? നാരദ മഹർഷി കണ്ടു. നാരദ മഹർഷി പറഞ്ഞത് ശരിയല്ല കേട്ടോ, ഇന്ദ്ര ശ്രദ്ധിക്കണം. മാതൃവത് പരദാരേഷു, ഇതാണ് നമ്മുടെ സങ്കല്പം. മറ്റുള്ളവരുടെ ഭാര്യയെ എങ്ങനെ കാണണം? മാതൃവത്ത്, അമ്മേനെ വിളിക്കാവൂ എന്നാണ്. ചേച്ചിന്നൊന്നല്ല, അമ്മയെ എന്നാണ് വിളിക്കേണ്ടത്. വേറെ ആളുടെ ഭാര്യയാണെങ്കിൽ അമ്മയെ എന്ന് വിളിക്കണം എന്നാണ്. അമ്മ എന്നുള്ള ഭാവം വേണം. ഇതിപ്പോൾ ആർക്കും ഇഷ്ടമല്ല കേട്ടോ.
പ്രായമുള്ളവർ 87 വയസ്സായ മുത്തശ്ശിയെ അമ്മയെന്ന് വിളിച്ചപ്പോൾ ആ മുത്തശ്ശി പറഞ്ഞു, തിരുമേനി എന്നെ ചേച്ചിയെന്ന് വിളിച്ചാൽ മതി. 87 വയസ്സായി, എന്നാലും ഇഷ്ടമല്ല, അമ്മയെ വിളിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയൊന്നുമില്ല. ചെറിയ കുട്ടികൾ നമുക്ക് എന്ത് വിളിക്കാം? പെൺകുട്ടിയാണെങ്കിൽ അമ്മയെന്ന് വിളിക്കാം, പ്രസവിച്ചോളണമെന്നില്ല. ഇപ്പം ഉണ്ടായ കുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ എന്ത് വിളിക്കുക? അമ്മയെന്ന് വിളിക്കുക എന്നാണ്. മാതൃവത്ത് പരതാരേഷു, ഇതാണ് സംസ്കാരം. അപ്പം അങ്ങനെ ഇരിക്കും. നീ ഇവളെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട, ഉള്ളിലുള്ളത് അസല വൈഷ്ണവനാണ്, പ്രഹ്ലാദനാണ്, ഭക്തനാണെന്നൊക്കെ പറഞ്ഞപ്പം ഇന്ദ്രൻ തൊഴുത് നമസ്കരിച്ച് എങ്ങോട്ട് പോയി? ആ കൈയധുവിനെ അവിടെ ഉപേക്ഷിച്ച് ഇന്ദ്രൻ പോയി. നാരദ മഹർഷി കുടുങ്ങി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? തൻ്റെ കയ്യിൽ താടി, ഗോപിക്കുറി, വീണ, ഗർഭിണി. ബുദ്ധിമുട്ടായി. ആശ്രമം കെട്ടാത്ത ആളാണ് നാരദ മഹർഷി. അന്ന് കെട്ടി. കാരണം ഈ കയാധുവിനെ രക്ഷിക്കണം. അങ്ങനെ കൊണ്ടുപോയി ആ ആശ്രമത്തിൽ വെച്ച് ഗംഭീരമായിട്ടുള്ള ക്ലാസ്. ആർക്ക്? കയാധുവിനല്ല, പരീക്ഷണാണേ. കാരണം പലരെയും പഠിപ്പിച്ചു, ഒക്കെ കണ്ട് പൂർണ്ണമായിട്ട് വിജയിച്ചു പറയാൻ വയ്യ. പ്രായമുള്ളവരെ പഠിപ്പിച്ചു, പ്രാചീന പരിസരമൊക്കെ ഉപദേശിച്ചു കൊടുത്തെങ്കിലും ഉപദേശമൊക്കെ കഴിഞ്ഞപ്പം ഒന്നും മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത് പ്രഞ്ജനോപാഖ്യാനം കേട്ടപ്പോൾ. പിന്നെ ധ്രുവനെ ഉപദേശിച്ചു. ധ്രുവനും നേരെയായി ചോദിച്ചാൽ അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. 36 കൊല്ലം രാജ്യം ഭരിച്ചതിന് ശേഷമേ ഭഗവാനിലെത്തിയിട്ടുള്ളൂ. കുറച്ച് സമയം എടുത്തിട്ടുണ്ട് അവരൊക്കെ. അപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ഗർഭത്തിൽ വെച്ച് കൊടുക്കണം. പുറത്തെത്തിയാൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെ കണ്ടു? ഗർഭിണിയെ കണ്ടു. എന്നാ ഒന്ന് പരീക്ഷിക്കാന്ന് കരുതി ആ കയാധുവിനെ വെച്ച് എന്ത് ചെയ്തു? ആ പ്രഹ്ലാദന് ഉപദേശം കൊടുക്കുകയാണ്. അതൊക്കെ ആര് കേട്ടു? പ്രഹ്ലാദനുള്ളിലിരുന്ന് കേട്ടു. ആ കേട്ടതിൻ്റെ ഫലമാണ് ഇപ്പോൾ മാമപ്യുദ്ദേശിയ. ആ നാരദ മഹർഷി കൃപ കൊണ്ട് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞു, ഞാനതൊക്കെ കേട്ടു. അതുകൊണ്ട് എൻ്റെ ഗുരുനാഥനാരാ? നാരദ മഹർഷിയ. അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാനിങ്ങനെ കുഴപ്പമില്ലാണ്ട് കഴിയുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളും മടിക്കണ്ട, ഭഗവാന്റെ നാമം ഉറക്കെ ജപിച്ചോളൂ. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ നവൃത്തം നബഹുജ്ഞത. അധികം പഠിക്കണമെന്നില്ല, അധികം ശാസ്ത്രം അറിയണമെന്നോ വലിയ കുലത്തിൽ ജനിക്കണമെന്നോ ഋഷിയാവണമെന്നോ ദേവനാവണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ സന്തോഷിക്കാൻ എന്ത് മതി? അമലയാ ഭക്തിയാ, നിർമ്മലമായ ഭക്തി, നിഷ്കളങ്ക മനസ്സ്, അത്രയേ വേണ്ടൂ. ഹരിരണ്യത് വിഡംബനം. അതുകൊണ്ട് നിങ്ങളും ആ ഭഗവാന്റെ നാമം ജപിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് ആ കുട്ടികളൊക്കെ ഉറക്കെ നാമം ജപിക്കുന്നു. പ്രഹ്ലാദൻ ചൊല്ലിക്കൊടുക്കും, അവരേറ്റു ചൊല്ലും. ഇപ്പം എന്തായി ചോദിച്ചാൽ അവിടുത്തെ ഗുരുകുലം ഭജനമഠായിട്ട് മാറി. ഇതുവരെ ഒരു പ്രഹ്ലാദനെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പം അവിടുത്തെ കുട്ടികൾ മുഴുവൻ പ്രഹ്ലാദന്മാരാ. ഏത് നാമമാണോ താൻ ഒഴിവാക്കാൻ ശ്രമിച്ചത് ആ നാമം തൻ്റെ ഉണ്ണി പഠിപ്പിക്കുന്നു, കുട്ടികളൊക്കെ ഏറ്റു ചൊല്ലുന്നു. ശ്രുത്വാ തദപ്രിയം ദൈത്യോ ദുസ്സഹം തനയാനയം കോപാവേശലത് ഗാത്രപുത്രം ഹന്തും മനോദധേ. അതങ്ങോട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഹിരണ്യകശിപുവിന്. താൻ ഒഴിവാക്കാൻ ശ്രമിച്ച നാമം തൻ്റെ മുന്നിൽ തന്നെ ജപിക്കുകയാണ്. തൻ്റെ കൊട്ടാരത്തിൽ ദേഷ്യം വർദ്ധിച്ചു. ഊരിപ്പിടിച്ച വാളുമായിട്ട് ഹിരണ്യകശിപു ഓടി വരുന്നു. ക്രുദ്ധസ്യ കമ്പന്തേ ത്രയോ ലോകാഹ സഹേശ്വരാഹ. പ്രഹ്ലാദനെ വിളിക്കുകയാണ്, ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകര അധമ. എടാ വിനയമില്ലാത്തവനെ, എൻ്റെ കുടുംബത്തെ പറയിപ്പിക്കാനായിട്ട് ജനിച്ചവനെ, ഞാനൊന്ന് പുരികം വളച്ചാൽ ഇവിടെ ലോകപാലന്മാരെ ഞെട്ടിവറയ്ക്കും. അങ്ങനെ ഇരിക്കെ എൻ്റെ മുന്നിൽ നിവർന്നിരുന്ന് ഇങ്ങനെ എൻ്റെ ശത്രുവിൻ്റെ നാമം ജപിക്കണമെങ്കിൽ നിന്റെ പിന്നിൽ ഏതോ ഒരു മായാവി ഉണ്ട്. ആരടാ നിന്റെ ബലം? കസ്തേ ബലമിതി ആണ്. കിം ബലോത്യക, നിന്റെ ബലം ആരെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം പ്രഹ്ലാദൻ പുഞ്ചിരിച്ചും കൊണ്ട് ശാന്തനായും കൊണ്ട് പറയാണ്, അച്ഛാ എനിക്ക് മാത്രമല്ല, അച്ഛനും ബലമായിട്ടിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. എനിക്കും അച്ഛനും മാത്രമല്ല, അച്ഛന് വരം തന്നൊരാളുണ്ടല്ലോ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിന് പോലും ബലമായിട്ടിരിക്കുന്നത് ആരാ? ബലം മേ വൈകുണ്ഠ, എൻ്റെ ഭഗവാനാണ്, ശ്രീഹരിയാണ്. ന കേവലം മേ ഭവതശ്ചരാജൻ സവൈ ബലം ബലിനാം ജാപരേഷാം പരേ വരേ മീ സ്ഥിരജംഗമായി ബ്രഹ്മാദയോ യേന വശം പ്രണീതാഹ. അതങ്ങോട്ട് കേട്ടൊന്നും സഹിച്ചില്ല. എവിടെടാ നിന്റെ ശ്രീഹരി? പറഞ്ഞ എവിടെ ചോദിച്ചാൽ എങ്ങനെയാ പറയാ? എല്ലാ ദിക്കിലും ഉണ്ട്, എല്ലാ ദിക്കിലും ഉണ്ട് ഭഗവാൻ. എവിടെ ചോദിച്ചാൽ അത് വലിയ കഷ്ടമാണ്. അങ്ങനെ ചോദിച്ചാൽ വയ്യ. വിളക്ക് നോക്കിയിട്ട് ചോദിക്കുക, എവിടെ ഓട് ചോദിച്ചാൽ ഓടാണത്. ഈ പ്രപഞ്ചം നോക്കിയിട്ട് എവിടെ ഈശ്വരൻ ചോദിച്ചാൽ ഇത് ഈശ്വരനാണ്. അതാണ്. എന്താ മനസ്സിലാക്കാത്തു? ഇതാണ് ഈശ്വരൻ. എവിടെ ചോദിച്ചാൽ എല്ലാ ദിക്കിലും ഉണ്ട്. ഉടനെ വീണ്ടും അട്ടഹസിച്ച് പരിഹസിച്ചും കൊണ്ട് ഹിരണ്യകശിപു പറയാണ്, അങ്ങനെ ഉണ്ട് ഒരാൾ എല്ലാ ദിക്കിലും അങ്ങനെ നടന്നു നിൽക്കുക. അങ്ങനെ ഒരാളുണ്ടോ? ഭഗവാൻ അങ്ങനെയാണ്, എല്ലാ ദിക്കിലും ഉണ്ട്. എല്ലാ ദിക്കിലും ഉണ്ടെങ്കിൽ പ്രഹ്ലാദ ഈ തൂണിലുണ്ടോ? കസ്മാത് സ്തംഭേ. അങ്ങനെയാണെങ്കിൽ തൂണിലും ഉണ്ടാവണമല്ലോ. നമ്മളാണെങ്കിൽ ഞെട്ടും ഇല്ലേ? ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ പ്രസംഗമൊക്കെ കേൾക്കാമോ? എല്ലാ ദിക്കിലും ഉണ്ട്, എല്ലാ ദിക്കിലും ഉണ്ടെന്നൊക്കെ പറയും. ഒരാൾ കോളർ പിടിച്ച് ചോദിച്ചാൽ നമ്മൾ എല്ലാ ദിക്കിലും ഉണ്ടെന്നൊക്കെയാണ് ആചാര്യന്മാർ പറയാറ്. കഴിഞ്ഞല്ലോ, അങ്ങനെ വിട്ടാൽ മതി. ഒരു പരിഭ്രമവും ഇല്ല. പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യതേ ഉണ്ടച്ച ഉറപ്പ്.
പ്രഹ്ലാദൻ നോക്കി, ചെറിയ ഉണ്ണിയല്ലേ, നോക്കിയ സമയത്ത് ഭഗവാൻ തന്നെ നരസിംഹമായിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഒരു കുട്ടി നരസിംഹം തൂണിൽ. ധൈര്യമായിട്ട് പറഞ്ഞോടാ, രാവിലെ വന്ന് നിൽക്കുക ഞാൻ ഇവിടെ, നീ ഇപ്പത് പറയുന്ന കരുതിയിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു, കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ബാക്കി. പിന്നെന്താ പേടിക്കാൻ, ദൃശ്യതേ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹിരണ്യകശിപു നോക്കുമ്പോൾ കാണുന്നില്ല. ഹിരണ്യകശിപു കരുതി മരിക്കാറാകുമ്പോൾ പിച്ചും പയ്യും പറയില്ല, അങ്ങനെ എന്തോ പറയാണ്. മരിക്കണതിൻ്റെ മുന്നേ അവനൊന്ന് കണ്ടോട്ടെ, ഈ തൂണിൽ ആരില്ല, ഈശ്വരൻ ഇല്ല എന്ന് കാണിക്കാൻ പോയതാണ്. ഈശ്വരൻ ഈ തൂണിൽ ഇല്ല എന്ന് കാണിക്കാനായിട്ട് എന്നിട്ടാവ പ്രഹ്ലാദനെ കൊല്ല. ആദ്യം അറിഞ്ഞോട്ടെ ഭഗവാനൊന്നും ഇല്ല ഇവിടെ. കയ്യങ്ങോട്ട് ചുരുട്ടിപ്പിടിച്ച് ഒരൊറ്റ അടിയാണ് മുഷ്ടി ചുരുട്ടി. ഏവം ദുരുക്തൈഹി മുഹുരർദ്ധയൻഷാസുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രഗൃഹ്യോത്പതിതോ വരാസനാത് സ്തംഭം തതാട അതിബലസ്വമുഷ്ടിന. തൻ്റെ സകല ശക്തിയും കയ്യിലേക്ക് ആവാഹിച്ച് ആഞ്ഞൊരടി ആ സ്തംഭത്തിന് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നടന്ന കാര്യം പറയാൻ, അത പശ്ചാത് വിഷ്ണോ നഹി വതിതുമീശോസ്മി സഹസ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. വലിപ്പത്തൂർ നിർത്തി. ഇനിയുള്ളത് പറയാനുള്ള ആരോഗ്യം ഗുരുവായൂരപ്പ എനിക്കില്ല, അങ്ങ് തന്നു വെച്ചാൽ നാളെ നോക്കാം എന്ന് പറഞ്ഞ ആര് പോയി? വലിപ്പത്തൂർ പോയി. അങ്ങ് നിർത്താമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഗുരുവായൂരപ്പൻ സമ്മതിക്കുമോ? രാത്രി പോയിട്ട് ഒഴിഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ പുറപ്പെട്ടു പോയാലോ, ഞാൻ കരുതി 100 ദിവസം ഭജന ഉണ്ടാവുന്ന, നിർത്തി പോവുകയാണോ? അങ്ങക്ക് എന്ത് വിഷമം, അങ്ങ് നാളെ വന്ന് നന്നായിട്ട് ആ ദശകം ചൊല്ലിട്ടു എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു പോയി. പിറ്റേന്ന് കുളിൻ ദേവാരൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ വന്ന് നട തുറന്ന സമയത്ത് ശീലകത്ത് കണ്ടതാര്യ വെണ്ണകൃഷ്ണനൊന്നുമല്ല ആണ്. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡകുണ്ടകുഹകോ ഘോരസ്തവാഭൂദ്രവ. അവിടുന്ന് ഒരു ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ആഞ്ഞടിച്ച സമയത്ത് തൂണങ്ങട്ട് പൊട്ടിച്ചിതറിയ ഒരു വെളുത്ത പുക മുകളിലേക്ക് അങ്ങോട്ട് ഉയർന്നു. കോടി സൂര്യന്മാർ ഒരുമിച്ച് അങ്ങോട്ട് ജ്വലിച്ചാൽ പ്രകാശിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാണാൻ സാധിക്കുമോ? കണ്ണങ്ങോട്ട് ചിമ്മി ഹിരണ്യകശിപു ഒരുവിധം അടക്കി കണ്ണൊക്കെ തിരുമ്മി നോക്കുന്ന സമയത്ത് ആ ഭഗവാനെ ശരിക്കും കണ്ട് കാണുകയാണ്. തീയിലിട്ട് ഉരുക്കിയ സ്വർണം പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ കണ്ണുകൾ, ആ കുഞ്ചിരോമങ്ങൾ ആകാശത്തെ കുത്തി നോവിക്കുകയാണോ തോന്നും. ആ കഠാര പോലുള്ള തേറ്റപ്പല്ല്, ആ ഭഗവാന്റെ രൂപം ആര് കണ്ടു? ഹിരണ്യകശിപു കാണുകയാണ്. കൃത്വാട്ടഹാസം, ആ അട്ടഹാസവും തൂണ് പൊട്ടുന്ന സമയത്തുള്ള ശബ്ദവും അത് അവിടുന്ന് മുകളിലേക്ക് അങ്ങോട്ട് പോയി. ഭൂലോകം, ഭുവർലോകം, ജനർലോകം, തപോലോകം, സത്യലോകം. സത്യലോകത്ത് താമരയുടെ മുകളിലിരിക്കുന്ന ബ്രഹ്മാവ് അങ്ങോട്ട് താമര ഇളകി താഴത്തേക്ക് പോകണു. ഒരു കൊട്ട് ബ്രഹ്മാവിന് കൊടുത്തതാ. ഇനി ഇജാതി വരം അസുരന്മാർക്ക് കൊടുക്കരുത്. നേരെ താഴത്തേക്ക് പോയി ആ ശബ്ദം. അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, തലാതലം, പാതാളം. പാതാളത്തിരിക്കണ ആ ഹിരണ്യകശിപു ഞെട്ടി. ഇതുവരെ ഞെട്ടാത്ത 2 പേരാണ് ഹിരണ്യകശിപുവും ബ്രഹ്മാവും. 2 പേരും അന്ന് ഞെട്ടി. സവിക്രമൻ പുത്രവധേപ്സുരോജസാ നിശമ്യ നിർഹ്ലാദം അപൂർവം അദ്ഭുതം മന്ദസഭായാം നദർശതത്പദം വിതത്ര സൂര്യേന സുരാരിയൂഥപ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യത അത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ഇതുവരെ ഒരു അവതാരം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നാളെ കൃഷ്ണാവതാരം പോലെ എങ്ങനെയേ പറയുള്ളൂ? തം അദ്ഭുതം ബാലകം, അത്രയേ ഉള്ളൂ. എന്തേ ഉള്ളൂ? അദ്ഭുതം ബാലകം. ഇതെങ്ങനെയാ പറഞ്ഞത്? അത്ഭുതം എന്നല്ല, അദൃശ്യത അത്യദ്ഭുത രൂപമുദ്വഹൻ. എന്ത് പറയാന്? വാക്കുകളെ കൊണ്ട് പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ കുറഞ്ഞു പോകും. എന്ത് പറഞ്ഞാലും അത് വേണ്ടതുപോലെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അത്ഭുതം തന്നെ പറയണത് വാക്ക് കിട്ടാണ്ടാവുമ്പോഴാണ്. അത്യദ്ഭുതം എന്ന് പറയണമെങ്കിൽ ഒന്നും പറയാനില്ല താല്പര്യം. അത്യദ്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. മൃഗവുമല്ല മനുഷ്യനുമല്ല. ആ കണ്ഠം നരാകാരം, അപ്പുറം മൃഗാകാരം, കഴുത്തുവരെ മനുഷ്യൻ, അതിന് മുകളിലേക്ക് സിംഹം ആണ്. എന്തിനാ ഈ അവതാരം ഉണ്ടായി? സത്യം വിധാതും, പ്രഹ്ലാദനെ രക്ഷിക്കാനെന്ന് പറയും ചിലട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുന്നേ രക്ഷിച്ചല്ലോ. എത്ര തവണ രക്ഷിച്ചു? തീയിലിട്ടപ്പോൾ രക്ഷിച്ചു, വെള്ളത്തിലിട്ടപ്പോൾ രക്ഷിച്ചു, എത്ര സമയത്ത് രക്ഷിച്ചു? അപ്പോഴൊക്കെ രക്ഷിച്ചില്ലേ? അതുപോലെ രക്ഷിച്ചാൽ പോരെ? ഇങ്ങനെ വരേണ്ട കാര്യമുണ്ടോ? രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, സത്യം വിധാതും, തൻ്റെ ഭക്തൻ പറഞ്ഞ വാക്ക് സത്യമാക്കാൻ. ആ ഉണ്ണി പറഞ്ഞു എന്ത്? ദൃശ്യതയെ സത്യമാക്കണ്ടേ? അത് മാത്രമല്ല, തൻ്റെ ഭക്തനായ ബ്രഹ്മാവ് പറഞ്ഞത് സത്യമാക്കാൻ. ബ്രഹ്മാവ് തഥാസ്തു എന്ന് വരം കൊടുത്തിട്ടുണ്ട്. മനുഷ്യനല്ല, മൃഗമല്ല. അതിനുവേണ്ടി ബ്രഹ്മാവിൻ്റെ വാക്ക് സത്യമാക്കാൻ ഭക്തന്മാർക്ക് പറഞ്ഞു പോയാൽ മതി. ഇതൊക്കെ സത്യമാക്കേണ്ട ബുദ്ധിമുട്ടാർക്കാ? അതൊക്കെ ഭഗവാനാണ്, പാവം ആണ്, കഷ്ടപ്പെടുകയാണ് ഭക്തന്മാർ പറഞ്ഞതൊക്കെ സത്യമാക്കാൻ വേണ്ടിയിട്ട്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. എൻ്റെ ഭക്തൻ നാമം ജപിക്കുന്നവർ പറയണത് എങ്ങനെ ഞാൻ സത്യമാക്കാണ്ടിരിക്കും? അതിനുവേണ്ടി സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന
അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ആ ഗംഭീരമായിട്ടുള്ള നരസിംഹത്തിൻ്റെ രൂപം, ജടാമുടി, ആ ജടാകേസരങ്ങൾ അങ്ങനെ തിരമാലടിക്കുന്നുണ്ട് കഴുത്തിന് ചുറ്റും. പടുകൂറ്റൻ കഴുത്ത്, 8-10 തൂണുകൾ ഒരുമിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ശോഭിക്കുന്ന ഭഗവാന്റെ ആ കണ്ഠം, നെറ്റിയിൽ ചാല് കീറിയതുപോലെ 3 ചുളിവുകൾ, നടുക്കായിട്ട് ഗോപിക്കുറി, വളഞ്ഞു നിൽക്കുന്ന പുരികം, തീഗോളങ്ങൾ പോലെയുള്ള ഭഗവാന്റെ കണ്ണുകൾ, ആ നാസികാദ്വാരം പർവ്വത ഗുഹ പോലെ, വലിയ വായ, ദംഷ്ട്രകൾ കഠാര പോലെ, നടുക്ക് നാവ് അത് നിലം മുട്ടുന്നുണ്ട്, വലിയ കരവാളം, വലിയൊരു വാള് പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ നാവ്, അതിൻ്റെ അറ്റത്തുനിന്ന് ചോരത്തുള്ളികൾ അങ്ങനെ ഉറ്റുറ്റു വീണുണ്ട്. ഭഗവാന്റെ ശ്വാസോച്ഛ്വാസം കൊണ്ട് വേലിയേറ്റം തിരമാലടിക്കുകയാണ് അവിടെ. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം, വീതിയേറിയ ഭഗവാന്റെ മാറിടം, ഒതുങ്ങിയ വയറ്, ആയിരക്കണക്കിന് കൈകൾ, ആ കൈകളിലൊക്കെ തിരുനഖങ്ങൾ, കൂർത്തുമൂർത്ത് നഖങ്ങൾ, കൂർത്ത ചെവി, ആ ഭഗവാന്റെ തുട, മഞ്ഞപ്പട്ട്, ഭഗവാന്റെ പാദം. ഇതാര് കണ്ടു? ഹിരണ്യകശിപു കണ്ടു. ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടാൽ നമുക്ക് തോന്നും ഹിരണ്യകശിപു മറ്റാരുടെ കൈകൊണ്ടും മരിക്കരുത്, തന്നെ നരസിംഹൻ തന്നെ വന്ന് മുക്തി തരണം എന്ന് കരുതിയിട്ടാണോ ഈ ഭക്തൻ ഇങ്ങനെയൊരു വരം യാചിച്ചതെന്ന് തോന്നും എന്നാണ്. കൃത്വാ അട്ടഹാസം, ഒന്നും കൂടി അട്ടഹസിച്ചു. ഭഗവാൻ പുറമേക്ക് അങ്ങോട്ട് ചാടി പേടിച്ചോടുന്ന ആ ഹിരണ്യകശിപുവിനെ പിടിച്ചു വെച്ച് മടിയിൽ അങ്ങോട്ട് കിടത്തി. ഭാഗ്യവാനാ. കാരണം ആ മടിയിൽ കിടക്കാൻ ലക്ഷ്മി ദേവിക്ക് മാത്രമേ ഇതുവരെയും പറ്റിയുള്ളൂ. ഇപ്പം ആരും കിടന്നു. ഹിരണ്യകശിപുവിനെ മടിയിൽ അങ്ങോട്ട് കിടത്തി. ഉമ്മറപ്പടിയിലിരുന്നു. അകത്തുമല്ല പുറത്തുമല്ല, ഉമ്മറപ്പടിയാണല്ലോ. ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, മടിയിൽ കിടത്തി. നമ്മുടെ ആക്ഷേപമില്ല, മടിയിലാണ്. ആയുധം കൊണ്ട് കൊല്ലരുത്, ആയുധമല്ലാത്തത് കൊണ്ട് കൊല്ലരുത്. നഖായുധം, നഖമാണ്. നഖം ആയുധമാണോ ചോദിച്ചാൽ അല്ല, അല്ലേ ചോദിച്ചാൽ ആണ്. അങ്ങനെയാ. പിന്നെ ജീവനുള്ളത് കൊണ്ട് കൊല്ലരുത്, ജീവനില്ലാത്തത് കൊണ്ട് കൊല്ലരുത്. നഖത്തിന് ജീവനുണ്ടെന്നും ഇല്ലയെന്നും പറയാം. വെട്ടിയാൽ വളരും, അതുകൊണ്ട് ജീവനുണ്ടെന്ന് പറയാം. വെട്ടിയാൽ വേദന ഇല്ല, അതുകൊണ്ട് ജീവനില്ല എന്നും പറയാം. എല്ലാം സത്യമാക്കിയും കൊണ്ട്, നഖായുധം കൊണ്ട്, നഖം കൊണ്ട് അങ്ങോട്ട് കീറി അതങ്ങോട്ട് പളർന്നു. ആ മാല, കൊടലമാല, വനമാല പോലെ കഴുത്തിലങ്ങോട്ട് ഇട്ടു. ആ ഹൃദയം താമര പോലെ കയ്യിലങ്ങോട്ട് എടുത്തു. നാവങ്ങോട്ട് ഇറക്കി നല്ലോണം അങ്ങോട്ട് കുടിച്ചു. ആ ചോര ഒന്നും കൂടി ഗർജിച്ചു. ആ ശരീരം എടുത്ത് വലിച്ചെറിഞ്ഞു. കഴിഞ്ഞു ഹിരണ്യകശിപുവിൻ്റെ കഥ. ചുറ്റും നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ കണ്ണെന്ന് വരുന്ന തീഗോളം ആ കൊട്ടാരം മുഴുവൻ കത്തുന്നു. ബ്രഹ്മാദി ദേവന്മാരൊക്കെ വിറക്കിയാണ്. ബ്രഹ്മാവിനാണ് പരിഭ്രമായത്. കാരണം താൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇയാളിപ്പോൾ ചുട്ടുകരിക്കും. ആകെ പരിഭ്രമായി. അദ്ദേഹം വന്ന് കേമായിട്ട് സ്തുതിച്ചു. അടുത്തേക്ക് പോകാൻ പേടി. നാതിദൂരചരാത്, വല്ലാണ്ട് അടുത്തേക്ക് പോയില്ല. വീട്ടിൽ നിന്ന് സ്തുതിച്ചു. ബ്രഹ്മാവിൻ്റെ സ്തുതി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഭാഗവത്തിൽ 2 പേജ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒറ്റ ശ്ലോകേ ഉണ്ടായുള്ളൂ. കഴിഞ്ഞു. കാരണം പേടിച്ചിട്ടാണേ. പിന്നെ പലരും വന്ന് സ്തുതിച്ചു. രുദ്രൻ സ്തുതിച്ചു, ഇന്ദ്രൻ സ്തുതിച്ചു, വിഷ്ണുപാർഷദന്മാർ വന്ന് സ്തുതിച്ചു. ശാന്തനാവണേ ശാന്തനാവണേ എന്ന് പറഞ്ഞെങ്കിലും ഭഗവാൻ ശാന്തനായില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഘോര നരസിംഹത്തെ ആർക്കാണ് ശാന്തമാക്കാൻ സാധിക്കുക? ബ്രഹ്മദേവൻ വിചാരിച്ചു ലക്ഷ്മി ദേവി വിളിച്ചാൽ ചിലപ്പം വലിയ കൊമ്പമീശക്കാരാണെങ്കിലും ഭാര്യയെ കാണുമ്പോൾ അതുവരെ അയാളുടെ ചാടിക്കളി കാണണമായിരുന്നു എന്നാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. എന്നാൽ ലക്ഷ്മിയെ വിളിക്കാമെന്ന് കരുതി ലക്ഷ്മിയെ വിളിച്ചു. ലക്ഷ്മി പറഞ്ഞു എൻ്റെ ഭർത്താവ് അത്ര ദേശക്കാരനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എത്തി. വരണത് എങ്ങനെയാണ്? വരണത് അല്ലേ അങ്ങനെ സ്വർണ്ണലത പോലെ അങ്ങനെ വരുന്നുണ്ട് ലക്ഷ്മി. ഇവിടെ എത്തി വിഷ്ണു ഭഗവാനെ കണ്ടപ്പോഴോ രാമബാണം പോലെ അങ്ങോട്ട് പോയി. ഇതെൻ്റെ ഭർത്താവൊന്നുമല്ല, ഇങ്ങനെ രൂപം ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി ദേവി പോയി. സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് പോലും ശാന്തനാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? ആകെ വിഷമിച്ച് ഇരിക്കുന്ന സമയത്താണ് എല്ലാവരും വിട്ടു നിൽക്കുമ്പോൾ ഒരു ഉണ്ണി മാത്രം ആ ഭഗവാനെ നോക്കി പുഞ്ചിരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായി അയാൾക്ക് പറ്റും. എല്ലാവരും പേടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഉണ്ണിക്ക് പേടിയില്ല. അല്ലെങ്കിൽ ആ ഉണ്ണിക്ക് പേടി ഉണ്ടാവില്ല. എങ്ങനെ പേടി ഉണ്ടാവുക? സിംഹത്തെ നമുക്കൊക്കെ പേടിയാ. സിംഹക്കുട്ടിക്ക് പേടി ഉണ്ടാവുമോ? സിംഹക്കുട്ടിക്ക് പേടിയില്ല. സിംഹക്കുട്ടി പോയിട്ട് അടുത്ത് പോവും, മുഖമൊക്കെ മാന്തി നോക്കും, മൂക്കൊക്കെ പിടിച്ചു നോക്കും. കാരണം അതിന് പേടിയില്ല, അത് തൻ്റെ അമ്മയാ. ഇതുപോലെ പ്രഹ്ലാദം പോയിട്ട് ആ വെഞ്ചാമര താടിയൊക്കെ നീക്കി നോക്കുക. അപ്പം ഭഗവാൻ അങ്ങനെ നോക്കി ചിരിക്കുകയാണ്. നിനക്ക് വേണ്ടിയാണ്, ഇതൊക്കെ നിനക്ക് വേണ്ടിയാണ്. എത്ര കഷ്ടപ്പെട്ടു അറിയോ? ഫാൻസി ഡ്രസ്സ്, കഴുത്ത് വേറെ, മറ്റത് വേറെ, അച്ഛൻ്റെ പണിയാ, ഇങ്ങനെ വരൊക്കെ വാങ്ങിയപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആര്? അത്യന്ത ശുദ്ധാകൃതി, കാരുണ്യം മാത്രം. അങ്ങനെ നോക്കി നിൽക്കുന്ന ആ പ്രഹ്ലാദനെ കണ്ട് ബ്രഹ്മാവ് അടുത്തു വന്ന് പറഞ്ഞു നിനക്ക് പറ്റും, നീ ചെല്ല് എന്ന് പറഞ്ഞ സമയത്ത് പ്രഹ്ലാദം പ്രേഷയാമാസ ബ്രഹ്മാവസ്ഥിതമന്തികേ താത പ്രശമയോപേഹി സുപിത്രേ കുപിതം പ്രഭും. പ്രഹ്ലാദനെ ഓടിച്ചെന്നു. ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ചു. ആ പാദം മുറുക്കി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ഭഗവാന് തൻ്റെ കാലിയുടെ ഐസ് ക്യൂബ് വീണ എങ്ങനെ ഉണ്ടാവും? ഐസിൻ്റെ കട്ട, ഒരു കുളിർമ. പ്രഹ്ലാദൻ അങ്ങോട്ട് കാൽക്കൽ വീണപ്പം ഭഗവാൻ ഈ ഗുരുവായൂർ കളഭമൊക്കെ തൊട്ടുണ്ടാവില്ലേ, ഒരു കുളിർമ. ഭഗവാൻ അങ്ങോട്ട് കണ്ണടച്ചു. 2 തുള്ളി കണ്ണീര്. പ്രഹ്ലാദന അഭിഷേകം. അഗ്നിപർവ്വതം പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഹിമാലയം പോലെ അങ്ങോട്ട് തണുത്തു. സടാകേസരങ്ങൾ അങ്ങോട്ട് താഴ്ന്നു. ദംഷ്ട്രകൾ ഉള്ളിലേക്ക് പോയി. തൻ്റെ കൂർത്തുമുർത്തുള്ള നഖങ്ങൾ ഉൾവലിഞ്ഞു.
ഭഗവാൻ ആ പ്രഹ്ലാദനെ വാരി അങ്ങോട്ട് എടുത്ത് മടിയിൽ വെച്ചു. പ്രഹ്ലാദൻ ഇപ്പോഴാണ് പിതൃസൗഖ്യം അറിയണത്. തൻ്റെ അച്ഛൻ ഇത്ര സ്നേഹത്തോടെടുത്ത് മടിയിൽ വെച്ചിട്ടില്ല. പ്രഹ്ലാദൻ അങ്ങനെ നോക്കി, ആ പട്ടിൻ്റെ ഇടയിൽ കൂടെ ഭഗവാന്റെ പാദം അങ്ങനെ നോക്കി. കാരണം അറിയാൻ ഇനി അധികം നേരം ഉണ്ടാവില്ല, തനിക്ക് വേണ്ടി വന്നതാ ഈ അവതാരം. ഭഗവാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വന്നതല്ലേ, ആ ഭഗവാന്റെ ചരണാരവിന്ദം താൻ മറക്കരുത് എന്ന് കരുതി ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള പാദം കണ്ടു. അത് കണ്ണിലൂടെ അങ്ങോട്ട് കോരിക്കുടിച്ച് ഹൃദയത്തിലെത്തിച്ചു. നേരെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ച് രണ്ട് കൈകളും പൊന്തിച്ച് ആ പ്രഹ്ലാദൻ സ്തുതിക്കുകയാണ്. ബ്രഹ്മാദയ സുരഗണമുനയോധസിദ്ധാ സത്വൈകതാനമതയോ വചസാം പ്രവാഹൈഃ നാരാധിതും പുരുഗുണൈഃ അധുനാപി പിപ്രുഃ കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. ഭഗവാനെ, ബ്രഹ്മാദി ദേവന്മാർക്ക് അങ്ങ് ദുർലഭൻ, കേവലം അസുരക്കുട്ടിയായിരിക്കണം എനിക്ക് അങ്ങ് സുലഭൻ. എനിക്ക് മനസ്സിലായി എന്താ കാര്യം എന്ന്. മന്യേധനാഭിജനരൂപ തപശ്രുതൗജസ്തേജ പ്രഭാവബല പൗരുഷബുദ്ധിയോഗ. അങ്ങ് നോക്കുക, തപസ്സല്ല, സൗന്ദര്യമല്ല, വിദ്യയല്ല, അതൊന്നല്ല നോക്കുക, പഠിപ്പാണ് നോക്കുക എങ്കിൽ വിദ്യാ ഗജേന്ദ്രസ്യക. ഗജേന്ദ്രൻ എന്താ പഠിപ്പുണ്ടോ? ഒരു ആനയല്ലേ. പ്രായമാണ് നോക്കുക എങ്കിൽ ധ്രുവസ്യ ച വയഃ. ധ്രുവൻ എത്രയാ വയസ്സ്? 5 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ. ആ ധ്രുവനെ അനുഗ്രഹിച്ചിട്ടില്ലേ. സൗന്ദര്യമാണ് നോക്കുക എങ്കിൽ കുബ്ജായാഹ കമനീയ രൂപമധികം. കുബ്ജയ്ക്ക് 3 കൂന, ഒരു സൗന്ദര്യം അവൾക്കില്ല, അവളെ അനുഗ്രഹിച്ചില്ലേ. ജാതിയാണ് നോക്കുക എങ്കിൽ കാജാതിർ വിദുരസ്യ. വിദുരന്റെ ജാതിയത. ദുര്യോധനൻ ക്ഷണിച്ചു, അവിടേക്ക് പോവാതെ ക്ഷണിക്കാത്ത വിദുരന്റെ വീട്ടിലേക്ക് ഭഗവാൻ കയറി ചെന്ന് അവിടുന്ന് കഞ്ഞിയും പുഴുക്കും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹിച്ചില്ലേ. ഇനി കൊടുക്കണ വസ്തുവാണ് നോക്കുക എങ്കിൽ കിം തത് സുധാംനോദനം. സുധാമാവ് എന്താ കൊടുത്തത്? പാൽപ്പായസം, കദളിപ്പഴം, ഒന്നുമല്ല, ഉണക്കവില്. അത് കഴിച്ച് സന്തോഷമായി. ഇത്രയും നല്ല അവലി അന്ന് വരെ കഴിച്ചിട്ടില്ല, ഇതിന് പകരം എന്ത് തന്നാലും മതിയാവും എന്നൊക്കെ പറഞ്ഞ ആളാണ് ഭഗവാൻ. എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്? ഭക്തിയാ തുഷ്യതി കേവലം ആണ്. ഭക്തി കൊണ്ട് മാത്രം സന്തോഷിക്കുന്നവൻ, അതാണ് ഭഗവാന്റെ പേരെന്നെ. ഭക്തിയാ തുഷ്യതി കേവലം നച ഗുണൈഹി. ഗുണങ്ങളെ കൊണ്ടല്ല. കാണാൻ എങ്ങനെയുണ്ട്, കാശുണ്ടോ, സൗന്ദര്യമുണ്ടോ, പഠിപ്പുണ്ടോ, ഏത് ജാതിയിൽ പറന്നു, ഒന്നും നോക്കില്ല. നച ഗുണൈഹി ഭക്തിപ്രിയോ മാധവ. ഭഗവാൻ ഏറ്റവും ഇഷ്ടം കൽക്കണ്ടും മുന്തിരിയും കദളിപ്പഴം വെണ്ണയൊന്നുമല്ല, ഭക്തി ആണ്. അത്രേ ഭഗവാൻ നോക്കുള്ളൂ. അതാണ് ഈ കഥ കാണിച്ചിരുന്നത്. എനിക്കിങ്ങനെയൊക്കെ സ്തുതിക്കാൻ സാധിക്കുന്നത് ഭഗവാനെ എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ, എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായി അങ്ങയുടെ മടിയിലിരിക്കാൻ. എൻ്റെ കൂടെയുള്ള അസുര കുട്ടികൾക്കും കൂടി ഒന്ന് മൂഢേഷു വൈ മഹത് അനുഗ്രഹാർത്ഥബന്ധോ. അതാണ് പ്രഹ്ലാദന്റെ പ്രാർത്ഥന. എനിക്ക് മാത്രം പോരാ ഈ സൗഭാഗ്യം. ലോകത്ത് സംസാരികൾ പലതരത്തിൽ ക്ലേശം അനുഭവിച്ച് കഷ്ടപ്പെടുന്നില്ലേ, അവർക്കൊക്കെ അങ്ങയുടെ ഈ ഒരു കരസ്പർശം, അങ്ങയുടെ അനുഗ്രഹം കിട്ടുമോ? എൻ്റെ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം. ഞാൻ വൈകുണ്ഠത്തിലും എൻ്റെ അച്ഛൻ നരകത്തിലും സഹിക്കാൻ വയ്യ. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, അങ്ങനെ ഉണ്ടാവൂ പ്രഹ്ലാദ, നീ അങ്ങനെയാ വിചാരിച്ചത്. നിന്റെ ആ ഹരിനാമം കേട്ടും കൊണ്ട് എൻ്റെ മടിയിൽ കിടന്നിട്ടല്ലേ അച്ഛൻ മരിച്ചത്. അദ്ദേഹത്തിന് മുക്തി കിട്ടാണ്ടിരിക്കുക. നിന്നോടുള്ള സന്തോഷം കൊണ്ട്, നിന്നോടുള്ള ആ സ്നേഹം കൊണ്ട് ഞാൻ പറയട്ടെ, ഇനി അങ്ങോട്ടുള്ള 23 തലമുറ ഞാൻ ശുദ്ധാക്കും എന്ന് വാക്ക് കൊടുത്തു ഭഗവാൻ. എന്തെങ്കിലും വരം വേണോ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു ഒന്നും വേണ്ട. വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പം പ്രഹ്ലാദൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു വരം തന്നേക്കും. എന്താ വരം? ആരെ കണ്ടാലും ഒന്നും ചോദിക്കാൻ തോന്നരുത്, അങ്ങനെ ഒരു വരം തരൂ. എന്താണ്? ആരെ കണ്ടാലും എത്ര പ്രലോഭിപ്പിച്ചാലും ഒന്നും ചോദിക്കാൻ തോന്നരുത്, അങ്ങനെ ഒരു വരം തന്നാൽ. ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ട് പറയാണ്, നീ എന്നെ ജയിച്ചടാ. എന്നാണ്. വല്ലാത്തൊരാളെന്നെ ആണ്. ഭഗവാനെടുത്ത് അങ്ങോട്ട് മടിയിൽ വെച്ചു, കെട്ടിപ്പിടിച്ചു, ആ പ്രഹ്ലാദനെ അഭിഷേകം ചെയ്തു. നീ ഇനി ഭക്ത സാമ്രാജ്യത്തിന്റെ അധിപൻ ആണ്. ഭക്ത ശിരോമണി പ്രഹ്ലാദൻ. ഏതാ ആ സിംഹാസനം ചോദിച്ചാൽ ഭഗവാന്റെ മടി തന്നെയാണ്. ഏതാ കിരീടം? ഭഗവാന്റെ വലത്തെ കയ്യാണ്. ഏതാ അഭിഷേകജലം? ഭഗവാന്റെ ആനന്ദ കണ്ണീര്. അങ്ങനെ ഭക്തിയുടെ കാര്യത്തിൽ പ്രഹ്ലാദനെ പോലെ എന്ന് പറയാം. ഗോപികമാരൊക്കെ പ്രഹ്ലാദനെ പോലെ, വൃത്രാസുരൻ പ്രഹ്ലാദനെ പോലെ. പ്രഹ്ലാദനേക്കാൾ എന്ന് പറയാനൊന്നും, പ്രഹ്ലാദ നാരദ പരാശര പുണ്ടരീക ലിസ്റ്റ് പറയുമ്പോഴും നാരദ മഹർഷി എന്ന് പറയുന്നത് തന്നെ രണ്ടാമത് വെച്ചു. ആദ്യം ആരെ വെച്ചു? ഗുരുനാഥൻ പിന്നെയാണ് ശിഷ്യനെ ആദ്യം വെച്ചു. കാരണം നാരദർ പോലും പറയണത് എനിക്കിത്ര ഉണ്ടോ സംശയം, എന്നെക്കാൾ കൂടുതൽ ആർക്കുണ്ട്, എൻ്റെ ശിഷ്യന് ഉണ്ട്. പ്രഹ്ലാദ നാരദ പരാശര, അങ്ങനെയാണ് ലിസ്റ്റ് പോവുക. അതാണ് ഭക്തിയുടെ കാര്യം. എങ്ങനെയാണ് അങ്ങനെ ഒരു ഭക്തി ഉണ്ടാവുക? നമുക്കൊക്കെ അത് ഉണ്ടാവണമെങ്കിൽ സദാചാരം വേണം, ചെയ്യേണ്ട ധർമ്മങ്ങളൊക്കെ വൃത്തിയിൽ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഹൃദയം ശുദ്ധാവുള്ളൂ. അപ്പോഴേ ഈ ഭക്തി നമുക്ക് പൂർണ്ണമായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണ് ആ വർണ്ണാശ്രമ ധർമ്മങ്ങളെയൊക്കെ പറ്റി പറയണത്. നമുക്കത് നാളെ ശ്രവിക്കാം. ഇന്നത്തെ ഈ പ്രഭാഷണം നരസിംഹമൂർത്തിയുടെ പദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്.